ഹലോ. ഹായ്. ഓഡിബിൾ ആണോടാ? ഹായ്, ഗുഡ് ഈവനിങ്. ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണോ? ഓക്കെ. ഓക്കെ, ഓഡിബിൾ ആണ് അല്ലേ? ഓക്കെ. എടാ, ഇന്നലെ നമ്മളെ ലൈവിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് പോവാന്ന് വിചാരിക്കുന്നു. എന്താ അവസ്ഥ? ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഇന്നത്തെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്നുള്ള സെക്ഷൻ ജസ്റ്റ് ഒക്കെ ഒന്ന് വായിച്ചു വന്നിട്ടുണ്ടാവും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഓക്കെ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ടോപ്പിക് എടുക്കാം. തേങ്ങ അത് കഴിഞ്ഞിട്ട് ഉടയ്ക്കാം. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, വായിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾ വായിച്ചിട്ടുണ്ട്. നമുക്ക് ടോപ്പിക്ക് മെല്ലെ കിടക്കുക. ശ്രദ്ധിക്കാൻ. എടാ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, ഇതാണ് നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം എന്താ? ഇത് ഈസി ചാപ്റ്റർ ആണോ അതോ വെരി ടഫ്? എന്താണ് നിങ്ങളൊരു മോഡറേറ്റ് ചാപ്റ്റർ ആണ്? എന്താ നിങ്ങൾ അതിനെ കാണുന്നത്? ഒരു ആവറേജ് ചാപ്റ്റർ ആണ്? എന്താണ്? നമുക്ക് വരാം. നജ്മലെ അയക്ക് ഞാൻ വരാം കേട്ടോ. അയക്ക് വരാം. ഓക്കെ. ഈ ഷംല പറഞ്ഞത് ഒരു ഈസി ചാപ്റ്റർ ആണ്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഷംല എനിക്ക് ആൻസർ ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. ഒരു ടഫ് ചാപ്റ്റർ അല്ലടാ. പണ്ടൊക്കെ ഇതൊരു ടഫ് ചാപ്റ്റർ ആയിരുന്നു. പക്ഷെ ഇപ്പൊ അതിനെ മുറിച്ച് വളരെ ഈസി ചാപ്റ്റർ ആക്കിയിട്ടുണ്ട്. നമുക്കറിയാം, റൊട്ടേഷണൽ കൈനമാറ്റിക്സ് ഒന്നും ഇപ്പൊ ഇല്ല, റോളിംഗ് മോഷൻ ഒന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ ഇതിനകത്തുള്ളത് ആകെ സെന്റർ ഓഫ് മാസ്, പിന്നെ ടോർക്ക്, ആംഗുലർ മൊമെന്റം, ഈ സെക്ഷൻസേ ഉള്ളൂ. റോളിംഗ് മോഷൻ ഒന്നും അതിനകത്തില്ല. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി ഇപ്പോ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. ഇനി നജ്മൽ നേരത്തെ ചോദിച്ചു, പാരലൽ ആക്സിസ് തിയറം NCERT നിങ്ങളെ സിലബസിലില്ല. ഒരു സംശയമല്ല, ഇല്ല. പക്ഷെ അത് വെച്ചിട്ട് പ്രോബ്ലംസ് ചോദിക്കും. ഇല്ല നിങ്ങൾ വിചാരിക്കേണ്ട. പാരലൽ ആക്സിസ് തിയറവും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറവും അറിഞ്ഞെങ്കിൽ മാത്രമേ ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പഠിച്ചേ മതിയാകൂ കേട്ടോ. അതിലൊരു കോംപ്രമൈസും ഇല്ല. റോളിംഗ് മോഷൻക്ക് നമുക്ക് കടക്കേണ്ട ആവശ്യം ഇല്ല. മൊമെന്റ് ഓഫ് ഇനർഷ്യ, വെരി ഗുഡ്. ടോർക്ക്, ആംഗുലർ മൊമെന്റ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ, സെന്റർ ഓഫ് മാസ്, ഇത്രേ ഉള്ളൂ. എടാ, ഈ ചാപ്റ്റർ അതുകൊണ്ട് തന്നെ ഇപ്പൊ വളരെ ഈസിയാണ്. നമ്മൾ സെന്റർ ഓഫ് മാസിന്റെ സെക്ഷനിലേക്ക് പോയാലേ അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പിന്നെ ഈ ഡിസ്ക്രീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷന്റെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം. ഡിസ്ക്രീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാല് ഞാൻ ആദ്യം അതും തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കട്ടോ, എന്താണ് സംഭവം എന്ന് അറിയണം അല്ലെ? ഇപ്പോ നിങ്ങൾ H2O എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ എടുത്തു നോക്ക്. H2O അത് നമ്മൾ കാണിക്കുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റം, രണ്ട് ഹൈഡ്രജൻ ആറ്റം, ഒരു ഓക്സിജൻ ആറ്റം. ഇതല്ലേ സംഭവം? ഇത്തരം ആളുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ക്രീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷൻ. സെപ്പറേറ്റ് മാസുകൾ ഉണ്ടാവും. കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ അല്ല, അല്ലെങ്കിൽ റിജിഡ് ബോഡി അല്ല. ഇത്തരം ആളുകളുടെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ വളരെ ഈസിയാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ കയ്യിൽ ലിസൺ ഒരു 3 പാർട്ടിക്കിൾ ഉണ്ട് എന്ന് വിചാരിക്കാം. ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ മാസ് M1, സെക്കൻഡ് പാർട്ടിക്കിൾ ഇവിടെയാണ് കിടക്കുന്നത് M2, തേർഡ് പാർട്ടിക്കിൾ ഇവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ട് M3. നിങ്ങൾക്ക് ഇതിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. എടാ, സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ വളരെ എളുപ്പമാണ്.
സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു ഒറിജിൻ വേണം. അത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഞാനൊരു ഒറിജിൻ സെലക്ട് ചെയ്തു, XY. ഓക്കെ, ഇനി M1 M2 M3 അല്ലേ? ലിസൺ, ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടറിനെ ഞാൻ R1 എന്ന് വിളിച്ചു. ഇതാണ് ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ, അതിനെ R1 എന്ന് വിളിച്ചു. രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടറിനെ ഞാൻ R2 എന്ന് വിളിച്ചു. ഇതാണ് രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ. ദിസ് ഇസ് R2. എടാ, തേർഡ് പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടറിനെ ഞാൻ R3 എന്ന് വിളിച്ചു. കുഴപ്പമില്ലല്ലോ, R3 എന്ന് വിളിച്ചു. ഇവിടെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം, അതിനുള്ള ഇക്വേഷൻ നമുക്കറിയണം. RCM ഈക്വൽ ടു M1 R1 പ്ലസ് M2 R2 പ്ലസ് M3 R3 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3. അറിയാലോ, ഇതാണ് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി നോക്കടാ, ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ X കോർഡിനേറ്റ് X1 Y കോർഡിനേറ്റ് Y1 Z കോർഡിനേറ്റ് Z1 ആണ്. സെക്കൻഡ് പാർട്ടിക്കിളിന് X2 Y2 Z2 എന്ന് എഴുതി. തേർഡ് പാർട്ടിക്കിളിന് X3 Y3 Z3 എന്ന് കൊടുത്തു. ലിസൺ, എടാ ശ്രദ്ധിക്കട്ടോ. ഇനി നിങ്ങൾ നോക്ക്, സെന്റർ ഓഫ് മാസിന്റെ X കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ XCM is equal to M1 X1 പ്ലസ് M2 X2 പ്ലസ് M3 X3 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3. ഇതാണ് സെന്റർ ഓഫ് മാസിന്റെ X കോർഡിനേറ്റ്. ഇനി ഇതുപോലെ നമുക്ക് Y കോർഡിനേറ്റ് എഴുതാം, ഇതുപോലെ നമുക്ക് Z കോർഡിനേറ്റ് എഴുതാം. അതാദ്യം നമ്മൾ മനസ്സിലാക്കി വെച്ചു. എടാ, ഇനി സെന്റർ ഓഫ് മാസിന്റെ മോഷൻക്ക് നമ്മൾ കടന്നാൽ ഇതിനകത്ത് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. വെയിറ്റ്, സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുമ്പോൾ ഇത് കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, ഒരു റിജിഡ് ബോഡി ആണെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളതാണ്. ശ്രദ്ധിച്ച് കേൾക്കട്ടോ. നോക്ക്, ഒരു റിജിഡ് ബോഡി ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇങ്ങനെ ഒരു റിജിഡ് ബോഡി കൺസിഡർ ചെയ്തു. റിജിഡ് ബോഡി. ഓക്കെ, ഇതിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. സിമ്പിൾ. ദാ ഈ ഒരു ആക്സിസിലുള്ള സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം. നമ്മൾ ചെയ്യുന്നത് കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ? ഇതിനകത്ത് ചെറിയൊരു സെഗ്മെന്റ് നമ്മൾ എടുക്കും. ദാ ചെറിയൊരു സെഗ്മെന്റ്. ആ സെഗ്മെന്റ് മാസ് DM ആണ്, ആ സെഗ്മെന്റ് ലെങ്ത് DX ആണ്, ആ സെഗ്മെന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് X ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സെന്റർ ഓഫ് മാസ് XCM is equal to, നോക്ക്, സാധാരണ നമ്മൾ M1 X1 പ്ലസ് M2 X2 അങ്ങനെ എഴുതുന്നതിന് പകരം ഇന്റഗ്രൽ XDM ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ DM. ഇതാണ് സംഭവം. ഇന്റഗ്രൽ XDM ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ DM. ലിസൺ, ശരിക്കും ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ XDM ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ DM. ഇതാണ് വേരിയബിൾ മാസ് ആണെങ്കിൽ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. റിജിഡ് ബോഡി ആണെങ്കിലുള്ള ഇക്വേഷൻ, കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലുള്ള ഇക്വേഷൻ. അത് അവിടെ നിൽക്കട്ടെ. ഇന്റഗ്രൽ XDM ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ DM. ഓക്കെടാ, ഇവിടെ നിങ്ങൾ മാസ് ഡെൻസിറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. മാസ് ഡെൻസിറ്റി സാധാരണ നമ്മൾ പറയാറ് മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ് അല്ലെ? അങ്ങനെയല്ല, ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് കേട്ടിട്ടുണ്ടാവും. ലീനിയർ മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ലാംഡയാണ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ മാസ് ബൈ ലെങ്ത് എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. എടാ, ഇതിനകത്ത് ചെറിയൊരു സെഗ്മെന്റ് ഉണ്ട്. ആ സെഗ്മെന്റ് മാസ് DM ഉം ആ സെഗ്മെന്റ് ലെങ്ത് DX ഉം ആണെങ്കിൽ ലീനിയർ മാസ് ഡെൻസിറ്റി നമുക്ക് DM ഡിവൈഡഡ് ബൈ DX എന്ന് എഴുതാം. ഈ വോളിയം മാസ് ഡെൻസിറ്റിയാണ് സാധാരണ നമ്മൾ റോ എന്ന് എഴുതാറ്. അത് മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. നിങ്ങൾ ചെറിയൊരു സെഗ്മെന്റ് എടുത്തു, ആ ചെറിയ സെഗ്മെന്റ് മാസ് DM ഉം ആ ചെറിയ സെഗ്മെന്റ് വോളിയം DV യും ആണെങ്കിൽ നമുക്ക് അതിനെ DM ഡിവൈഡ് ബൈ DV എന്ന് എഴുതാം. എടാ, ഈ സെക്ഷനിൽ, അതായത് വേരിയബിൾ മാസ് ഡിസ്ട്രിബ്യൂഷനിൽ വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ തന്നെ നീറ്റിന് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ. കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ഇതിനകത്ത് ചോദിക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ കൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യിക്കും. അത് എന്താണെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രം കേട്ടോ, എങ്ങനെയാണ് അത് അറ്റൻഡ് ചെയ്യാന്ന് അറിയാനും വേണ്ടി മാത്രം ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യിക്കും. അപ്പൊ നിങ്ങൾ ഓർക്ക്, ലിസൺ, ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് ഒറ്റ കേസാണ് പറഞ്ഞത്. പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ്. ഡിസ്ക്രീറ്റ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ M1 R1 പ്ലസ് M2 R2 പ്ലസ് M3 R3 ഡിവൈഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3. ഇനി റിജിഡ് ബോഡി ആണെങ്കിൽ, കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ഇന്റഗ്രൽ XDM ഡിവൈഡ് ബൈ ഇന്റഗ്രൽ DM. NCERT വായിക്കുന്ന എല്ലാ ആളുകളും ഇത് അതിനകത്ത് കണ്ടിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ? ഓക്കേടാ. എടാ, വോയിസിന് വല്ല പ്രശ്നമുണ്ടോ? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടാവുന്നല്ലേ വിചാരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത പോയിന്റ് നമുക്ക് വരയ്ക്കാം. സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ ലിസൺ,
വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് കിട്ടണമെങ്കിൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്താ ചെയ്യുക? m1v1 പ്ലസ് m2v2 പ്ലസ് m3v3 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3. ഇതാണ് സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി. എടാ സെന്റർ ഓഫ് മാസിന്റെ ആക്സലറേഷൻ കിട്ടണമെങ്കിൽ m1a1 പ്ലസ് m2a2 പ്ലസ് m3a3 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3. ഇതാണ് സംഭവം. ഞാൻ ഒരു 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 എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ശരിക്കും കേട്ടോ. ശരിക്കും കേട്ടോ, എക്സാമിന് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ശരിക്കും ശ്രദ്ധയോടെ കേട്ടോ. എടാ ഒരു പുള്ളി നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പഠിക്കുന്ന ഈ പുള്ളിയിൽ ഇവിടെ ഒരു 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 1 കിലോഗ്രാം മാസ് ഉണ്ട്. എടാ ഇവിടെ ഒരു 2 കിലോഗ്രാം മാസ് ഉണ്ട്. നിങ്ങളടുത്ത് ചോദിക്കുകയാണ് ഫൈൻഡ് ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പോകും. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കണം. ഈ സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ കിട്ടണമെങ്കിൽ ലിസൺ, എ ഈക്വൽ ടു m1 മൈനസ് m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു ജി. ഇത് നിങ്ങൾ പഠിച്ചതാണ്, എല്ലാവർക്കും അറിയാം. എടാ ഇതിന് ഞാൻ ഇങ്ങനെ എഴുതി 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1 ഇൻറ്റു ജി എന്ന് എഴുതി. എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ g/3 ആണ്. സമ്മതിച്ചല്ലോ? ഇതാണ് ഇവിടെ ഈ സിസ്റ്റത്തിന്റെ ആക്സിലറേഷൻ. ഓക്കെ, ഇനി നോക്കടാ, അങ്ങനെ ഒരു സംഭവം വരുമ്പോ ഇതിൽ 2 കിലോഗ്രാം താഴോട്ട് g/3 ആക്സിലറേഷനോട് കൂടെ പോകും. 1 കിലോഗ്രാം മുകളിലോട്ട് g/3 ആക്സിലറേഷനോട് കൂടെ പോകും. നമ്മളെ ചോദ്യം സെന്റർ ഓഫ് മാസിന്റെ ആക്സിലറേഷൻ എത്രയാണെന്നുള്ളതാണ്. സെന്റർ ഓഫ് മാസിന്റെ ആക്സിലറേഷൻ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. എടാ ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് കിട്ടണമെങ്കിൽ നമ്മളെ ഇക്വേഷൻ m1a1 പ്ലസ് m2a2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇതിനെയാണ് ഞാൻ m1 ആയിട്ട് എടുത്തത് അല്ലേ? m1 ആയിട്ട് എടുത്തത് 2 കിലോഗ്രാമിനെയാണ്. അപ്പൊ ആലോചിച്ച് നോക്കി, m1 അയാളുടെ ആക്സിലറേഷൻ g/3 താഴോട്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് y ഡയറക്ഷൻ. അപ്പൊ മൈനസ് g/3 പ്ലസ് m2 അയാളുടെ ആക്സിലറേഷൻ മുകളിലോട്ട് g/3 ഓൾ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1. എടാ ഇപ്പൊ ഇത് നമുക്ക് കിട്ടുന്നത് മൈനസ് 2g/3 പ്ലസ് g/3 ഡിവൈഡഡ് ബൈ 3. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് g/6, which means center of mass ന്റെ ആക്സിലറേഷൻ ഇതാണ്. ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് is equal to മൈനസ് g/6. ഇത് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? സെന്റർ ഓഫ് മാസിന്റെ ആക്സിലറേഷൻ മൈനസ് ജി ആണ് കേട്ടോ. ജി. സെന്റർ ഓഫ് മാസിന്റെ ആക്സിലറേഷൻ താഴോട്ടാണ്, അത് g/6 ആണ്. ഓക്കെ, എന്നാൽ m1ന്റെ ആക്സിലറേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ താഴോട്ട് g/3, m2ന്റെ ആക്സിലറേഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മുകളിലോട്ട് g/3. സെന്റർ ഓഫ് മാസിന്റെ ആക്സിലറേഷൻ ചോദിക്കുകയാണെങ്കിൽ അത് താഴോട്ടാണ്, മൈനസ് g/6 ആണ്. ഓക്കെ, എടാ ഇത് ഓക്കെ ആണോ നിങ്ങൾക്ക്? ഈ പറഞ്ഞത് ഓക്കെ ആണോ? നമ്മൾ ഇനി ഈ സെക്ഷനിലെ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ഇപ്പൊ സെന്റർ ഓഫ് മാസിനകത്തുള്ള ജസ്റ്റ് ഇക്വേഷൻസ് ഞാൻ പറഞ്ഞു, ഒരു 1-2 കാര്യങ്ങളും അതിനകത്ത് ഡിസ്കസ് ചെയ്തു. ഇത് ഓക്കെ ആണോ? ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കടാ. ഞങ്ങളെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നജ്മൽ ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെടാ, ഇത് ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ സെക്ഷനിൽ നമ്മളെ മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും, അതായത് ഒരു മെഡിക്കൽ എക്സാമിന് ഏത് ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ് വരിക? മെഡിക്കൽ എക്സാമിന് ചോദിക്കുന്നതാണ് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ക്വസ്റ്റ്യൻ ആവും. അപ്പൊ നമുക്ക് അതിലൂടെ ഒന്ന് പോയി നോക്കാം. എന്നിട്ട് കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആക്കും ചെയ്യാം കേട്ടോ. എന്നാ കേൾക്ക്, ഒന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കണം ഇത്. അപ്പോഴേ നമുക്കൊരു ഐഡിയ കിട്ടുള്ളൂ. വെയിറ്റ്, 2 ഒബ്ജക്ട്സ് ഓഫ് മാസ് 10 കിലോഗ്രാം ആൻഡ് 20 കിലോഗ്രാം respectively are connected to the 2 ends of a rigid rod length 10 meter with a negligible mass. നോക്ക്, റിജിഡ്, ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് റിജിഡ് റോഡാണ്, നെഗ്ലിജിബിൾ മാസ് ആണ്. അപ്പൊ ആ റോഡിന്റെ മാസ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അതിന്റെ ലെങ്ത് 10 മീറ്റർ ആണ്. ഡിസ്റ്റൻസ് ഓഫ് ദി സെന്റർ ഓഫ് മാസ് ഓഫ് ദി സിസ്റ്റം ഫ്രം ദി 10 കിലോഗ്രാം മാസ്. കേൾക്കട്ടോ, എടാ ഈ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. ലിസൺ. നോക്ക്, ഇത് ഫസ്റ്റ് പാർട്ടിക്കിൾ m1, ഇത് സെക്കൻഡ് പാർട്ടിക്കിൾ m2. ഓക്കെ, നമ്മൾ ഇതിന്റെ സെന്റർ ഓഫ് മാസ്, ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് r ആണെന്ന് വിചാരിച്ചു. ഇതിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരു ഒറിജിൻ ഫിക്സ് ചെയ്യണമല്ലോ. ഞാൻ m1 ഒറിജിൻ ആയിട്ട് എടുത്തു 0, 0.
അപ്പൊ ഇവിടുത്തെ കോർഡിനേറ്റ് R0 ആവില്ലേ? ഇനി ഇയാളുടെ സെന്റർ ഓഫ് മാസ് RCM ചോദിക്കുകയാണെങ്കിൽ നോക്കിയോ, M1 into 0 plus M2 into R divided by M1 plus M2. Clear ആണല്ലോടാ? That is M2R divided by M1 plus M2. This is RCM എന്ന് പറഞ്ഞാൽ സോറി XCM ആയിക്കോട്ടെ അല്ലേ? XCM R നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, XCM, വിച്ച് മീൻസ് ഇത്രയേ ഉള്ളൂ. M1 നിന്ന് ലിസൺ, ശരിക്കും കേൾക്കട്ടെ എല്ലാവരും കേൾക്ക്. M1 നിന്ന് സെന്റർ ഓഫ് മാസിലുള്ള ദൂരം കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇതാണ് സെന്റർ ഓഫ് മാസ് എന്ന് വിചാരിച്ചു. M1 നിന്ന് സെന്റർ ഓഫ് മാസിലുള്ള ദൂരമാണ് XCM. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഐഡിയ ആണ്, M1 നിന്ന് സെന്റർ ഓഫ് മാസിലുള്ള ദൂരം കിട്ടണമെങ്കിൽ M2 M2 divided by total mass M1 plus M2 into അതിനിടയിലുള്ള ഡിസ്റ്റൻസ് R. കണ്ടോ, M2 divided by M1 plus M2 R. അത് ഓർത്ത് വെക്കുന്ന നല്ലതാണ്. M1 എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ M2 divided by M1 plus M2 into R. ഇനി M2 എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടണം എന്ന് വിചാരിക്കാം. അപ്പൊ എനിക്ക് വളരെ സിമ്പിൾ ആണ്. M2 എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ we can write M2 ഡിസ്റ്റൻസ് ഫ്രം M2, ഡിസ്റ്റൻസ് ഫ്രം എവിടെന്നാ M2 കിട്ടണമെങ്കിൽ നമ്മൾ ഐഡിയ ശ്രദ്ധിച്ചോ, M1R divided by M1 plus M2 ഇങ്ങനെ എഴുതാം. ലിസൺ, M2 എന്നുള്ള ഡിസ്റ്റൻസ് ആണ് വേണ്ടതെങ്കിൽ M1 divided by total mass into അതിനിടയിലുള്ള ഡിസ്റ്റൻസ്. ഓക്കേടാ? ഓക്കെ, ഓക്കെ ഓക്കെ, എറർ ഒന്നുമില്ലല്ലോടാ. മിന്നുവിന്റെ മെസ്സേജ് എന്തെങ്ങനെ എനിക്ക് ഓക്കെ ആണല്ലോ? എല്ലാം ഓക്കെ ആണല്ലോ? ഓക്കെ ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ലല്ലോടാ? ഓക്കെ ഓക്കെ, അപ്പൊ അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്നാല് ഫസ്റ്റ് താള് ലിസൺ, ഫസ്റ്റ് താള് 10 കിലോഗ്രാം ആണ്, രണ്ടാമത്തെ ആള് 20 കിലോഗ്രാം ആണ്. ശരിയല്ലേ? എടാ ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ്. ഇത് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ചോദ്യം, ഡിസ്റ്റൻസ് ഓഫ് ദി സെന്റർ ഓഫ് മാസ് ഓഫ് ദി സിസ്റ്റം ഫ്രം ദി 10 കിലോഗ്രാം മാസ്. 10 കിലോഗ്രാം മാസ് സെന്റർ ഓഫ് മാസിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ 10 കിലോഗ്രാം മാസ് സെന്റർ ഓഫ് മാസിലുള്ള ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നോക്കിയോ, 20 ഡിവൈഡഡ് ബൈ 10 plus 20 into 10 ഇങ്ങനെ എഴുതിക്കൂടെ നമുക്ക്. ദിസ് ഇസ് ഈക്വൽ ടു 20 by 30 into 10. That is 20 by 3 centimeter. 20 by 3 centimeter. 20 by 3 centimeter. B ഓപ്ഷൻ ആയിരിക്കും ആൻസർ. ശരിയല്ലോ? എടാ നിങ്ങൾ ആലോചിച്ചോക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളടുത്ത് ചോദിക്കുന്നത് 20 കിലോഗ്രാം സെന്റർ ഓഫ് മാസിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചു. 20 കിലോഗ്രാം സെന്റർ ഓഫ് മാസിലുള്ള ഡിസ്റ്റൻസ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 10 divided by 10 plus 20 into 10. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നത്. M1 into 0 എങ്ങനെയാ വന്നതെന്നുള്ളത് ആരോ ചോദിച്ചിട്ടുണ്ടാകില്ലേ? എടാ ഞാൻ ഇവിടെ എഴുതിയതാ ഉദ്ദേശിച്ചിട്ടുണ്ടാവാന്ന് വിചാരിക്കുന്നത്. M1ന്റെ കോർഡിനേറ്റ് എത്രയാ? അപ്പോ അഖിലെ അതിനെ കാണേണ്ടത് ഇങ്ങനെയാടാ, ഇത് M1, ഇത് M2. ഓക്കെ, ഇപ്പൊ ഇവിടെ ഞാൻ എക്സ് ആക്സ് വരച്ചു എന്ന് വിചാരിക്കാം. ഇപ്പൊ ഈ കാണുന്നതാണ് എക്സ് ആക്സ്. ഓക്കെ ലിസൺ, ഈ കാണുന്നതായിരിക്കും ഇവിടുത്തെ വൈ ആക്സ്. ഓക്കെ അഖിലെ? അപ്പൊ ഈ M1 കിടക്കുന്ന ഒറിജിനിലാണ്. ഒറിജിനിലാണെങ്കിൽ ഇതിന്റെ കോർഡിനേറ്റ് 0 0 ആണ്. M2 ഇതിന്ന് R ഡിസ്റ്റൻസിലാണെങ്കിൽ അതിന്റെ കോർഡിനേറ്റ് R0 ആണ്. ഇനി സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ M1 x1 plus M2 x2 divided by M1 plus M2 ആണ്. M1 into x1 എത്രയാ? M1ന്റെ x കോർഡിനേറ്റ് 0 ആണ്. അപ്പൊ M1 into 0 plus M2 into R divided by M1 plus M2 എന്ന് എഴുതും. അഖിലിന് ഓക്കെ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഓക്കേടാ അഖിൽ? ഞാൻ തുടങ്ങിയ ഭാഗം ശ്രദ്ധിക്കണം. ഇതാണ് ഒരു ഫ്ലോ, നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചു വരണം. സെന്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ഒരു ഒറിജിൻ ഫിക്സ് ചെയ്യണം. ആ ഒറിജിൻ കിടക്കുന്ന M1ലാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യാനുള്ള സിംപ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ എടാ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 3 masses are placed on x axis. അപ്പൊ x ആക്സിലാണ് 3 മാസ് ഉള്ളത്. 300 gram at the origin. 300 gram ഒറിജിനിലാണ്. 500 gram at x is equal to 40. 400 gram at x is equal to 70. Distance of the center of mass from the origin. അവിടെ 3 മാസ് ഉണ്ട് അല്ലേ?
നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനും വേണ്ടി പെട്ടെന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു എക്സ് ആക്സും വൈ ആക്സും നമ്മൾ വരയ്ക്കുന്നു. അത് ഞാൻ ഇവിടെ വരച്ചു, എക്സും വരച്ചു, വൈയും വരച്ചു. ഓക്കെ, ഇനി എക്സ് ആക്സിലാണ് ആളുകൾ ഉള്ളത്. ഫസ്റ്റ് ആള് മാസ് 300 gram ആണ്. ഞാൻ അതിനെ ഇവിടെ അങ്ങനെ എഴുതി M1 എന്ന് കൊടുത്തു. M1 is equal to 300 gram. ഓക്കെ, ഇത് കിടക്കുന്നത് ഒറിജിനിലാണ്. അപ്പൊ ഇതിന്റെ കോർഡിനേറ്റ് 0, 0. ഇനി അടുത്ത മാസിനെ ഞാൻ M2 എന്ന് വിളിച്ചു. M2. ഓക്കെ, ഇത് 500 gram ആണ്. M2 is equal to 500 gram. ഇത് കിടക്കുന്നത് 40 സെന്റിമീറ്ററിലാണ്. അപ്പൊ ഇവിടുത്തെ കോർഡിനേറ്റ് 40, 0. y കോർഡിനേറ്റ് 0. എടാ അടുത്ത ആള് കിടക്കുന്നത് M3, അത് 70 സെന്റിമീറ്ററിലാണ്. 70, 0. 70 ആണത്. എല്ലാം എക്സ് ആക്സിലാണ്. ഇപ്പൊ സെന്റർ ഓഫ് മാസിന് എക്സ് കോർഡിനേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, y കോർഡിനേറ്റ് എല്ലാം 0 ആണ് അല്ലേ? എടാ നിങ്ങൾക്ക് അറിയാലോ സെന്റർ ഓഫ് മാസിന്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ m1 x1 plus m2 x2 plus m3 x3 divided by m1 plus m2 plus m3. m1 into ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ എക്സ് കോർഡിനേറ്റ് 0. അപ്പൊ ഞാൻ m1 വാല്യൂ കൊടുക്കുകയാണ്. ലിസൺ m3 എത്രയാടാ പറഞ്ഞത്? m3 is equal to 400 gram അല്ലേ? m1 നമുക്ക് വാല്യൂ കൊടുക്കുക. എക്സ് കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് ഈക്വൽ ടു 300 into 0 plus m2 ന്റെ വാല്യൂ 500 into 40 plus 400 into 70 divided by 300 plus 500 plus 400. കഴിഞ്ഞു. ഈ ചെയ്താൽ കിട്ടുന്നതാണ് ആൻസർ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. 500 into 40 plus 400 into 70 divided by 1200. ഇങ്ങനെയല്ലേ വരിക? നമുക്കിതിനെ നിങ്ങൾ ഉഷാറാണെന്ന് എനിക്കറിയാം. 100 ഔട്ട് സൈഡിലേക്ക് മാറ്റിയാൽ 5 into 40 അവിടെ നിൽക്കട്ടെ. 5 into 40 plus 4 into 70 divided by 1200 എന്ന് കിട്ടും. ഇത് ക്യാൻസൽ ചെയ്ത് പോയി അല്ലേടാ? ഇപ്പോ നമുക്ക് ഇതിന്ന് കിട്ടുന്നത് 200 plus 280 divided by 12. 200 plus 280 divided by 12, which means 480 divided by 12. That is 40 centimeter from the origin. 40 centimeter from the origin. Therefore, the correct answer is A. ശരിയല്ലടാ? ഇതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഓക്കെ ആണോ? എല്ലാവർക്കും നന്ദു ഒക്കെ ഏന്ന് ആൻസർ വന്നത്? നജ്മൽ, അമീൻ, എല്ലാവർക്കും 40 ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കാം. ലിസൺ. 2 bodies of masses 1 kilogram and 3 kilogram have position vectors. 1 kilogramന്റെ പൊസിഷൻ വെക്ടർ ഇതാണ്. 3 kilogramന്റെ പൊസിഷൻ വെക്ടർ ഈ കാണുന്നതാണ് റെസ്പെക്റ്റീവ്ലി. സെന്റർ ഓഫ് മാസ് ഓഫ് ദിസ് സിസ്റ്റം ഹാസ് എ പൊസിഷൻ വെക്ടർ. ഇപ്പൊ നമുക്ക് ഈ പ്രോബ്ലം ഹാൻഡിൽ ചെയ്യാൻ m1ന്റെ വാല്യൂ 1 kilogram ആണ്. അതിന്റെ പൊസിഷൻ വെക്ടറിനെ r1 വെക്ടർ എന്ന് എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു i plus 2j plus k. ഇങ്ങനെ കിട്ടി. m2ന്റെ വാല്യൂ 3 kilogram ആണ്. m2ന്റെ വാല്യൂ 3 kilogram ആണ്. m2 is equal to 3 kilogram. എടാ അതിന്റെ പൊസിഷൻ വെക്ടർ r2 വെക്ടർ is equal to minus 3i minus 2j plus k ആണ്. ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ rcm വെക്ടർ is equal to നമുക്ക് എഴുതാൻ പറ്റുന്നത് m1 r1 വെക്ടർ പ്ലസ് m2 r2 വെക്ടർ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. കഴിഞ്ഞു. m1 r1 വെക്ടർ നിങ്ങൾ ഉഷാറില്ലടാ? m1 r1 വെക്ടർ വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ കാണിക്കാം. 1 into m1 1 ആണ്. i plus 2j plus k plus m2 3 ആണ്. minus 3i minus 2j plus k all divided by m1 plus m2 എന്ന് പറഞ്ഞാൽ 4 ആണ്. ശരിയല്ലേ? എടാ ഇത് ചെയ്താൽ നമുക്ക് ആൻസർ ആവും. ഇത് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഫസ്റ്റ് ടേം i plus 2j plus k. ആദ്യത്തെ കഴിഞ്ഞു. minus 9i minus 6j plus 3k divided by 4. ശരിയല്ലേ? i minus 9i എന്ന് പറഞ്ഞാൽ minus 8i. ഫസ്റ്റ് ടേം minus 8i. ലിസൺ, ഈ ഐയും minus 9i minus 8i. അടുത്തത് 2jയും minus 6jയും minus 4j.
next one. Plus kയും plus 3kയും plus 4k divided by 4. അങ്ങനല്ലേ നമുക്ക് വരിക. This is equal to minus 2i minus j plus k. ഏത് ഓപ്ഷനാണ്? minus 2i minus j plus k. ആൻസർ ആയി എ ഓപ്ഷൻ. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ വെരി ഗുഡ്. ഒരുപാട് ആളുകൾക്ക് എ ഓപ്ഷൻ ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാലോ. ലിസൺ. ഓക്കെ, കൺസിഡർ a system of two particles having masses m1 and m2. If the particle of mass m1 is pushed towards the center of mass of the particle through a distance d, m1 ne push ചെയ്തു d distance. By what distance would be particle of m2 moved so as to keep the center of mass of the particle at the original position? എല്ലാവരും വായിക്കട്ടെ. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. എന്നാലേ ഞാൻ ചെയ്യുന്നത് മനസ്സിലാവുള്ളൂ. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ എടാ, എല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കേ. m1 മാസുള്ള ഒരു പാർട്ടിക്കിൾ, m2 മാസുള്ള അടുത്ത പാർട്ടിക്കിൾ. ഇതിന്റെ സെന്റർ ഓഫ് മാസ് എവിടെയോ കിടക്കുന്നുണ്ട്, ഇവിടെ ആയിക്കോട്ടെ. ഓക്കെ, ഇനി ആ ക്വസ്റ്റ്യനിൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ലിസൺ, ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യം, m1 നമ്മൾ പുഷ് ചെയ്തു. എത്ര ഡിസ്റ്റൻസ് പുഷ് ചെയ്തുടാ? d ഡിസ്റ്റൻസ്. സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ മാറാതിരിക്കണമെങ്കിൽ m2 എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം? അതാണ് ചോദ്യം. സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാതിരിക്കണമെങ്കിൽ m2 എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യണം? ആർക്കെങ്കിലും ആൻസർ കിട്ടിയാ ഒന്ന് പറയണം. ആൻസർ കിട്ടിയാൽ വേഗം പറ. ഓക്കെ. ബി ആൻസർ കിട്ടിയിട്ടുണ്ട്. കിട്ടിയത് നിതയ്ക്കാണ്. നിതയ്ക്ക് കിട്ടിയ ആൻസർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം, ബി. ഓക്കെ, നിത ചെയ്ത് ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാലോ. കുറച്ച് ആളുകൾക്ക് സി എന്നും കിട്ടിയിട്ടുണ്ട്, ഡി. നന്ദുവിന് ഒക്കെ സി കിട്ടിയിട്ടുണ്ട്, കുറെ ആളുകൾക്ക് സിയും കിട്ടിയിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ഓക്കേടാ, ലിസൺ ട്ടോ. ഈ ക്വസ്റ്റ്യൻ ഇപ്പൊ ഇവിടുന്ന് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പിന്നെ ആ ടൈപ്പ് വരുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയണം. ശ്രദ്ധിച്ചു, എല്ലാവരും ശ്രദ്ധിക്കേ. എടാ, സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ RCM is equal to m1r1 plus m2r2 divided by m1 plus m2. ഇതിൽ ആർക്കും സംശയമല്ല. ഞാൻ ഇതിന്റെ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നോക്ക്, RCM ഡിഫറൻഷിയേറ്റ് ചെയ്താൽ DRCM എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ഈക്വൽ ടു m1 into m1 കോൺസ്റ്റന്റ് ആണ്, ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ dr1 പ്ലസ് m2 into ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് സെക്കൻഡ് പാർട്ടിക്കിൾ dr2 ഓൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. ഇങ്ങനെ വരും. ഇതിൽ ആർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നത്. എടാ, ഇനി എന്റെ ചോദ്യം, ലിസൺ, ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എത്രയാണെന്ന ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? വേം പറ. അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ m2 സോ ആസ് ടു കീപ് ദി സെന്റർ ഓഫ് മാസ് ഓഫ് ദി സിസ്റ്റം അറ്റ് ദി ഒറിജിനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവിടുന്ന് മനസ്സിലായത് DRCM ഈക്വൽ ടു 0 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ ചേഞ്ച് ഇൻ പൊസിഷൻ dr1 is equal to d എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞ് സെക്കൻഡ് പാർട്ടിക്കിളിന്റെ ചേഞ്ച് ഇൻ പൊസിഷൻ dr2 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, DRCM പകരം 0 എന്ന് കൊടുത്തു. ഇവിടെ ഈ കാണുന്ന DRCM പകരം 0 എന്ന് കൊടുത്തു. m1 ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ ചേഞ്ച് ഇൻ പൊസിഷൻ d പ്ലസ് m2 സെക്കൻഡ് പാർട്ടിക്കിളിന്റെ ചേഞ്ച് ഇൻ പൊസിഷൻ d2 എന്നാണ് വിചാരിച്ചു, ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. എടാ, ഇത് ചെയ്താൽ m1d പ്ലസ് m2d2 ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? നമുക്ക് d2 ആണ് രണ്ടാമത്തെ പാർട്ടിക്കിൾ എത്ര ദൂരം മൂവ് ചെയ്തു അതാണ് കണ്ടുപിടിക്കേണ്ടത്. d2 ആണ് കണ്ടുപിടിക്കേണ്ടത്.
M2D2 രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ ചേഞ്ച് ഇൻ പൊസിഷൻ കിട്ടണം ഈക്വൽ ടു മൈനസ് M1D. Now D2 equal to listen, minus M1 divided by M2 into D. Minus M1 divided by M2 into D. ഏത് ഓപ്ഷൻ ആണെന്നുള്ളത് വെരി ഗുഡ്. എടാ അതിനകത്ത് സി ടൈപ്പ് ചെയ്ത ആളുകൾ ഉണ്ടല്ലോ, നന്ദു, ഫാത്തിമ റിൻഷ, ഫബിദ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, അമൃത, ഇവർക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തത് മനസ്സിലായോ? അതാണ് എന്റെ ചോദ്യം. ഈ ക്വസ്റ്റ്യൻ ചെയ്തത് ഇവർക്ക് മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയണം. ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങളെ നീറ്റിന് വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെടാ, നിങ്ങളെ ഒരു റിപ്ലൈ ചെയ്യൂ അല്ലേ? ഓക്കെ, സെറ്റ് ആണല്ലോ അല്ലേ? നെഗറ്റീവ്, വെരി ഗുഡ്. ആരാണ് അത്? ബ്ലൂ ഫോക്സ് എന്നൊക്കെ എഴുതിയിരുന്നു. വെരി ഗുഡ്, നല്ലൊരു ക്വസ്റ്റ്യൻ. നെഗറ്റീവ്. ഓക്കെടാ, ആ നെഗറ്റീവ് എങ്ങനെ വന്നു എന്ന് പറയാം. എടാ അതിനു മുമ്പ് നിങ്ങളടുത്ത് ഞങ്ങൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങളെ സ്കൂൾ ഗ്രൂപ്പുകൾക്കൊക്കെ ഷെയർ ചെയ്തിട്ട് മാക്സിമം ഇതിൽ താല്പര്യമുള്ള ആളുകളൊക്കെ വരട്ടെ. അവരൊക്കെ എല്ലാവരും പഠിക്കണം. പിന്നെ ലൈക്ക് ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്തൊക്കെ കൊടുക്കും കേട്ടോ. ഓക്കെ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അതില് നല്ലൊരു സാർ വൺസ് മോർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ വൺസ് മോറിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആ നെഗറ്റീവ് എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഓക്കെടാ, ആ നെഗറ്റീവ് ആണ് നമുക്ക് വേണ്ടത്. എടാ, ഈ നെഗറ്റീവിന്റെ മീനിങ് എന്താ അറിയോ? D2 മൂവ് ചെയ്യുന്നത് നെഗറ്റീവ് എക്സ് ആക്സിലോട്ടാണ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിക്കിൾ M1, സെക്കൻഡ് പാർട്ടിക്കിൾ M2, ഈ കാണുന്നത് സെന്റർ ഓഫ് മാസ്. M1 ഇങ്ങോട്ട് റൈറ്റിലോട്ട് D ഡിസ്റ്റൻസ് മൂവ് ചെയ്താൽ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാതിരിക്കാൻ M2 മൂവ് ചെയ്യുന്നത് ലെഫ്റ്റിലോട്ടാണ്. അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് സൈൻ വന്നത്. M1 മൂവ് ചെയ്തതിന്റെ നേർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. ഫോർ എക്സാമ്പിൾ, ഇത് M1, ഇത് M2 ആണെന്ന് വിചാരിക്കാം. ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഇവിടെ ഉണ്ടാവും. M1 ഇങ്ങോട്ട് മൂവ് ചെയ്തു, ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക്. അങ്ങനെയാണെങ്കിൽ M2 സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാതിരിക്കാൻ M2 മൂവ് ചെയ്തത് ലെഫ്റ്റിലോട്ടാണ്. ആ ചോദിച്ച ആളെ പേര് എനിക്ക് അറിയില്ലടാ. ആ ചോദിച്ച ആളെ എനിക്ക് കിട്ടണം. ഓക്കെ ആയോ? ഫൈനൽ ആൻസറിൽ നെഗറ്റീവ് വേണമെന്ന് നിർബന്ധമല്ലടാ. 3 സെന്റിമീറ്റർ ആണ് മൂവ് ചെയ്തത്. -3 സെന്റിമീറ്ററിന് അതിനകത്ത് ഉണ്ടെങ്കിൽ അതിനർത്ഥം ദാ M1 മൂവ് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ 3 സെന്റിമീറ്റർ മൂവ് ചെയ്തു. ചോദ്യം എത്ര സെന്റിമീറ്റർ മൂവ് ചെയ്തു എന്നുള്ളതാണ്. ആൻസർ 3 സെന്റിമീറ്റർ. മൈനസ് വരാൻ കാരണം നമുക്ക് ഇവിടെ ക്ലാരിറ്റി വേണം. M1ന്റെ നേർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ആ ബ്ലൂ ഫോക്സ് ഓക്കെ ആണല്ലോ അല്ലെ? ഇനി നേരത്തെ നന്ദു ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് DRCM എങ്ങനെ 0 ആയി? DRCM എങ്ങനെ 0 ആയി എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിനകത്ത് പറയാണ് M2 മൂവ്സ്. ഇവിടെ നോക്കടാ, by what distance would be particle of M2 moves so as to keep the center of mass of the particle at the original position? എന്ന് പറഞ്ഞാൽ RCM എന്ന് പറഞ്ഞ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ആണ്. DRCM എന്ന് പറഞ്ഞ സെന്റർ ഓഫ് മാസിന്റെ ചേഞ്ച് ഇൻ പൊസിഷൻ ആണ്. ക്വസ്റ്റ്യനിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ DRCM എന്തായിരിക്കും? 0 ആണ്. സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്ത ഭാഗം നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ആദ്യം സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടറിന്റെ ഇക്വേഷൻ എഴുതി. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. DRCM is equal to M1 DR1 plus M2 DR2 divided by M1 plus M2. DRCM എന്ന് പറഞ്ഞത് സെന്റർ ഓഫ് മാസിന്റെ ചേഞ്ച് ഇൻ പൊസിഷൻ. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യൂല. ഓക്കെ, DR1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ ചേഞ്ച് ഇൻ പൊസിഷൻ, അതാണ് D. DR2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ടിക്കിളിന്റെ ചേഞ്ച് ഇൻ പൊസിഷൻ. നമുക്ക് അങ്ങനെ തന്നെ എഴുതാമാണെങ്കിൽ ഞാൻ കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. DR2 തന്നെ എഴുതാം നമുക്ക്. സെക്കൻഡ് പാർട്ടിക്കിളിന്റെ ചേഞ്ച് ഇൻ പൊസിഷൻ DR2. ഓക്കെടാ, സെക്കൻഡ് പാർട്ടിക്കിളിന്റെ ചേഞ്ച് ഇൻ പൊസിഷൻ DR2. M2 DR2. M2 DR2. ഓക്കെ, DR2. അപ്പൊ നമ്മളിവിടെ കണ്ടെത്തിയ സംഭവം എന്ന് പറയുന്നത് DR2 ആണ് നമ്മൾ കണ്ടെത്തിയത്. DR2 is equal to സെക്കൻഡ് പാർട്ടിക്കിളിന്റെ ചേഞ്ച് ഇൻ പൊസിഷൻ ആണ് കണ്ടെത്തിയത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഓക്കെ, സെറ്റ് എന്ന് വിചാരിക്കുന്നു. എടാ, ഇനി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ പറ്റണം. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയടാ. നിങ്ങൾ ബാക്കിയുള്ള ഒരു എന്തായാലും ഒക്കെ മാറ്റി വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും നല്ല കെയർഫുൾ ആയിട്ടിരിക്കും.
നമുക്കിതൊക്കെ ഈസി ആയിട്ട് പറ്റും. ഇതിലെപ്പോഴാണ് പ്രശ്നം എന്നറിയോ? കുറച്ച് സമയങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും നിങ്ങളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. മറ്റേതിലൊരു ഫ്ലോ ഉണ്ട്, ഈ പറയുന്നതിലൊരു ഫ്ലോ ഉണ്ട്. ഓരോ NCERT ഓർഡറിൽ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്ത് പോവുകയാണ്. അപ്പൊ നിങ്ങൾക്കത് ശരിക്കും കേട്ടാൽ മനസ്സിലാവും. പിന്നെ അത്തരം ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്യാനും പറ്റും കേട്ടോ. ഓക്കെ, ലോജിക്ക് ചിന്തിച്ചാലൊന്നും ആൻസർ സി അല്ലടാ. എങ്ങനെയാടാ ലോജിക്ക് ചിന്തിച്ചാൽ ആൻസർ സി ആവാ? ലോജിക്ക് ചിന്തിച്ചാൽ ആൻസർ സി ആകും. എങ്ങനെയാണെങ്കിൽ അറിയോ? ഞാൻ ചോദിച്ചതാ, M1 ഈക്വൽ ടു M2 ആണെങ്കിൽ, ഇത് രണ്ടിനും ഒരേ മാസ് ആണെങ്കിൽ ഇത് എത്ര നീങ്ങിയോ അത്ര തന്നെ നീങ്ങും. രണ്ടിനും ഒരേ മാസാണോ? അല്ലല്ലോ. ഈ ആലോചിച്ച് നോക്കി, ഈ വേറൊരു തടിച്ചൊരാളുണ്ട്, സെന്റർ ഓഫ് മാസ് ആ തടിയന്റെ അടുത്താ ഉണ്ടാവുക. ഓക്കെ, ലോജിക്കലി ചിന്തിച്ചാൽ ആൻസർ സെയിം ആവണമെന്നുള്ളതെങ്കിൽ മാസ് സെയിം ആണെങ്കിലേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഒരു ലോജിക്ക്. ഓക്കെടാ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാലോ. നിങ്ങൾ നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ എനിക്ക് നല്ല രസമാണ്. സ്റ്റാർട്ട് ചെയ്യാം. 3 ഐഡന്റിക്കൽ മെറ്റൽ ബാൾസ്. അപ്പൊ ഇങ്ങനെ മനസ്സിൽ വേണം, 3 ഐഡന്റിക്കൽ മെറ്റൽ ബാൾസ്, ഈച്ച് ഓഫ് റേഡിയസ് ആർ, ഞാനത് ഹൈലൈറ്റ് ചെയ്തു, റേഡിയസ് ആർ പ്ലേസ്ഡ് ടച്ചിങ് ഈച്ച് അതർ ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ്. അപ്പൊ നിങ്ങളെ ടേബിളില് അല്ലെങ്കിൽ നിങ്ങളെ ഒരു ബുക്കില് ഹൊറിസോണ്ടൽ സർഫസിൽ ഈ 3 ബോളും ടച്ച് ചെയ്ത് വെച്ചു. സച്ച് ദാറ്റ് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ഈസ് ഫോംഡ് വെൻ ദി സെന്റേഴ്സ് ഓഫ് 3 balls ആർ ജോയിൻഡ്. ബോളുകളുടെ സെന്റർ ജോയിൻ ചെയ്തപ്പോൾ ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ കിട്ടി. സെന്റർ ഓഫ് മാസ് ഓഫ് ദി സിസ്റ്റം ഈസ് ലൊക്കേറ്റഡ് അറ്റ് line joining centers of any two ball, center of one of the balls, horizontal surface, point of intersection of the medium. Okay. Question വായിക്കുക, ലിസൺ എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കണം. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ പ്രോബ്ലത്തിൽ കിടക്കട്ടെ. ഓക്കെ, 3 identical metal balls, each of radius r, placed touching each other on a horizontal surface. ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ, വെരി ഗുഡ് ആൻസർ വരുന്നത്, 3 ബോളുകളും ഇങ്ങനെ ടച്ച് ചെയ്ത് വെച്ചു. ശരിയല്ലേ? ടച്ച് ചെയ്ത് വെക്കണം അല്ലേ? 3 ബോളുകളും ടച്ച് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി അവർ പറയാണ് ഇതിന്റെ സെന്റേഴ്സ് ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ്. ഓക്കെ, എവിടെയായിരിക്കും ഇതിന്റെ സെന്റർ ഓഫ് മാസ് ഉണ്ടാക്കുക? ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് സെന്റർ ആണ് സെന്റർ ഓഫ് മാസ് ഉണ്ടാവുക. ഇവിടെയാണ് സെന്റർ ഓഫ് മാസ് ഉണ്ടാവുക. ഈ പോയിന്റ് പ്രത്യേകത, ഈ ട്രയാംഗിൾസിന്റെ മീഡിയൻസ് ജോയിൻ ചെയ്യുന്ന പോയിന്റ് അല്ലേ? അല്ലടാ. Therefore the answer is point of intersection of medium. ആംഗിൾ ബൈസെക്ടറുകൾ ജോയിൻ ചെയ്യുന്ന പോയിന്റിലാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയടാ? ഓക്കെ. ദെൻ അപ്പൊ അത് ഓക്കെ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ വേഗം ആൻസർ പറയണം. 2 persons of mass 55 kilogram and 65 kilogram. രണ്ടാളെ നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ. ഫിസിക്സ് പ്രോബ്ലം ചെയ്യാനുള്ള ഐഡിയ എന്ന് പറയുന്നത് നമ്മളെ മനസ്സിൽ ആ ഒരു ഇമേജ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. 2 person masses 55 kilogram and 65 kilogram respectively. അപ്പോൾ നിങ്ങൾ രണ്ടാളെ ഇമാജിൻ ചെയ്തു, ഒരാളെ മാസ് 55, മറ്റൊരാളെ മാസ് 65. ആർ അറ്റ് ദി ഓപ്പോസിറ്റ് എൻഡ്സ് ഓഫ് എ ബോട്ട്. ഒരു ബോട്ടിന്റെ രണ്ട് എൻഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ലെങ്ത് ഓഫ് ദി ബോട്ട് ഈസ് 3 meter and weighs 300 kilogram. 55 kilogram walks up to the 65 kilogram man and sits with him. If the boat is in still water, then center of mass of this system shift by. Question വായിക്കേ. എല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കേ. ഞാൻ പിക്ചർ വരയ്ക്കാൻ പോവാണ്, ക്വസ്റ്റ്യൻ വായിച്ചോ. ബോട്ടാട്ടാ വരയ്ക്കുന്നത്, സമ്മതിച്ചു തരണം. ഇതാണ് എൻ്റെ ബോട്ട്. കുഴപ്പമൊന്നുമില്ലല്ലോടാ? വെരി ഗുഡ് ആൻസർ വരുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. ഈ ആൻസർ സി എന്ന് എഴുതിയ ആളുകളുണ്ട്, നന്ദു, ഷിഫ്ന, ഒരുപാട് ആളുകളുണ്ട്. വൈ? ഞാൻ ചെയ്യുമ്പോഴേക്കും വേഗം അവിടെ ടൈപ്പ് ചെയ്തിട്ട് വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ഒരു ആൻസർ.
വേഗം ടൈപ്പ് ചെയ്തിട്ടാ. ടൈപ്പ് ചെയ്തോ? നിങ്ങൾ ആൻസർ വന്നിട്ട് വേണം എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ. വേഗം ടൈപ്പ് ചെയ്യേ. വൈക്ക് ആൻസർ വേണം. ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു 0. എന്താണ് ആർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, ആർ ഇസ് ഈക്വൽ ടു 0 അങ്ങനെ പറയാൻ പറ്റൂല. ആർ ഇസ് ഈക്വൽ ടു 0. എന്താ ഈ ആർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്? അമീന, എന്തെങ്കിലും മിസ്കൺസെപ്റ്റ് ആണെങ്കിൽ തിരുത്തി തരാം. ആർ എന്നുള്ളത് എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? വെയിറ്റ്, ഞാൻ പറയാം, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ. വെരി ഗുഡ്. നിതന്റെ ആസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ദി സിസ്റ്റം ദെർഫോർ സെന്റർ ഓഫ് മാസ് വിൽ നോട്ട് ഷിഫ്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സെന്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്താൽ ബോട്ട് മുങ്ങൂലേ? സെന്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്താൽ ബോട്ട് മുങ്ങോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. നിതയ്ക്ക് ഒരു ക്ലാപ്പ്, ഗംഭീരം ക്ലാപ്പ്. നിത പറഞ്ഞതാണ് കറക്റ്റ്. എടാ, ശരിക്കും ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു, ലിസൺ, എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, MACM അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് സെന്റർ ഓഫ് മാസ്, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ആണ്. ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. ഹിയർ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, പുറത്തുനിന്ന് ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ഒരു ബോട്ട്, അതിനകത്ത് 65 കിലോഗ്രാം മാസുള്ള ആൾ നിൽക്കുന്നു, 55 കിലോഗ്രാം മാസുള്ള ആൾ നിൽക്കുന്നു, ഇയാൾ ഇവിടെ നിങ്ങോട്ട് നടന്നു പോകുന്നു. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. എടാ, എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വി ക്യാൻ റൈറ്റ് MACM is equal to 0. എഴുതിക്കൂടെ? M ഒരിക്കലും 0 അല്ല. ആക്സിലറേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് ഈക്വൽ ടു 0. ശരിയല്ലേ? ആക്സിലറേഷൻ 0 ആണെങ്കിൽ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ 0. ഇനീഷ്യലി ഇവിടെ ബോട്ട് മൂവ് ചെയ്യുന്നില്ല, അപ്പൊ അതുകൊണ്ട് ഇവിടെ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് 0 ആണ്. സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി 0 ആണെന്ന് പറഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കേണ്ടത് സെന്റർ ഓഫ് മാസിന്റെ ചേഞ്ച് ഇൻ പൊസിഷനും 0 ആണ്. വിച്ച് മീൻസ് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. പറഞ്ഞ മനസ്സിലായല്ലോ? സെന്റർ ഓഫ് മാസ് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചൊക്കെയാണ്, അതിൽ മാറ്റല്ല. ഓക്കെ, ഇതിൽ കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ സെന്റർ ഓഫ് മാസ് കൺസേർവ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ, അതാണ് മൊമെന്റം കൺസർവേഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. സെന്റർ ഓഫ് മാസിന്റെ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് കണ്ടീഷൻ കേട്ടോ. ഇവിടെ നിങ്ങൾ ശരിക്കും ക്വസ്റ്റ്യൻ വായിക്കുക. എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ മാറില്ല, സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ആൻസർ 0 എന്നാണ്. ബിക്കോസ് ഹിയർ ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കേടാ, 0 ബിക്കോസ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്. അതാണ് നമ്മൾ ഇതിൽ കൊടുക്കുന്ന ആൻസർ. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ഞാൻ വായിക്കും. ഓക്കെ, ഇനി ടോർക്കിലോട്ടാണ് പോകുന്നത്. ടോർക്കിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ കൊണ്ട് 2 ക്വസ്റ്റ്യൻ ചെയ്യിക്കും, എന്നിട്ട് നമ്മൾ ടോർക്കിലോട്ട് പോയാൽ മതി. കേൾക്കട്ടോ. നിങ്ങളടുത്ത് പറയാണ്, നിങ്ങളെ കയ്യിൽ ഒരു റോഡ് ഉണ്ട്. വെയിറ്റ്, ദാ ലിസൺ. സോറി, എല്ലാവരും ശ്രദ്ധിക്കുക. ഇതിനകത്ത് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളെ കയ്യിൽ ഒരു റോഡ് ഉണ്ട്. ദാ ഞാനൊരു റോഡ് വരച്ചു. കൺഫ്യൂസ്ഡ് ആവരുത്. ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുമ്പോൾ അത് റിസ്ക് ആണെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശരിക്കും കേൾക്കണം. ഈ റോഡിന്റെ ലീനിയർ മാസ് ഡെൻസിറ്റി ഇവിടെ എഴുതാം. ലീനിയർ മാസ് ഡെൻസിറ്റി ലാംഡ ഈക്വൽ ടു 2x ആണ്. ലാംഡ ഈക്വൽ ടു 2x. ലീനിയർ മാസ് ഡെൻസിറ്റി ലാംഡ ഈക്വൽ ടു 2x ഇങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ലെങ്ത് L ആണ്. ഫൈൻഡ് സെന്റർ ഓഫ് മാസ്. ഇയാളുടെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ലെങ്ത് L ആണ്, സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഓക്കെ, ഇനി കേൾക്ക്, ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ലിസൺ, ഞാനിവിടെ ഒരു ആക്സസ് വരച്ചു. എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഇത് കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണോ? ആണ്. ഡിസ്ക്രീറ്റ് മാസ് അല്ലല്ലോ. ഇനി നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു ഇതിനുള്ള ഐഡിയ, ഇതിനകത്ത് ചെറിയൊരു സെഗ്മെന്റ് എടുക്കുക. ആ സെഗ്മെന്റ് മാസ് DM ആണ്, ആ സെഗ്മെന്റ് ലെങ്ത് DX ആണ്, ആ സെഗ്മെന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് X-ഉമാണ്. ഇങ്ങനെ കൊടുത്തു. ശ്രദ്ധിച്ചു കേട്ടോ, കൺഫ്യൂസ്ഡ് ആവരുത്, അബദ്ധാവരുത്, ശ്രദ്ധിച്ചു കേട്ടോ.
സെന്റർ ഓഫ് മാസ് കിട്ടണമെങ്കിൽ XCM is equal to ശ്രദ്ധിച്ചോ ഇന്റഗ്രൽ XDM ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ DM. ഓക്കെ, ഇങ്ങനെ എഴുതി ഞാൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാറോ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതാണല്ലോ കണ്ടിന്യൂസ് മാസ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, റിജിഡ് ബോഡി ആണെങ്കിൽ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. ലാംഡ ഈക്വൽ ടു നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു dm/dx എഴുതാം എന്ന് പറഞ്ഞു. ഇവിടെ അത് 2x ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, dm ഈക്വൽ ടു എല്ലാവരും ശ്രദ്ധിച്ചോ, dm ഈക്വൽ ടു 2x dx എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? 2x dx. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. XCM ഈക്വൽ ടു ഇന്റഗ്രൽ x ഇൻറ്റു 2x dx ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ 2x dx. ഓക്കെ, ഇനി നമ്മളെ ജോലി ഇവിടെ ലിമിറ്റ് കൊടുക്കലാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതാണ് ഒറിജിൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നാണ് നോക്കുന്നത്, നിങ്ങളാട്ടോ നോക്കുന്നത്. ഇവിടെ മുതൽ എത്ര ലെങ്ത് വരെ ഈ പാർട്ടിക്കിൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്? 0 മുതൽ L ലെങ്ത് വരെ. അപ്പൊ ഇവിടുത്തെ ലിമിറ്റ് 0 to L എന്ന് എഴുതുക. ഹിയർ ആൾസോ 0 to L. ക്ലിയർ ആണല്ലോ? എടാ ഇതില് 2 ഒരു കോൺസ്റ്റന്റ് ആണ്. പിന്നുള്ളത് ഇന്റഗ്രൽ 0 to L x² dx ആണ്. ഇപ്പുറത്താണെങ്കിൽ 2 ഒരു കോൺസ്റ്റന്റ് ആണ്. ഇന്റഗ്രൽ 0 to L x dx ആണ്. 2 ക്യാൻസൽ ചെയ്തു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, x² dx ഇന്റഗ്രേറ്റ് ചെയ്താൽ x³ ഡിവൈഡ് ബൈ 3 ലിമിറ്റ് 0 to L. x dx ഇന്റഗ്രേറ്റ് ചെയ്താൽ x² ബൈ 2 ലിമിറ്റ് 0 to L. ഇങ്ങനെ വരും. എടാ ഇതിന്ന് ലിസൺ, ഞാൻ ഇവിടെ എഴുതാം XCM is equal to ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ മുകളിൽ L³ ഡിവൈഡ് ബൈ 3 വരും അല്ലെ? അപ്പർ ലിമിറ്റ് കൊടുത്തു, L³ ഡിവൈഡ് ബൈ 3, താഴെ L² ഡിവൈഡ് ബൈ 2 എന്ന് വരും. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2/3 L ആണ്. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസിലായിരിക്കും സെന്റർ ഓഫ് മാസ് ഉണ്ടാവുക, 2/3 L. ഓക്കെ, ഇനി ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചോ? ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കാം. ആ വായിക്കുമ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ലീനിയർ മാസ് ഡെൻസിറ്റി ലാംഡ ഈക്വൽ ടു 2x. ലീനിയർ മാസ് ഡെൻസിറ്റി ലാംഡ ഈക്വൽ ടു 2x എന്ന് പറഞ്ഞാൽ മാസ് ഒരു കോൺസ്റ്റന്റ് അല്ല എന്ന് അവിടുന്ന് നമുക്ക് മനസ്സിലാവും. എക്സിന്റെ വാല്യൂ 0 ആണെങ്കിൽ ഒറിജിനിലുള്ള മാസ് 0 ആണ്. എക്സിന്റെ വാല്യൂ 1 ആണെങ്കിൽ 2, എക്സിന്റെ വാല്യൂ 3 ആണെങ്കിൽ 6, അങ്ങനെ മാസ് കോൺസ്റ്റന്റ് അല്ല. ലെങ്ത് L ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ ഇതൊരു റിജിഡ് ബോഡി ആയതുകൊണ്ട് ഈ ഇക്വേഷൻ ഞാൻ ഉപയോഗിച്ചു. ഇനി ലാംഡ ഈക്വൽ ടു 2x നിന്നിട്ടുണ്ട്. ആ ലാംഡേനെ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു dm ഡിവൈഡ് ബൈ dx എന്ന് എഴുതാം. അവിടുന്ന് dm is equal to 2x dx എന്ന് കിട്ടും. അത് ആ dmന് പകരം നമ്മൾ 2x dx സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലിമിറ്റ് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്കുണ്ട്. നിങ്ങൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ പഠിക്കുന്ന ആളുകളാണ്. 0 to L നമ്മൾ ലിമിറ്റ് കൊടുത്തു. അങ്ങനെ 0 to L ലിമിറ്റ് കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഭവമാണ് 2/3 L. മാക്സിമം ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യനെ എൻട്രൻസ് എക്സാമിന് ചോദിക്കുള്ളൂ, വേരിയബിൾ മാസ്. അത് ഞാൻ അങ്ങനെ പറയാൻ കാരണം നിങ്ങളെ കയ്യിലുള്ള NCERT ടെക്സ്റ്റ് ബുക്ക് ഒന്ന് മറച്ചു നോക്കിയാൽ കൃത്യമായിട്ട് അതിനകത്ത് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ ബോർഡ് എക്സാമിന് പഠിക്കുമ്പോൾ അത് കണ്ടിട്ടുണ്ടാവില്ല. എടാ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ NCERT ടെക്സ്റ്റ് ബുക്കിനകത്ത്? കണ്ടിട്ടുണ്ടോ? കണ്ടുകണമെങ്കിൽ എനിക്ക് സന്തോഷം. കണ്ടിട്ടുണ്ടോ? ഇല്ല, അതാണ് പ്രശ്നം കേട്ടോ. അപ്പോ അത് ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ നിങ്ങൾക്ക്? ഇതാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇതും കൂടെ നിങ്ങളത് ചെയ്യിപ്പിക്കണം എന്ന് ഞാൻ വിചാരിച്ചാണ്. NCERTക്ക് അകത്തുള്ള ഒരു സംഭവം. അപ്പൊ ഇതിന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റണം. ഓക്കെ ആണോടാ? ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? +1 ടെക്സ്റ്റിലല്ലടാ റൊട്ടേഷണൽ മോഷൻ ഉള്ളത്. അഭിനവിന് അടി കിട്ടണം കേട്ടോ. +1 റൊട്ടേഷണൽ മോഷൻ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഉള്ളത് അവിടെ കേട്ടോ. ഓക്കെ, ഇനി ടൈപ്പ് വന്നാൽ നിങ്ങൾ ചെയ്യണം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ചോദിക്കുള്ളൂ നീറ്റിന്. അതുകൊണ്ടാണ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തത്. ഓക്കെ, എടാ ഇനി അടുത്ത കേസ് നമുക്ക് വരാം. ലിസൺ, ശ്രദ്ധിക്കട്ടോ, നോക്കിയോ. ഫൈൻഡ് ദി ടോർക്ക് അബൌട്ട് ദി ഒറിജിൻ when a force of 3J Newton. അപ്പൊ ഫോഴ്സ് 3J Newton ആണ്. acts on a particle whose position vector is 2k meter. ക്വസ്റ്റ്യൻ വായിക്കടാ, ക്വസ്റ്റ്യൻ വായിക്കുക. അഭിനവ് ക്വസ്റ്റ്യൻ വായിക്ക്. അടുത്ത അഭിനവിനെ കൊണ്ടാ ചെയ്യിക്കുന്നത്. അഭിനവിന് ഇത് +1 ആണോ +2 ആണോ എന്ന് സംശയം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. അഭിനവിന്റെ വീട് എവിടെടാ? എനിക്ക് നിങ്ങളൊക്കെ പരിചയപ്പെടണമെന്നുണ്ട്. ഓക്കെ, അഭിനവ് എവിടെടാ? സ്റ്റാർട്ട് ചെയ്യാം.
ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എഫ് വെക്ടർ ഈക്വൽ ടു 3j ക്യാപ്പ് ആണ്, ആർ വെക്ടർ ഈക്വൽ ടു 2k ക്യാപ്പ് ആണ്. 2020 ക്വസ്റ്റ്യൻ ആട്ടാ. ടോ വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ, ആർ ക്രോസ് എഫ്. ഓക്കേടാ, ദാറ്റ് ഈസ് 2k ക്രോസ് 3j എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു k ക്രോസ് j. എന്താ k ക്രോസ് j? k ക്രോസ് j എന്താണ്? k ക്രോസ് j മൈനസ് ആയി. Therefore, the answer is minus 6i unit Newton meter. Okay. C minus i. Very good. നോക്ക്, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നമ്മൾ അതിന്റെ ആൻസറിൽ എത്തിച്ചു. അഭിനവിന് കിട്ടിയോ? ഓക്കെടാ, എന്നാൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ കിടന്നാലോ? ഓക്കെ, ലിസൺ. A force F factor is equal to alpha I plus 3j plus 6k acting at a point R vector is equal to 2i minus 6j minus 12k. Value of alpha for which angular momentum about the origin is conserved. Question വായിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ എന്നാണ് ചോദ്യം. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ഐഡിയ കിട്ടണം, അതിനാണ് വെയിറ്റിംഗ്. ക്വസ്റ്റ്യൻ വായിച്ച് ബേസിക് ഐഡിയ ഉണ്ടാക്കി. എടാ, ഇതിൽ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഏതൊരു പ്രോബ്ലത്തിനും ഒരു കീ വേർഡ് ഉണ്ടാവും. നമ്മളെ കൃത്യമായിട്ട് വെരി ഗുഡ് നജ്മൽ പറഞ്ഞു, നമ്മളെ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു കീ വേർഡ് ഉണ്ടാവും. ഇവിടെ ആ കീ വേർഡ് ഇതാണ്, ആംഗുലാർ മൊമെന്റം എബൌട്ട് ദി ഒറിജിൻ ഈസ് കൺസർവ്ഡ്. എപ്പോഴാണ് ആംഗുലാർ മൊമെന്റം കൺസർവ്ഡ് ആവുക? അതറിയണമെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ് അറിയണം. If there is no external torque, total angular momentum is conserved എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു സെന്റൻസ് ഉണ്ട്, ആംഗുലാർ മൊമെന്റം എബൌട്ട് ദി ഒറിജിൻ ഈസ് കൺസർവ്ഡ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ആ ഒരു സെന്റൻസ് മനസ്സിലാക്കേണ്ടത് ഹിയർ എക്സ്റ്റേണൽ ടോർക്ക് ടോ എക്സ്റ്റേണൽ ഇസ് ഈക്വൽ ടു 0. ഇവിടെ ടോർക്ക് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ? ടോർക്ക് എന്ന് പറഞ്ഞാൽ ആർ ക്രോസ് എഫ് അല്ലടാ, ആർ വെക്ടർ ക്രോസ് എഫ് വെക്ടർ ഈക്വൽ ടു 0. ആൻസർ എന്താ? നിങ്ങൾ പേന എടുക്കരുത്, പേന ഉപയോഗിക്കാതെ പറയണം. ഇങ്ങനെ ഇരുന്ന് ചെയ്തു നോക്കുന്നുണ്ടാവും പല ആളുകളും. ഡിറ്റർമിനന്റ് ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ടാവും. നെസ്ല നിതൊക്കെ ഡിറ്റർമിനന്റ് വെച്ചിട്ടാണോ ചെയ്തത്? നിങ്ങൾ മാത്സ് പഠിക്കുന്നതാണ്, ഈ കണ്ടീഷൻ ഒക്കെ അറിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണോ ചെയ്തത്? ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ, നമുക്കറിയാലോ. ആർ ക്രോസ് എഫ് 0 ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ആർ എക്സ് ബൈ എഫ് എക്സ് ഈക്വൽ ടു ആർ വൈ ബൈ എഫ് വൈ ഈക്വൽ ടു ആർ സെഡ് ഡിവൈഡ് ബൈ എഫ് സെഡ്. ഇതാണ് ആർ ക്രോസ് എഫ് 0 ആണെങ്കിലുള്ള കണ്ടീഷൻ. പാരലൽ ആണെങ്കിൽ, രണ്ട് വെക്ടേഴ്സ് പാരലൽ ആണെങ്കിലുള്ള കണ്ടീഷൻ. ആർ എക്സ് എന്ന് പറയുന്നത് 2, എഫ് എക്സ് എന്ന് പറയുന്നത് ആൽഫ ഈക്വൽ ടു ആർ വൈ എന്ന് പറയുന്നത് -6, എഫ് ഐ എന്ന് പറയുന്നത് 3. ഇത് മതി. ഈക്വൽ ടു ഒരു സംശയമല്ല, ഇനി -12 ഡിവൈഡ് ബൈ 6. ഇതെന്ന് എനിക്ക് മനസ്സിലായത് 2 ഡിവൈഡ് ബൈ ആൽഫ ഈക്വൽ ടു -2 ആണ്, ആൽഫ ഈക്വൽ ടു -1. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൽഫ ഈക്വൽ ടു -1 സി. ഓക്കേടാ, ശരിയല്ലേ? ഇതാണ് സംഭവം കേട്ടോ. രണ്ട് വെക്ടേഴ്സ് പാരലൽ ആവാനുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് അറിയണം. ax by bx is equal to ay by by is equal to az by bz. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഓക്കെ, എന്നാൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ. അതിനകത്ത് ആർക്കും കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ പോട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. When a mass is rotating in a plane about a fixed point, its angular momentum is directed along. ഒരു ബോഡി ഒരു ഫിക്സഡ് പോയിന്റിൽ ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ ആംഗുലാർ മൊമെന്റം എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ലൈൻ പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ, ലൈൻ മേക്കിംഗ് an angle 45 degree to the plane of rotation, the radius, the tangential to the orbit. അമീൻ പറഞ്ഞ ആൻസർ ഡി എന്നാണ്. ഞാനിവിടെ അമീന്റെ പേരിൽ രേഖപ്പെടുത്തി. അമീൻ. ഇനി ബാക്കി ആൻസർ വാ.
അതോ എല്ലാവർക്കും ഡി ആണ് അല്ലേ? അമീൻ ഡി ആയപ്പോ എല്ലാവർക്കും ഷിഫ്ന എ പറഞ്ഞു. ഷിഫ്ന അവിടെ നിൽക്കി, എനിക്ക് ഷിഫ്നെ വേണം. വേണ്ട, ഒരുപാട് ആളുകളായി. ഷിഫ്നയ്ക്ക് എങ്ങനെ എ വന്നു? നോക്കി, ആംഗുലാർ മൊമെന്റ് എന്ന് പറഞ്ഞ ഒരു ആക്സിയൽ വെക്ടർ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബോഡി ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്, ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കാൻ റൈറ്റ് ഹാൻഡ് നമ്പർ നമ്മൾ ഉപയോഗിക്കാം. അതിന്റെ ആക്സിസിലൂടെ മുകളിലോട്ട് അല്ലെങ്കിൽ ആക്സിസിലൂടെ താഴോട്ട്. ഇത് നമ്മൾ ആക്സിയൽ വെക്ടർ എന്നാണ് വിളിക്കുക. ലിസൺ. ഇനി സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും കേട്ടോ. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചു. ഓക്കെ, വെയിറ്റ്, ലിസൺ. ഒരു സർക്കിൾ നമുക്ക് ഇതാ ഇങ്ങനെ തന്നെ വരയ്ക്കാം കേട്ടോ. ഈ സർക്കിളിലൂടെ ഒരു ബോഡി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ആംഗുലാർ മൊമെന്റിന്റെ ഡയറക്ഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയേണ്ടത് ഇതാ ഈ ആക്സിസിലൂടെയാണ് ആംഗുലാർ മൊമെന്റം വരിക. ഇത് കഴിഞ്ഞ വർഷത്തെ നീറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആംഗുലാർ വെലോസിറ്റിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സലറേഷൻ, ആംഗുലാർ മൊമെന്റം, ഇതൊക്കെ ആക്സിസിലൂടെയാണ് വരിക, പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ. എന്ന് പറഞ്ഞാൽ ആൻസർ കൊടുക്കുന്നത് ലൈൻ പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ഓഫ് ഓറിയന്റേഷൻ. എ ഓപ്ഷനാണ് ആൻസർ. വെരി ഗുഡ്. സിയും ഡി ഒക്കെ പറഞ്ഞ ആളുകൾക്ക് കൺസെപ്റ്റ് കിട്ടിയോന്ന് എനിക്കറിയണം. ഇങ്ങനെ കറങ്ങുന്ന ഒരാളുടെ ആംഗുലാർ മൊമെന്റം അതിന്റെ സെന്ററിലൂടെ ആക്സിസിലൂടെ മുകളിലോട്ട് അല്ലെങ്കിൽ ആക്സിസിലൂടെ താഴോട്ട്. ഇത് ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ ആക്സലറേഷൻ, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലാർ മൊമെന്റം, ഇതൊക്കെ ഈ ഡയറക്ഷനിലാണ് നമ്മൾ പറയാ. ഓക്കെടാ, ക്ലിയർ അല്ലേ? ഓക്കെ. അതിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ കേൾക്കാണ്. പെർപെൻഡിക്കുലർ 45, അതെങ്ങനെയാ പെർപെൻഡിക്കുലർ 40? ദ ലൈൻ മേക്ക് ആൻ ആംഗിൾ 45 ഡിഗ്രി ദി പ്ലെയിൻ ഓഫ് റൊട്ടേഷൻ. പ്ലെയിൻ അങ്ങനെ 45 ഡിഗ്രി വരിക. ഓക്കെ, അപ്പൊ അത് നോക്കണം കേട്ടോ. പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ. നെക്സ്റ്റ് വൺ, എ യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് 200 സെന്റിമീറ്റർ. ഈ റോഡിന്റെ ലെങ്ത് 200 സെന്റിമീറ്റർ ആണ്. മാസ് 500 gram is balanced on a wedge placed 40 centimeter mark. Okay, a mass 2 kilogram is suspended from the rod at 20 centimeter. Another unknown mass is suspended at the rod at the 160 centimeter mark as shown in the figure. Find the value of m such that rod is in equilibrium. ഇത് കുറച്ച് പണിയാണ്, എന്നാൽ നിങ്ങൾ ചെയ്ത് പഠിക്കണം. NCERT കൃത്യമായിട്ട് പറയുന്ന സാധനമാണ്. പറയട്ടെ, എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കണം. ക്വസ്റ്റ്യൻ എല്ലാവരും വായിക്കുക. എ യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് 200 സെന്റിമീറ്റർ, മാസ് 500 gram is balanced on a wedge placed 40 centimeter. Okay, mass 2 kilogram is suspended from the rod at 20 centimeter and another unknown mass m is suspended from the rod at 160 centimeter mark as shown in the figure. Find the value of m. അല്ലേ? സ്റ്റാർട്ട് ചെയ്യാണ്, ശ്രദ്ധിച്ചു കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാണ്. ഈ റോഡിന്റെ മാസ് എത്രയാ? മാസ് 2. ഓക്കെ, ഈ റോഡിന്റെ മാസ് ഫസ്റ്റ് ചോദ്യം 500 gram അല്ലെങ്കിൽ 0.5 kilogram. അത് ഈ റോഡിന്റെ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഇതിന്റെ മാസ് ഇതിന്റെ സെന്റർ ഓഫ് മാസിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഈ റോഡിന്റെ ലെങ്ത് 200 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്ററിലാണ് ഈ പറയപ്പെടുന്ന 0.5 kilogram കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഞാനൊരു കാര്യം ചെയ്തു, ശ്രദ്ധയോടെ ശ്രദ്ധിച്ചു കേൾക്ക്. ഞാൻ ചെയ്തൊരു പണി എന്ന് പറയുന്നത് ഇവിടെ 0.5 kilogram മാർക്ക് ചെയ്തു. 0.5 kilogram. ഇത് മാർക്ക് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്, കറക്റ്റ് സെന്ററിൽ. ഓക്കെ, ഇനി കഴിഞ്ഞു. ഇത് ട്രാൻസ്ലേറ്ററി ഇക്വിലിബ്രിയത്തിലാണ്, റൊട്ടേറ്ററി ഇക്വിലിബ്രിയത്തിലാണ്. നമ്മൾ റൊട്ടേറ്ററി ഇക്വിലിബ്രിയം കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ്ഡ്. ഓക്കെ, ഇനി കേൾക്കടാ, ശ്രദ്ധിച്ചു കേൾക്ക്. നിങ്ങൾ മൊമെന്റ് ബാർ ഒക്കെ പ്രാക്ടിക്കൽ ചെയ്യുന്ന ആളുകൾ അല്ലെ? ഈ 2 kilogram കാരണം ഈ ഒരു ഡയറക്ഷനിലാണ് ടോർക്ക് ഉണ്ടാവുക. സമ്മതിച്ചല്ലോ? ഇവിടെ വെച്ചിട്ടാണ് ഇയാളെ നമ്മൾ ബാലൻസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ പോയിന്റിലാണ് ബാലൻസ് ചെയ്തിട്ടുള്ളത്, ഈ 40 കേട്ടോ. അത് ഞാൻ അങ്ങനെ മാർക്ക് ചെയ്യാം. ഇവിടെയാണ് ബാലൻസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി 0.5 kilogram കാരണം ഈ ഡയറക്ഷനിലാണ് ടോർക്ക് ഉണ്ടാവുക. m kilogram കാരണവും ഈ ഡയറക്ഷനിലാണ് ടോർക്ക് ഉണ്ടാവുക. എന്ന് പറഞ്ഞാൽ 0.5 kilogramഉം m kilogramഉം ഉണ്ടാക്കുന്നത് ക്ലോക്ക് വൈസ് ടോർക്ക്. ഇതിനെ ഇങ്ങനെ ഇമാജിൻ ചെയ്യാം. 40 സെന്റിമീറ്ററിലാണ്. ഇത് കാണുന്നുണ്ടാ?
ഇത് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആവുമ്പോൾ വെയിറ്റ് നോക്കാം മനസ്സിലാക്കുക. ഇപ്പൊ കാണുന്നുണ്ടാവുന്ന ഏകദേശം ഞാൻ വിചാരിക്കുകയാണ് ഇങ്ങനൊരു സംഭവം ഇമാജിൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു 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 2 കിലോഗ്രാം, ആ 2 കിലോഗ്രാം തൂക്കിയാൽ ഇത് ഇങ്ങോട്ടല്ലേ പോവുക, ഇങ്ങനെയല്ലേ വരിക എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ടോർക്കാണ്. ഇനി അത് അവിടെ നിൽക്കട്ടെ. ഇതിന്റെ 100 സെന്റിമീറ്ററിൽ ഇയാളെ വെയിറ്റ് ഉണ്ട്. ആ വെയിറ്റ് കാരണം ഇത് ഇങ്ങനെയല്ലേ നീങ്ങുക, ഇങ്ങോട്ട്, വിച്ച് മീൻസ് ഇങ്ങോട്ടാണ് നീങ്ങുക. ഇത് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു m കിലോഗ്രാം ഉണ്ട്. ആ m കിലോഗ്രാം കാരണം ഇത് ഇങ്ങോട്ടാണ് നീങ്ങുക. ഓക്കെ, അപ്പൊ 0.5 കിലോഗ്രാം കാരണം ക്ലോക്ക് വൈസ്, m കിലോഗ്രാം കാരണം ക്ലോക്ക് വൈസ്, എന്നാൽ ഇപ്പുറത്തുള്ള 2 കിലോഗ്രാം കാരണം ആന്റി ക്ലോക്ക് വൈസ്. ടോർക്കാണ് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡിസ്കസ് ചെയ്തത് ക്ലോക്ക് വൈസ് ടോർക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ആന്റി ക്ലോക്ക് വൈസ് ടോർക്ക് പോസിറ്റീവായിട്ട് കൊടുക്കും. ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ടോർക്കിനെ ഞാൻ ടോ1 എന്ന് വിളിച്ചു. ഇത് ടോ1 ആണ്, ഇത് ടോ2 ആണ്, ഇത് ടോ3 ആണ്. ഈ സാധനം റൊട്ടേറ്റ് ചെയ്യുന്നില്ല, ബാലൻസ് ചെയ്ത് അവിടെ വെച്ചൊക്കെയാണ്. അപ്പൊ ഇത് റൊട്ടേറ്ററി ഇക്വിലിബ്രിയത്തിലാണ്. Now the system is in rotatory equilibrium. Therefore, net torque is equal to 0. Here, net torque 0 ആണ്. ഇയാൾ റൊട്ടേറ്ററി ഇക്വിലിബ്രിയത്തിൽ ആയതുകൊണ്ട്. ടോ1 ആന്റി ക്ലോക്ക് വൈസ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആള് പോസിറ്റീവ്, ടോ2 നെഗറ്റീവ്, ടോ3യും നെഗറ്റീവ്, വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതി. എടാ ഇത് എനിക്ക് മനസ്സിലായത് ടോ1 ഈക്വൽ ടു ടോ2 പ്ലസ് ടോ3 ഇങ്ങനെ എഴുതി. ഇനി എല്ലാവരും മനസ്സിലാക്കണം, കുറച്ച് പണിയാണ്, പക്ഷെ ഐഡിയ കിട്ടിയ ഭയങ്കര രസമാണ്. ഇനി ഞാൻ ടോ1 എഴുതാണ്. ടോ1 എന്ന് പറഞ്ഞാൽ ഈ 2 കിലോഗ്രാം ഉണ്ടാക്കുന്ന ടോർക്ക്, 2 കിലോഗ്രാം ഉണ്ടാക്കുന്ന ടോർക്ക് കിട്ടണമെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ആക്സ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എടാ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 2g ആവില്ലേ, താഴോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 2g. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, 2 കിലോഗ്രാം ആണ് മാസ്, അപ്പൊ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 2g, mg 2g. ആക്സ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഡിസ്റ്റൻസ് അല്ലേ, ഇതാണ് ആക്സ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള ഡിസ്റ്റൻസ്. എടാ ഈ എൻഡ് 40യും ഈ എൻഡ് 20യും ആണെങ്കിൽ അവിടെ ആക്സ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള ഡിസ്റ്റൻസ് 20 ആണ്, ഈക്വൽ ടു. ഇനി ടോ2 ആണ് നമുക്ക് വേണ്ടത്. ടോ2 എന്ന് പറഞ്ഞാൽ ഇയാൾ ഉണ്ടാക്കുന്നത് 0.5 കിലോഗ്രാം ഉണ്ടാകും. മാസ് 0.5 ആണെങ്കിൽ വെയിറ്റ് 0.5g, 0.5 കിലോഗ്രാം ആണ്, 500 ഗ്രാം, അത് 0.5 കിലോഗ്രാം ആക്കി, 0.5g. ആക്സിസ് ഓഫ് റൊട്ടേഷന് അതിലോട്ടുള്ള ഡിസ്റ്റൻസ്, ബാലൻസിങ് പോയിന്റിന് അതിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്ത ഡിസ്റ്റൻസ്. ഒന്ന് 40 സെന്റിമീറ്ററും മറ്റൊന്ന് 100 സെന്റിമീറ്ററും ആണെങ്കിൽ ഒരു സംശയമില്ല, ആ ഡിസ്റ്റൻസ് 60 സെന്റിമീറ്റർ ആണ്. പ്ലസ് ടോ3, എടാ അവിടെ മാസ് m ആണ് അല്ലെ, m ആണ് മാസ്. ഓക്കെ, അപ്പൊ മാസ് m, വെയിറ്റ് mg. ആക്സ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ ഈ കാണുന്ന ഡിസ്റ്റൻസ്, ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്യുന്ന ഡിസ്റ്റൻസ്, ഒന്ന് 160 സെന്റിമീറ്ററും മറ്റൊന്ന് 40 സെന്റിമീറ്ററും. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു 120 സെന്റിമീറ്റർ. ഇങ്ങനെ. ഓക്കേടാ, ഇനി എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ജീന്റെ ടേമുകൾ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം. എല്ലാത്തിലും ജീന്റെ ടേം ഉണ്ട്. LHS ഉണ്ടാവുന്ന 2 × 20, അതായത് 40 ഈക്വൽ ടു 0.5 × 60, which means 30, plus m × 120, ഒക്കെ സെന്റിമീറ്റർ ആയതുകൊണ്ട് മാറ്റേണ്ട ആവശ്യമില്ല. ഇപ്പൊ 10 ഈക്വൽ ടു m × 120 എന്ന് എഴുതാം. m ഈക്വൽ ടു 1/12 കിലോഗ്രാം, 1/12 കിലോഗ്രാം. അങ്ങനെ ഒരു ആൻസർ ഉണ്ട്, 1/12 കിലോഗ്രാം. നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ചോദിക്കാം. കൺസെപ്റ്റ് കത്തിയോടാ, ഇനി പറയണോ? ശരിക്കും മനസ്സിലാക്കുക. ദ ബാലൻസിങ് പോയിന്റ് 40, ഇത് എങ്ങനെയാടാ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബാലൻസിങ് പോയിന്റ് 40ലാണ്. 20 സെന്റിമീറ്ററിൽ അയാൾ ഉണ്ടാക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ടോർക്ക്, ഇത് കറങ്ങുന്നത് നോക്കുക, ആന്റി ക്ലോക്ക് വൈസ്. ഇനി 100 സെന്റിമീറ്ററിലുള്ള ഇയാളുടെ വെയിറ്റ്, അയാൾ ഉണ്ടാക്കുന്നത് ക്ലോക്ക് വൈസ്. 160 സെന്റിമീറ്റർ അൺനോൺ മാസ്, അയാൾ ഉണ്ടാക്കുന്നതും ക്ലോക്ക് വൈസ്. ഓക്കെ, നെറ്റ് ടോർക്ക് 0 ആണ്. ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് കിടക്കുകയാണ്. therefore നെറ്റ് ടോർക്ക് 0 ആണെങ്കിൽ ടോ1 മൈനസ് ടോ2 മൈനസ് ടോ3 0. ടോ1 പോസിറ്റീവ് ആണെങ്കിൽ കാരണം ആന്റി ക്ലോക്ക് വൈസ് ടോർക്ക് ആണെങ്കിൽ പോസിറ്റീവും,
ക്ലോക്ക് വൈസ് ടോർക്ക് ആണെങ്കിൽ നെഗറ്റീവ് ആണ്. നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ട്. 500 ഗ്രാം എന്ന് ഓക്കെ. ഇനി എന്തെങ്കിലും അതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതാണ് സംഭവം. NCERT ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചൊരു കോംപ്ലിക്കേഷൻ ആണ്, അതിൽ സംശയമല്ല. ഓക്കെ, അടുത്ത പ്രോബ്ലത്തിക്ക് പോയാലടാ. പോട്ടെ. എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, നജിമലിന് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? കിട്ടിയല്ലോ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇനി വരികയാണെങ്കിൽ സിമ്പിൾ ക്വസ്റ്റ്യനെ ചോദിക്കുള്ളൂ. അപ്പൊ അത് ചെയ്യാൻ പറ്റണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത്. എ റോഡ് ഓഫ് വെയിറ്റ് W, റോഡിന്റെ വെയിറ്റ് W ആണ്, ഈ സപ്പോർട്ടഡ് ബൈ 2 പാരലൽ നൈഫ് എഡ്ജസ് A and B is in equilibrium in a horizontal position. Knives are at a distance D from each other. Center of mass of the rod is at a distance X from A. Normal reaction on A is A-ലുള്ള normal reaction. A-ലുള്ള normal reaction കണ്ടുപിടിക്കട്ടെ. ലിസൺ, ഞാനൊരു റോഡ് വെച്ചു. കേൾക്കേ, ഒരു റോഡ് വരച്ചു. വരയ്ക്കുന്നത് ശരിക്കും മനസ്സിലായിക്കോ. ഇങ്ങനെ റോഡ് വെച്ചു. അതിന്റെ വെയിറ്റ് W ആണ് അല്ലെ. അപ്പൊ കറക്റ്റ് സെന്ററിൽ അതിന്റെ വെയിറ്റ് മാർക്ക് ചെയ്തു. ദിസ് ഇസ് W. ഓക്കെ, ഇനി സപ്പോർട്ടഡ് ബൈ 2 പാരലൽ നൈഫ് എഡ്ജ് A and B ഈസ് ഇൻ ഇക്വിലിബ്രിയം ഇൻ എ ഹൊറിസോണ്ടൽ പൊസിഷൻ. 2 നൈഫ് എഡ്ജ് കൊടുത്തു. ഇതാണ് ആദ്യത്തെ നൈഫ് എഡ്ജ്, ഇതാണ് സെക്കൻഡ് നൈഫ് എഡ്ജ്. ഇത് A എന്ന് വിളിച്ചു, ഇത് B എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ഈ 2 നൈഫ് എഡ്ജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് D ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സെന്റർ ഓഫ് മാസ് ഓഫ് ദി റോഡ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് X ഫ്രം A. എക്സ് ഡിസ്റ്റൻസ് ലിസൺ എന്ന് ഈ സെന്റർ ഓഫ് മാസിലുള്ള ഡിസ്റ്റൻസ് X ആണ്. അപ്പൊ B എന്ന് സെന്റർ ഓഫ് മാസിലുള്ള ഡിസ്റ്റൻസ് D മൈനസ് X ആവും. ഈ ഡിസ്റ്റൻസ് D മൈനസ് X കൊടുക്കാം. ഓക്കെ, ഇനി ചോദ്യം നോർമൽ റിയാക്ഷൻ ഓൺ എയിലുള്ള നോർമൽ റിയാക്ഷൻ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലിസൺ, എയിലെ നോർമൽ റിയാക്ഷൻ എയിലുള്ള നോർമൽ റിയാക്ഷനെ ഞാൻ N1 എന്ന് വിളിച്ചു. ബിയിൽ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട്. ആ നോർമൽ റിയാക്ഷൻ നമുക്ക് N2 എന്ന് വിളിക്കാം. എയിലുള്ള നോർമൽ റിയാക്ഷൻ ആണ് വേണ്ടത്. എന്നാ സ്റ്റാർട്ട് ചെയ്യാം. ഇത് എത്രത്തോളം നിങ്ങൾക്ക് നോക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഒരു ആക്സ് ഓഫ് റൊട്ടേഷൻ ഫിക്സ് ചെയ്യാൻ പോവാണ്. ആക്സ് ഓഫ് റൊട്ടേഷൻ വെയിറ്റ് ഈ N2 ആയിട്ട് ഞാൻ ഫിക്സ് ചെയ്തു. ഈ കാണുന്നതാണ് നമ്മുടെ ആക്സ് ഓഫ് റൊട്ടേഷൻ എന്ന് വിചാരിച്ചു. ലിസൺ, ഇതാണ് ആക്സ് ഓഫ് റൊട്ടേഷൻ എന്ന് വിചാരിക്കാം. ആക്സ് ഓഫ് റൊട്ടേഷൻ എളുപ്പമാണ്. ഇനി ഈ സാധനം റൊട്ടേറ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അവിടെ നെറ്റ് ടോർക്ക് 0 ആണ്. നെറ്റ് ടോർക്ക് 0 ആണ്, കാരണം അത് ഇക്വിലിബ്രിയത്തിലാണ്. ഇവിടെ നേരത്തെ പോലെ എഴുതി ടോ നെറ്റ് ഇസ് ഈക്വൽ ടു 0. എത്ര ടോർക്ക് ഉണ്ട് നോക്കാം. N1 കാരണം ഒരു ടോർക്ക് ഉണ്ടാവും ഈ ഡയറക്ഷനിൽ. ഞാൻ അതിനെ ടോ1 എന്ന് വെച്ചു. ക്ലിയർ അല്ലേ? N1 കാരണം ഇപ്പൊ ഇവിടെയാണ് പിടിച്ചിട്ടുള്ളത്. N1 ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പൊ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അല്ല. അപ്പൊ അത് കാരണം ഉണ്ടാവുന്ന ടോർക്ക് ടോ1 എന്ന് വെച്ചു. N2 കാരണം W കാരണം W ഇതിനെ ഇങ്ങോട്ട് വലിക്കുക ചെയ്യുക, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അത് കാരണം ഉണ്ടാവുന്ന ടോർക്ക് നമുക്ക് ടോ2 എന്ന് വിളിക്കാം. അപ്പോ ഇവിടെ ടോ1 ഉണ്ട്. ഇയാള് ഇതിനെ ഇങ്ങോട്ടാണ് കൊണ്ടുവരിക W. അതുകൊണ്ട് ഇതിനെ ഞാൻ ടോ2 എന്ന് വിളിച്ചു. ടോ2 ആന്റി ക്ലോക്ക് വൈസും ടോ1 ക്ലോക്ക് വൈസും ആണ്. അതുകൊണ്ട് മൈനസ് ടോ1 പ്ലസ് ടോ2 ഈക്വൽ ടു 0 ഇങ്ങനെ എഴുതാം. ഇവിടുന്ന് ടോ1 ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതണം? ടോ2 എന്ന് എഴുതാം. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ടോ1 is equal to ടോ2. ടോ1 ആദ്യം ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അത് N1 ആണ്. N1 ഫോഴ്സ് N1 ആണ്. ഇനി നമുക്ക് വേണ്ടത് ആക്സ് ഓഫ് റൊട്ടേഷൻ അതിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഈ കാണുന്നതാണ് ആക്സ് ഓഫ് റൊട്ടേഷനുള്ള ഡിസ്റ്റൻസ്, അത് D ആണ്. അപ്പൊ N1 D ഈക്വൽ ടു അടുത്ത ഫോഴ്സ് അത് W ആണ്. W. ഇനി നമുക്ക് വേണ്ടത് ആക്സ് ഓഫ് റൊട്ടേഷൻ അതിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ആക്സ് ഓഫ് റൊട്ടേഷനുള്ള ഡിസ്റ്റൻസ് ഈ കാണുന്ന ഇതല്ലേ ആക്സ് ഓഫ് റൊട്ടേഷൻ, അതിലോട്ടുള്ള ഡിസ്റ്റൻസ് ഇതാണ്, അത് D മൈനസ് X ആണ്. അപ്പൊ നമുക്ക് ഇത് കിട്ടി W ഇൻറ്റു D മൈനസ് X. നോക്കടാ, N1 is equal to W D minus X divided by D. W D minus X divided by D. W D minus X divided by D. B option is the answer.
ശരിക്കും മനസ്സിലാക്കണം. ഇവിടെ ആക്സ് ഓഫ് റൊട്ടേഷൻ ആയിട്ട് ഞാൻ എടുത്തു. ഓക്കെ, ഇത് ആക്സ് ഓഫ് റൊട്ടേഷൻ ആയിട്ട് എടുത്തു. N1 ഫോഴ്സ് കാരണം ക്ലോക്ക് വൈസ് ടോർക്ക്, അത് N1 ഇൻറ്റു ഈ ഡിസ്റ്റൻസ് D. W കാരണം ഉണ്ടാവുന്ന ആന്റി ക്ലോക്ക് വൈസ് ടോർക്ക്, അത് W ഇൻറ്റു ഡിസ്റ്റൻസ് D മൈനസ് എക്സ്. അത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ആൻസർ ബി കിട്ടും. ഓക്കെ, ആൻസർ ബി ആയി. എടാ അടുത്ത ക്വസ്റ്റ്യൻക്ക് വരാം. ലിസൺ. എ കപ്പിൾ പ്രൊഡ്യൂസസ്. എന്താ കപ്പിൾ എന്ന് പറഞ്ഞു? കപ്പിൾ നിങ്ങൾ വിചാരിക്കുന്ന കപ്പിൾ അല്ല. എന്താണ് കപ്പിൾ? വേഗം പറഞ്ഞു. എന്താണ് കപ്പിൾ? ലിസൺ. ഓക്കെ, ഇപ്പൊ ഒരു ബുക്ക്. ഈ ബുക്കിൽ ഞാൻ ഒരു മിനിറ്റ് കേട്ടോ, ശ്രദ്ധിക്കേ. ഒരു ബുക്ക്. ഈ ബുക്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഇട്ടു. ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഇട്ടു. നിങ്ങൾക്ക് അത് കാണില്ല എന്ന് എനിക്കറിയാം. ഒരു ലൈൻ ഇട്ടു. ഒരു ഫോഴ്സ് മുകളിലോട്ടും കൊടുത്തു, ഒരു ഫോഴ്സ് താഴോട്ടും കൊടുത്തു. അപ്പൊ ഈ രണ്ട് ഫോഴ്സും ഒരേ ലൈനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈക്വൽ ഫോഴ്സ് ആണ്, ഒപ്പോസിറ്റ് ആണ്, ഒപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഒന്ന് പോസിറ്റീവ് ആയി ഡയറക്ഷനിലാണെങ്കിൽ മറ്റൊന്ന് നെഗറ്റീവ് ആയി ഡയറക്ഷനിലാണ്. അപ്പൊ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് 0 ആണ്. അതുകൊണ്ട് ഇതിന് ട്രാൻസ്ലേറ്ററി മോഷൻ ഇല്ല. മാത്രമല്ല ഇത് കറങ്ങൂടാ, ഒരിക്കലും കറങ്ങൂലല്ലോ. ഇവിടെ നെറ്റ് ടോർക്കും 0 ആണ്. ഇവിടുത്തെ പ്രത്യേകത ഈക്വൽ ഫോഴ്സ് ആണ്, ഒപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, പക്ഷെ ഒരേ ലൈനിലാണ് ആക്ട് ചെയ്യുന്നത്. വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, ഈക്വൽ ഫോഴ്സ് ആണ്, ഒപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഒരേ ലൈനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നെറ്റ് ഫോഴ്സ് 0 ആണ്, നെറ്റ് ടോർക്കും 0 ആണ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ പിടിച്ചു, ഇങ്ങനെ പിടിച്ചു, മനസ്സിലാക്കുക. എന്നിട്ട് ഇവിടെ ഈ ഭാഗം അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ അങ്ങോട്ട് ഒരു എഫ് ഫോഴ്സ് കൊടുത്തു. ഇപ്പുറത്ത് ഇങ്ങോട്ട് എന്റെ സൈഡിലോട്ട് ഒരു എഫ് ഫോഴ്സ് കൊടുത്തു. ഇവിടെ അങ്ങോട്ടും കൊടുത്തു, ഇവിടെ ഇങ്ങോട്ടും കൊടുത്തു. എടാ സംഭവിക്കുന്ന ഒരു കാര്യം, ഒരു ഫോഴ്സ് ഇപ്പോ പോസിറ്റീവ് Z ഡയറക്ഷനിലാണെങ്കിൽ അടുത്ത ഫോഴ്സ് നെഗറ്റീവ് Z ഡയറക്ഷനിലല്ലേ? ഒന്ന് അങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടാണ്. തീർച്ചയായിട്ടും നെറ്റ് ഫോഴ്സ് എന്താ? എഫ്, ഇത് മൈനസ് എഫ്, നെറ്റ് ഫോഴ്സ് 0. അതുകൊണ്ട് ഇതിന് ട്രാൻസ്ലേറ്ററി മോഷൻ ഇല്ല. പക്ഷെ സംഭവിക്കുന്ന ഒരു കാര്യം, ഇത് റൊട്ടേറ്റ് ചെയ്യും, ഇത് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് കപ്പിൾ. കപ്പിൾ എന്നാണ് ഇതിന് വിളിക്കുക. കപ്പിൾ എന്ന് വിളിക്കാൻ കാരണം രണ്ട് ഈക്വൽ ഫോഴ്സ് ആണ്, ഒപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഡിഫറെന്റ് ലൈനിലാണ്, ഒപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അത് കണ്ടീഷൻ ഇതാണ്, രണ്ട് ഈക്വൽ ഫോഴ്സ് ആയിരിക്കണം, ഒപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കണം, ഡിഫറെന്റ് ലൈനിലായിരിക്കണം. കപ്പിൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റുക? കപ്പിൾ പ്രൊഡ്യൂസസ് റൊട്ടേഷണൽ മോഷൻ. എന്താ പ്രൊഡ്യൂസ് ചെയ്യണം? റൊട്ടേഷണൽ മോഷൻ. ലീനിയർ മോഷൻ ആണോ? ആരൊക്കെ ലീനിയർ മോഷൻ നമുക്ക് കൊടുത്തിട്ടുണ്ട്? കപ്പിൾ ലീനിയർ മോഷൻ അല്ല പ്രൊഡ്യൂസ് ചെയ്യുക. കപ്പിൾ പ്രൊഡ്യൂസസ് റൊട്ടേഷണൽ മോഷൻ. കൺസെപ്റ്റ് കിട്ടിയടാ? നിങ്ങൾ ഇപ്പോ ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളെ കയ്യിലുള്ള വാട്ടർ ബോട്ടിലിന്റെ അടപ്പ് തുറക്കുന്നത് കപ്പിളിന് നല്ലൊരു എക്സാമ്പിളാണ്. അത് തുറക്കുന്നത് എങ്ങനെയെന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. രണ്ട് ഫിംഗർ ഇങ്ങനെ വെച്ചു, ഒരു ഫിംഗർ അങ്ങോട്ട് തട്ടി, ഒരു ഫിംഗർ ഇങ്ങോട്ട് തട്ടി. രണ്ടും രണ്ട് ലൈനിലാണ്. ഒന്ന് അങ്ങോട്ടാണെങ്കിൽ അടുത്ത ഇങ്ങോട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഫോഴ്സ് അങ്ങോട്ടാണെങ്കിൽ അടുത്ത ഫോഴ്സ് അങ്ങോട്ട്, നെറ്റ് ഫോഴ്സ് 0. ഈ സാധനം റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ കപ്പിൾ പ്രൊഡ്യൂസസ് റൊട്ടേഷണൽ മോഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എടുക്കാം കേട്ടോ. എടാ ഇനി നമ്മൾ പോകുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യയിലോട്ടാണ്. ടോർക്കിന്റെ കേസ് കഴിഞ്ഞു, അതിനകത്ത് ആംഗുലർ മൊമെന്റ് ഒക്കെ പെടുത്തി. ഇനി മൊമെന്റ് ഓഫ് ഇനർഷ്യ. എ സോളിഡ് സ്പിയർ, ബോഡി ഏതാ നല്ല ധാരണ വേണം. എ സോളിഡ് സ്പിയർ, മാസ് m and radius r, rotating about its diameter. A solid cylinder of same mass and same radius is also rotating about its geometrical axis with an angular speed twice that of the sphere. Ratio of their kinetic energy of rotation E sphere to E cylinder. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റൊട്ടേറ്ററി കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ½I⍵². ഓക്കെ, സ്പിയറിന്റെ റൊട്ടേറ്ററി കൈനറ്റിക് എനർജിനെ ഞാൻ K1 എന്ന് വിളിച്ചു. അടുത്ത സോളിഡ് സിലിണ്ടർ അല്ലെ, സിലിണ്ടറിന്റെ കൈനറ്റിക് എനർജിനെ K2 എന്ന് വിളിച്ചു. K1നെ ½I⍵1². ഓക്കെ, ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, റൊട്ടേറ്ററി ½I⍵² കൊടുത്തു, ω1². ഇനി ആ സിലിണ്ടറിന്റെ കൈനറ്റിക് എനർജിനെ ½I⍵2² എന്ന് എഴുതി. കുഴപ്പമില്ലല്ലോ. ഇനി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്,
ആംഗുലാർ സ്പീഡ് ട്വൈസ് ദാറ്റ് ഓഫ് ദി സ്പിയർ. സ്പിയറിന്റെ ω2 എന്ന് പറയുന്നത് 2ω1 ആണ്. ഇത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഇനിയുടെ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു സ്പിയറിന് അതിന്റെ ഡയമീറ്ററിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ലിസൺ, ഇതൊരു സ്പിയർ ആണെന്ന് വിചാരിച്ചോ. കേൾക്ക്, ഇതൊരു സ്പിയർ ആണ്. ആ സ്പിയറിന് അതിന്റെ ഡയമീറ്ററിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇതാ ഈ കാണുന്നതാണ് അതിന്റെ ഡയമീറ്റർ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ 2/5 mr² ആണ്. ഇതറിയണം. ഓക്കെ, ഇനി അടുത്തത് ഡിസ്ക് സോറി സിലിണ്ടർ അല്ല, സോളിഡ് സിലിണ്ടർ. ഇതാണ് നമ്മളെ സോളിഡ് സിലിണ്ടർ എന്ന് വിചാരിക്കുക. ഈ കാണുന്നതാണ് നമ്മളെ സോളിഡ് സിലിണ്ടർ. സോളിഡ് ആണെന്ന് കാണിക്കാനും വേണ്ടി ഞാനത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സോളിഡ് സിലിണ്ടർ. സോളിഡ് സിലിണ്ടറിന് അതിന്റെ ജോമെട്രിക് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ വിച്ച് മീൻസ് ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ I = mr²/2 ആണ്. ഈ കാണുന്നതാണ് I1, ഇതാണ് I2. അപ്പൊ നമുക്ക് എല്ലാ ഡാറ്റയും ആയി. ശ്രദ്ധിച്ചു കേട്ടോ. കൈനറ്റിക് എനർജിന്റെ റേഷ്യോ വേണ്ടത് ഹാഫും ക്യാൻസൽ ചെയ്തു. I1 പകരം നമ്മൾ എഴുതുകയാണ് K1/K2 കാൽക്കുലേറ്റ് ചെയ്യാണ്. I1 പകരം 2/5 mr² into ω² divided by I2 പകരം mr²/2 സോളിഡ് സിലിണ്ടർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ 2ω². 2ω² എന്ന് പറഞ്ഞാൽ 4ω². ω²ഉം പോയി, mr²ഉം പോയി. ഈ 4ഉം ഇതും കൂടെ പോയാൽ ഇവിടെ 2 വരും. Therefore K1/K2 = 2/10 which is equal to 1/5. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? വെരി ഗുഡ്. 1/5 എന്ന് ഒരുപാട് ആളുകൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. 1:5 ഇതായിരിക്കും ആൻസർ. 1:5. ഓക്കെ, 1:5. നോക്കടാ, നീറ്റ് 2016 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ വാല്യൂകൾ പഠിക്കണം കേട്ടോ. അടുത്ത പോയിന്റ്. ഇത് രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ശരിക്കും കേട്ടിരുന്നോ? എ റോഡ് ഓഫ് ലെങ്ത് L, റോഡിന്റെ ലെങ്ത് L ആണ്, has two masses m1 and m2 attached to its two ends. Moment of inertia of the system about an axis perpendicular to the road and passing through the center of mass. A rod of length L has two masses m1 m2 attached to two ends. Moment of inertia of the system about an axis perpendicular to the road passing through the center of mass is. എന്താ ചെയ്യാ കേട്ടോ, പറഞ്ഞോളൂ കേട്ടാ. ഇതാണ് നമ്മളെ റോഡ് എന്ന് വിചാരിച്ചു. ഇതിന്റെ ലെങ്ത് L ആണ്. ഇതിന്റെ ഇവിടെ ഒരു മാസ്, ഇതാണ് നമ്മളെ റോഡ്. ഇതിന്റെ ലെങ്ത് L ആണ്. ഈ ഭാഗത്ത് ഒരു മാസ് ഉണ്ട്, ഞാൻ അതിനെ m1 എന്ന് വിളിച്ചു. ഇവിടെ അടുത്ത മാസ് ഉണ്ട്, m2 എന്ന് വിളിച്ചു. ഈ റോഡിന്റെ സെന്റർ ഓഫ് മാസ് ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്. ക്ലിയർ അല്ലേ? ആ സെന്റർ ഓഫ് മാസിലൂടെ ഞാൻ ഒരു ആക്സ് വരച്ചു. ഈ ആക്സിസിൽ ഇയാളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വേണ്ടത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോ, m1 ഈ ആക്സിസിലോട്ടുള്ള ഡിസ്റ്റൻസ് ഞാൻ r1 ആയിട്ട് എടുത്തു. ദിസ് ഇസ് r1 = L/2 ആണ്. m2 ഇതിലോട്ടുള്ള ഡിസ്റ്റൻസ് അത് ഞാൻ r2 ആയിട്ട് എടുത്തു, which is equal to L/2. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആക്ച്വലി നമ്മൾ എഴുതുകയാണെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടോ, I = m1 r1² plus m2 r2² എന്നാണ് വേണ്ടത്. അങ്ങനെയല്ലേ വേണ്ടത്? വിച്ച് മീൻസ് ശരിക്കും ഇത് വേണ്ടത് m1 L/2² plus m2 L/2² എന്നാണ് വരേണ്ടത്. അങ്ങനെ ഒരു ആൻസർ ഉണ്ടോ നിങ്ങൾ നോക്ക്. ഇതിന്ന് m1 plus m2 into L²/4. അങ്ങനെ ഒരു ആൻസർ ഇല്ലല്ലോ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പല ആളുകളും A ഓപ്ഷൻ ആൻസർ എഴുതിയിട്ടുണ്ട്. വെരി ഗുഡ്. ചിലർക്ക് B ഓപ്ഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എങ്ങനെ വന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സദ്യയോടെ കേൾക്കട്ടോ. ഞാന് ഈ ശരിക്ക് ലിസൺ, നമ്മളിപ്പോ എഴുതിയത് I = m1 r1² plus m2 r2². ഈ r1 r2 ആണ് നമ്മൾ L/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ആണല്ലോ. എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത് r1 എന്ന് പറഞ്ഞാൽ m1 സെന്റർ ഓഫ് മാസിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ റോഡിന്റെ സെന്റർ ഓഫ് മാസ് ആണിത്. m1 സെന്റർ ഓഫ് മാസിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ആക്ച്വലി ഈ r1 എന്ന് പറയുന്നത്.
അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു r. r എന്ന് പറയുന്നത് L ആണ്, അതിൽ സംശയമല്ല, രണ്ടിനുമായിട്ടുള്ള ഡിസ്റ്റൻസ്. ഇനിയടാ ഈ R2 എന്ന് പറയുന്നത് m2 എന്ന് സെന്റർ ഓഫ് മാസിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ലിസൺ, m2 എന്ന് സെന്റർ ഓഫ് മാസിലോട്ടുള്ള ഡിസ്റ്റൻസ്, ഇതാണ് ഈ R2. അതും നമ്മൾ പഠിച്ചതാണ്. R2 is equal to m1 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു r. ക്ലിയർ അല്ലേ? അതറിയുന്ന ഒരാൾ വേഗം സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തും. I ഈക്വൽ ടു m1 ഇൻറ്റു r1 പകരം m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 r. ഇതിന്റെ സ്ക്വയർ എടുക്കണം. അപ്പോൾ ഇങ്ങനെ എഴുതാം നമുക്ക് അല്ലേ? കുഴപ്പമില്ലല്ലോ. പ്ലസ് 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 അടുത്ത പോയിന്റ് m2 ഇൻറ്റു r2 സ്ക്വയറിന് പകരം m1 സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഹോൾ സ്ക്വയർ ഇൻറ്റു r സ്ക്വയർ. ക്ലിയർ അല്ലേ? എടാ ഈ രണ്ടൊന്നും കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ പറ്റുന്ന ആളുകൾ, രണ്ടിലും m1 ഉണ്ട്, രണ്ടിലും m2 ഉണ്ട്, രണ്ടിലും r സ്ക്വയർ ഉണ്ട്. ഓക്കെ, കേട്ടോ? അപ്പൊ ഞാൻ ആദ്യം m1 പുറത്തെടുത്തു. ഒരു m2 പുറത്തെടുക്കാൻ പറ്റുള്ളൂ, ഇവിടെ ഒറ്റ m2 ഉള്ളൂ, ഒരു m1 പുറത്തെടുക്കാൻ പറ്റുള്ളൂ. m2 പുറത്തെടുത്തു. എടാ താഴെ രണ്ടിലും m1 പ്ലസ് m2 ഹോൾ സ്ക്വയർ അല്ലേ? m1 പ്ലസ് m2 ഹോൾ സ്ക്വയർ അത് പുറത്തെടുത്തു. പിന്നെ r സ്ക്വയർ പുറത്തെടുത്തു. ഇനി ബ്രാക്കറ്റിന് എന്താ ആരുണ്ടാവുക? ഇവിടെ ഒരു m2 ഉണ്ട്, ഇവിടെ ഒരു m1 ഉണ്ട്, m2 പ്ലസ് m1. ശരിക്കും ശ്രദ്ധിക്കുക, കോമൺ ആയിട്ടുള്ള ആളുകളൊക്കെ പുറത്തെടുത്തു. m1 പുറത്തു വന്നു, m2 പുറത്തു വന്നു, r സ്ക്വയർ പുറത്തു വന്നു, m1 പ്ലസ് m2 ഹോൾ സ്ക്വയർ പുറത്തു വന്നു. ഇനി ബ്രാക്കറ്റിനകത്ത് m2 പ്ലസ് m1 ഉണ്ടാവുക. നോക്കടാ, ഈ സാധനം ശരിക്ക് ലിസൺ, ഇവിടെ ഉള്ളത് m1 പ്ലസ് m2 ഹോൾ സ്ക്വയർ ആണ്. ഈ m1 പ്ലസ് m2 ഹോൾ സ്ക്വയറിലെ സ്ക്വയറും ഇതും ക്യാൻസൽ ചെയ്ത് പോകാം. അങ്ങനെ വരുമ്പോൾ I is equal to നമുക്ക് കിട്ടുന്നത് m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു r സ്ക്വയർ എന്ന് വരും. ആറിന് പകരം L ആണ് കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു r സ്ക്വയർ, സോറി ഇൻറ്റു L സ്ക്വയർ. ഇത് നമ്മൾ റെഡ്യൂസ്ഡ് മാസ് എന്നൊക്കെയാണ് വിളിക്കുക അല്ലേ? L സ്ക്വയർ എന്ന് കൊടുക്കാം. കേട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. റെഡ്യൂസ്ഡ് മാസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ആൻസറിൽ നമ്മൾ എത്തുന്നത്. അപ്പൊ ആൻസർ ഒരു സംശയമല്ല, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആൻസർ വരുന്നത് ഈ സംഭവമാണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമുക്ക് ഇവിടുത്തെ ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കേടാ, ശരിയായോ? ഈ സംഭവമാണ് ആൻസർ. രണ്ടെണ്ണാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അത് ഓർത്തു വെക്കാം. ഇനി എക്സാം ഹാളിൽ പോയിട്ട് ഇത് ചെയ്യാനൊന്നും അല്ല നിൽക്കുക. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ I is equal to m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു r സ്ക്വയർ. ഓക്കെ, m1 m2 ഡിവൈഡ് ബൈ m1 പ്ലസ് m2 ഇൻറ്റു r സ്ക്വയർ ഇതായിരിക്കും കേട്ടോ. എടാ അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം എ സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് r. ശരിക്കും കേട്ടോ, സർക്കുലർ ഡിസ്ക് ഓഫ് റേഡിയസ് r, മാസ് 9m, a small disk of mass m and radius r/3 is removed. The moment of inertia of the remaining disk about an axis perpendicular to the plane of the disk and passing through its center. കേട്ടോ, ശരിക്കും കേട്ടോ കേട്ടോ. എടാ നിങ്ങൾ ഒരു സർക്കുലർ ഡിസ്ക് നമ്മൾ ഇങ്ങനെ വരച്ചു. ഈ കാണുന്നതാണ് സർക്കുലർ ഡിസ്ക് എന്ന് വിചാരിക്കുക. ഇത് ഡിസ്ക് ആണെന്ന് കാണിക്കാനും വേണ്ടി ഞാൻ അത് ഷെയ്ഡ് ചെയ്തു. ഓക്കെ, ഇതാ ഇവിടെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തു. ഈ ഡിസ്കിന് ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് mr സ്ക്വയർ ആണ്, അതിൽ സംശയമില്ലല്ലോ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ലിസൺ, I ഈക്വൽ ടു ഇപ്പോൾ ഉള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഞാൻ I1 എന്ന് എഴുതി. മാസ് 9m ആണ്, ഡിസ്ക് ആണ് അല്ലേ? 9mr സ്ക്വയർ ബൈ 2. ഓക്കെ, ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ലിസൺ, എടാ ഇതിനകത്ത് നിന്ന് നമ്മൾ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇതാ ഇങ്ങനൊരു പോർഷൻ ഇതിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇതാ ചെറിയൊരു പോർഷൻ നമ്മൾ ഇതിന്ന് കട്ട് ചെയ്താണ് കളഞ്ഞു കേട്ടോ. ശ്രദ്ധിക്കേ, ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത്. കട്ട് ചെയ്ത് കളഞ്ഞ പോർഷനെ ഞാനൊരു ഡിസ്ക് ആയിട്ട് തന്നെ കണ്ടു. അതിന്റെ മാസ് m ആണ്, അതിന്റെ റേഡിയസ് r/3 ആണ്. അപ്പൊ അയാളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ mr സ്ക്വയർ ബൈ 9 2. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു mr സ്ക്വയർ ബൈ
2 into 9. ഇങ്ങനെ എഴുതാം. I1 എന്ന് പറയുന്നത് മുഴുവൻ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. I2 എന്ന് പറയുന്നത് ആ ഡിസ്കിൽ നിന്ന് റിമൂവ് ചെയ്ത പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. റിമൈനിങ് പാർട്ടിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങളടുത്ത് ചോദിക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. റിമൈനിങ് പാർട്ടിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ I is equal to I1 minus I2. ഇങ്ങനെ കൊടുക്കാം. എടാ I1 പകരം ഒറിജിനൽ ആളുള്ളപ്പോ 9mr²/2 മൈനസ് 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 റിമൂവ്ഡ് പോർഷൻ ആണെങ്കിൽ mr²/2 into 9. ഇതൊന്ന് രണ്ടിനും കോമൺ ആയിട്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റുന്നത് mr²/2 പുറത്തെടുക്കാം. 9 minus 1/9 എന്ന് കിട്ടും. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു mr²/2 into 80/9. ശരിയാടാ. Therefore റിമൂവ്ഡ് പോർഷന്റെ അല്ലെങ്കിൽ റിമൈനിങ് പോർഷൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ 40 mr² divided by 9. അങ്ങനെ ഓപ്ഷൻ അല്ലേ നോക്കടാ. 40 mr² divided by 9. ലിസൺ, ശരിക്കും കേൾക്ക്. 40 mr² by 9. ഞാൻ എന്താ ചെയ്ത് ഒറിജിനൽ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എഴുതി. ഈ 9mr²/2. അവിടുന്ന് സെന്ററിൽ ഒരു പോർഷൻ മുറിച്ചാൻ എടുത്തിട്ടുണ്ട്. അതിന്റെ മാസ് m ആണ്, റേഡിയസ് r/3 ആണ്. അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ mr/3² 2. ഇത് രണ്ടും മൈനസ് ചെയ്താൽ റിമൈനിങ് പോർഷൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയി. ക്ലിയർ ആയോ? നിദ ക്ലിയർ ആയോടാ? ആ കൺസെപ്റ്റ് ഓക്കെ ആണോ? ഇനി ടൈപ്പ് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ചെയ്തൂടെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേൾക്ക്. റേഷ്യോ ഓഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് സർക്കുലർ ഡിസ്ക് to that of circular ring, each of same mass and radius around their respective axis. ആദ്യം സർക്കുലർ ഡിസ്ക് ആണ്. എടാ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. റേഡിയസ് ഓഫ് ഗൈറേഷൻ കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? m ഒഴികെയുള്ള ഭാഗത്തിന്റെ റൂട്ട് എടുത്താൽ മതി. m ഒഴികെയുള്ള ഭാഗത്തിന്റെ റൂട്ട് എടുത്താൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ കിട്ടും. നോക്ക്, സർക്കുലർ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ I1 is equal to mr²/2. അപ്പൊ ഇതിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ m ഒഴിവാക്കിയുള്ള ഭാഗത്തിന്റെ റൂട്ട് r²/2ന്റെ റൂട്ട്, ദാറ്റ് ഇസ് r/√2. രണ്ടാമത്തെ കേസിൽ രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് സർക്കുലർ ഡിസ്കും സർക്കുലർ റിംഗ് ആണ്. റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ, അതിന്റെ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ mr². therefore k2 is equal to m ഒഴികെയുള്ള ഭാഗത്തിന്റെ റൂട്ട് r. ഇവിടെ നമുക്ക് വേണ്ടത് k1/k2 is equal to r/√2 divided by r. therefore the answer is 1/√2. that is 1:√2. 1:√2. correct answer is D. എടാ എ എങ്ങനെയാടാ വന്നത്? നജ്മൽ സോറി, ആർക്കൊക്കെ നിദക്കൊക്കെ എ കിട്ടിയിട്ടുണ്ടല്ലോ. ശരിയായോ? എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ആയിക്കൊന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ആയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ ആണല്ലോ? വെയിറ്റ്, അല്ലെങ്കിൽ ഓക്കെ നിതൊക്കെ ടൈപ്പ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ. ടു ബോഡീസ് ഹാവ് ദെയർ moment of inertia I and 2I respectively about their axis of rotation. Their kinetic energies of rotations are equal. Kinetic energy equal ആണ്. Their angular velocity will be in the ratio. Simple. Kinetic energy equal ആണെന്ന് പറഞ്ഞാൽ അതിന് മനസ്സിലാക്കേണ്ടത് half I1 ω1 square is equal to half I2 ω2 square. ഹാഫും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ഇനി I1 എന്ന് പറയുന്നത് I ആണ്, ω1 സ്ക്വയർ വെയിറ്റ് ഓക്കെ, I1 ഈക്വൽ ടു I ആണ്, I2 എന്ന് പറഞ്ഞാൽ 2I ആണ്, ω2 സ്ക്വയർ. എടാ ഇതിന്ന് ω1/ω2 ഹോൾ സ്ക്വയർ is equal to 2 എന്ന് വരും. ω1/ω2 is equal to √2. therefore the answer is C. D ആണോടാ? C അല്ലേ? their angular velocities will be in the ratio ω1/ω2 2/1. അപ്പൊ √2:1 അല്ലേ വരുന്നത്? D ആണോ നജ്മൽ? തെറ്റിയോ? നജ്മൽ എവിടെ? D എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ നജ്മൽ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സി നജ്മൽ പോയടാ. ഓക്കെ ശരി. നെക്സ്റ്റ് വൺ.
3 particles each of mass m gram are situated at the vertices of an equilateral triangle ABC of side 1 cm or L cm. L, as shown in the figure. Moment of inertia of the system about an axis, about a line AX perpendicular to AB and the plane ABC. നോക്കടാ, സിമ്പിൾ. ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഫസ്റ്റ് പാർട്ടിക്കിൾ ആക്സിസിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എഴുതാൻ പറഞ്ഞാൽ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് m ഇൻറ്റു ആക്സ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള ഡിസ്റ്റൻസ് 0 പ്ലസ് രണ്ടാമത്തെ പാർട്ടിക്കിൾ ബിയിലുള്ള പാർട്ടിക്കിൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ml² പ്ലസ് 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 മൂന്നാമത്തെ ആളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടണമെങ്കിൽ ആക്സിസിന് ഇതിലോട്ടുള്ള ഡിസ്റ്റൻസ് അറിയണം. ഈ ഡിസ്റ്റൻസ് അറിയണം. എടാ ആ ഡിസ്റ്റൻസ് പറയേണ്ട ആവശ്യമില്ലല്ലോ, L/2 ആണ്. അപ്പൊ അത് m L/2 ഹോൾ സ്ക്വയർ, അതായത് ml²/4. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 5ml²/4. 5ml²/4 ദാറ്റ് ഇസ് C. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. നിത എന്താ ഡി എന്ന് പറയുന്നത്? നിത സി അല്ലേ ആൻസർ വരിക? ഓക്കെ ഓക്കെ ഓക്കെ, സി അല്ലേ? ഓക്കെ 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 ഓക്കെ. നെക്സ്റ്റ് വൺ. A flywheel rotating about a fixed axis has a kinetic energy 360 joule. Rotational kinetic energy 360 joule. When its angular speed is 30 radian per second, moment of inertia of the wheel about the axis is. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. റൊട്ടേറ്ററി കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഹാഫ് I ω². റൊട്ടേറ്ററി കൈനറ്റിക് എനർജി 360 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാഫ് അവിടെ നിൽക്കട്ടെ. മൊമെന്റ് ഓഫ് ഇനർഷ്യാണ് കണ്ടുപിടിക്കേണ്ടത്. ഒമേഗേന്റെ വാല്യൂ 30, അപ്പൊ 30² എന്നും കൊടുത്തു. എടാ അതിന്ന് I ഈക്വൽ ടു 2 ഇൻറ്റു 360 ഡിവൈഡ് ബൈ 30 ഇൻറ്റു 30. ഇതും പോയി. 36 ഡിവൈഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ 4 ആണ്. Therefore, this is equal to 0.8. 0.8. ഓക്കെ, 0.8. ശരിയല്ലോ? എന്താ സാധാരണ ഞാൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ ആൻസർ വരാറുണ്ടല്ലോ. ഞാനൊന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്തപ്പോൾ ഡിലേ ആയോ? 0.8. ഓക്കെ, നെക്സ്റ്റ് വൺ. വെയിറ്റ്. ഫ്രം എ ഡിസ്ക്, നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഒരു ക്വസ്റ്റ്യൻ നല്ലപോലെ ശ്രദ്ധിക്കണം. ഫ്രം എ ഡിസ്ക് ഓഫ് റേഡിയസ് R. അപ്പൊ നിങ്ങൾ ആ റേഡിയസിലുള്ള ഒരു ഡിസ്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യണം. മാസ് m. എ സർക്കുലർ ഹോൾ ഓഫ് ഡയമീറ്റർ R എന്ന് പറഞ്ഞാൽ റേഡിയസ് R/2, whose rim passes through the center is cut. Okay, what is the moment of inertia of the remaining part of the disk about a perpendicular axis passing through the center? Question വായിക്കേ എല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കേ. ഞാനിത് ചെയ്യാൻ തുടങ്ങുകയാണ്, അപ്പൊ കുറച്ചൊന്ന് ഇമാജിൻ ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഒരു സർക്കുലർ ഡിസ്ക് ഉണ്ട്. ഞാൻ കുറച്ച് വലുതാക്കി വരയ്ക്കാം. ഇതാണ് ഡിസ്ക് എന്ന് വിചാരിക്കാം. ഇത് ഡിസ്ക് ആണെന്ന് കാണിക്കാനും വേണ്ടി ഓക്കെ, നമ്മൾ ഈ ഭാഗം അങ്ങനെ ഒന്ന് ഷെയ്ഡ് ചെയ്തൊക്കെ കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഇതൊരു ഡിസ്ക് ആണ്. നീ ക്വസ്റ്റ്യന്റെ ബാക്കി ഭാഗം വായിച്ചോടാ. ഇതിന്റെ മാസ് m ആണ്, റേഡിയസ് R ആണ് അല്ലെ? അപ്പൊ നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടത് ഈ ഡിസ്കിന് ഇതിന്റെ സെന്ററിലൂടെ പാസ് ചെയ്യുന്ന ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഞാൻ I1 എഴുതി, which is equal to mr²/2. ഓക്കെടാ? ഇനിയുള്ള ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിന്ന് ഒരു ഡിസ്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്ത പോർഷൻ കിടക്കുന്നത് ഇങ്ങനെയാണ്. ലിസൺ, വെയിറ്റ്. കട്ട് ചെയ്തെടുത്തു. ലിസൺ. എടാ കട്ട് ചെയ്ത പോർഷൻ കിടക്കുന്നത് ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ ഈ ഭാഗമാണ് നമ്മൾ ഇതിന് കട്ട് ചെയ്തെടുത്തത്. ഈ പോർഷനാണ് നമ്മൾ ആക്ച്വലി ഇതിന് കട്ട് ചെയ്തെടുത്തത്. കണ്ടല്ലോ? ഇനി അടുത്ത പോയിന്റ്, ഈ കട്ട് ചെയ്തെടുത്ത പോർഷന്റെ റേഡിയസ് R/2 ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് വേണ്ടത്. ശരിയല്ലോ? എടാ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഹോൾ ഡിസ്കിന്റെ ഏരിയ πr² അല്ലേ? അതിന്റെ മാസ് ആണ് m എന്ന് പറയുന്നത്. കട്ട് ചെയ്തെടുത്ത പോർഷന്റെ ഏരിയ
പൈ ആർ ബൈ ടു ഹോൾ സ്ക്വയർ, അതായത് പൈ ആർ സ്ക്വയർ ബൈ 4 അല്ലേ? അപ്പൊ അതിന്റെ മാസ് എം ബൈ 4 ആയിരിക്കും. അത് മനസ്സിലാക്കാം. എന്നിട്ട് വെരി ഗുഡ് വെരി ഗുഡ്, നിതക്ക് ആൻസർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ, അത് തന്നെയാണ് വരുന്നത് നോക്കാം. എടാ കട്ട് ചെയ്ത പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ I2 ഈക്വൽ ടു പറയട്ടെ കേട്ടോ. എടാ കട്ട് ചെയ്ത പോർഷന് ഏത് ആക്സിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ വേണ്ടത്? ഈ ആക്സിസ് കണ്ടല്ലോ, ഈ പി എന്ന് പറയുന്ന ആക്സിസ് എന്ന് പറഞ്ഞാൽ ഡിസ്കിന്റെ ടാൻജന്റ് ആണ്. ഒരു ഡിസ്കിന് അതിന്റെ ടാൻജന്റിൽ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ 3/2 mr² ആണ്. അറിയാലോ, mr² ബൈ 2 പ്ലസ് mr², അതായത് 3/2 mr². ഞാൻ കട്ട് ചെയ്ത പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യനെ 3/2 എന്ന് എഴുതി, മാസ് എം ഡാഷ് റേഡിയസ് ആർ ഡാഷ് ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. 3/2 m ഡാഷ് ആർ ഡാഷ് സ്ക്വയർ. എടാ ഇതിന്ന് I2 ഈക്വൽ ടു ലിസൺ 3/2 മാസ് എം ബൈ 4 റേഡിയസ് ആർ ബൈ 2 ഹോൾ സ്ക്വയർ, അതായത് ആർ സ്ക്വയർ ബൈ 4. ഓക്കെ, ഇപ്പൊ നമുക്ക് കിട്ടിയത് I2 ഈക്വൽ ടു 3 mr² ഡിവൈഡ് ബൈ 2 ഇൻറ്റു 16. കുഴപ്പമില്ലല്ലോ, 2 ഇൻറ്റു 16. നമുക്ക് വേണ്ടത് നേരത്തെ ഞങ്ങൾ എടുത്ത് പറഞ്ഞിരുന്നു, റിമൈനിങ് പോർഷൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ I is equal to I1 എന്ന് I2 മൈനസ് ചെയ്ത് കളയണം. I1 എന്ന് പറയുന്നത് mr² ബൈ 2 ആണ്, മൈനസ് I2 എന്ന് പറയുന്നത് 3 mr² ബൈ 2 ഇൻറ്റു 16 ആണ്. ക്ലിയർ അല്ലേ? എടാ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് കിടക്കുന്ന ആള് mr² ബൈ 2 ആണ്. ഞാൻ അതിനെ ഔട്ട് സൈഡിലേക്ക് മാറ്റി, mr² ബൈ 2 ഇൻറ്റു. ഇനി ആരാ ഉണ്ടാവുക ബ്രാക്കറ്റിനകത്ത്? ഇവിടെ ലിസൺ ഇവിടെ ഒരു 1 ഉണ്ടാകും, ഇവിടെ mr² ബൈ 2 പുറത്തെടുത്താൽ 3/16 ഉണ്ടാവും. അപ്പൊ 1 മൈനസ് 3/16. ഓക്കെ, ദാറ്റ് ഈസ് mr² ബൈ 2 ഇൻറ്റു 13 ഡിവൈഡ് ബൈ 16. ദാറ്റ് ഈസ് I is equal to 13 mr² ഡിവൈഡ് ബൈ 32. നിത നേരത്തെ പറഞ്ഞത് ഇത് തന്നെയാണെന്ന് വിചാരിക്കും. അയ്യോ, ഇതൊക്കെ തെറ്റിയോ? 13 mr² ഡിവൈഡ് ബൈ 32 ആണല്ലോടാ വരുന്നത്. 13 mr² ഡിവൈഡ് ബൈ 32 അല്ലേ? 32 അങ്ങനെ ഓപ്ഷൻ അല്ലേ? 13 mr² ഡിവൈഡ് ബൈ 32. നിത പറഞ്ഞത് ശരിയാവും, 2 എന്ന് ടൈപ്പ് ചെയ്തതാവും അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഡി ഓപ്ഷൻ ആണ് ആൻസർ. എടാ ആർക്കൊക്കെ സി കിട്ടിയിട്ടുണ്ട്? ഇതിന്റെ ആൻസർ തന്നെയാണ് സി കിട്ടിയതെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ. എടാ നിങ്ങളെ റിപ്ലൈ കിട്ടാൻ നിൽക്കുകയാണ്. ഈ 2 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ തന്നെ കട്ട് ചെയ്ത് പോകുന്ന പോർഷൻ ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ എത്താൻ പറ്റും. ഓക്കെ എടാ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻക്ക് പോട്ടെ. സെറ്റായോ? ഓക്കെ. ഈ 2 നിങ്ങൾ ശരിക്കും ചെയ്ത് പഠിക്കണം കേട്ടോ. അത് ചെയ്ത് പഠിച്ചാൽ തന്നെ ഓക്കെ ആവും. എടാ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യൂ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കിക്കോ, മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയണം. 3 identical spherical shell, ഓർക്കുക spherical shell ആണ്, hollow sphere. Each mass m and radius are placed as shown in the figure. Consider an axis xx dash which is touching the 2 shells and passing through the diameter of the third shell. Moment of inertia of the system consisting of these 3 spherical shells about xx dash. Question വായിക്കേ. ഓക്കെ നിതാ, ക്വസ്റ്റ്യൻ വായിക്കേ. എന്നാ സ്റ്റാർട്ട് ചെയ്യടാ. ഞാൻ ഈ ഷെല്ലുകൾക്ക് പേര് കൊടുക്കാൻ പോവാണ്. 1 2 3. ഓക്കെ, ഫസ്റ്റ് ഷെല്ലിന്റെ ടാൻജന്റ് ആണ് അല്ലേ? അപ്പൊ നമുക്കറിയാം ഒരു ഹോളോ സ്പിയറിന് അതിന്റെ ഡയമീറ്ററിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ 2/3 mr² ആണ്. 2/3 mr². ഡയമീറ്ററിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾ പഠിക്കണുണ്ടോ? അതറിയണം. NCERT ഒരു ടേബിൾ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡയമീറ്ററിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ 2/3 mr² ആണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എനി ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 2/3 mr². ശരിയല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ടാൻജന്റിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടണമെങ്കിൽ 2/3 mr² പ്ലസ് mr² which is equal to 5/3 mr². അങ്ങനെയല്ലേ വരിക? 2/3 mr² ഡയമീറ്ററിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ, ടാൻജന്റിൽ 5/3 mr². അപ്പൊ നോക്ക്, I1 എന്ന് പറഞ്ഞ ടാൻജന്റ് ആണ് which is equal to 5/3 mr². I2 എന്ന് പറഞ്ഞ ടാൻജന്റ് ആണ് which is equal to 5/3 mr². I3 എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ് which is equal to 2/3 mr².
എടാ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കിട്ടണമെങ്കിൽ 5/3 mr² പ്ലസ് 2/3 mr² പ്ലസ് 5/3 mr². രണ്ട് 5/3 mr² ഒരു 2/3 mr². വേമ്പറണം which is equal to 4/3 mr². ശരിയല്ല, സോറി 12/3 mr², which is equal to 4 mr². ഇങ്ങനെയല്ലടാ വരിക, 4 mr² അല്ലടാ. ബി ആരോ ഡി എന്ന് ടൈപ്പ് ചെയ്തത് 4 mr². സിമ്പിൾ അല്ലേ? മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ വാല്യൂ മാത്രം അറിഞ്ഞിരുന്നാൽ മതി, പ്രോബ്ലം ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വൺ. Moment of inertia of a thin uniform rod of mass m. Listen, thin uniform rod of mass m and length L about an axis passing through its midpoint and perpendicular to its length is I0. Its moment of inertia about an axis passing through one of its end and perpendicular to its length is. Question വായിക്കും. ഞാൻ പിക്ചർ വരയ്ക്കുമ്പോഴേക്കും ക്വസ്റ്റ്യൻ വായിച്ച് പഠിക്കും. ക്വസ്റ്റ്യൻ വായിച്ച് പഠിക്കേ. മനസ്സിലാക്കിയെടുത്തു ക്വസ്റ്റ്യൻ അല്ല? ക്വസ്റ്റ്യൻ മനസ്സിലാക്കിയെടുത്തു. ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് I0 എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് നമുക്ക് വേണ്ടത്. x ഡാഷ് എന്നുള്ള ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ വേണ്ടത്. ഓക്കെ, x ഡാഷ് എന്നുള്ള ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് വേണ്ടത്. എടാ ഈ രണ്ട് ആക്സിസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് L/2 ആണ്. പാരലൽ ആക്സിസ് തിയറം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x ഡാഷ് is equal to, പാരലൽ ആക്സിസ് തിയറം അറിയണം, I0 plus m into L/2 whole square. അറിയാലോ? കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. That is I0 plus m L²/4. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇതായിരിക്കും ആൻസർ. എടാ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പാരലൽ ആക്സിസ് തിയറത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. I0 plus m L²/4. ഓക്കെ. Next one. 4 identical thin rods, each of mass m and length L, forms a square frame. Okay. Moment of inertia of this frame about an axis passing through the center of the square and perpendicular to its plane. Question വായിക്കടാ. നോക്കിക്കോ, ഞാനൊരു സ്ക്വയർ ഫ്രെയിം ഇങ്ങനെ വരച്ചു. മാസ് എം ആണ്, ഓരോ റോഡിന്റെ മാസ് എം ആണ്, ലെങ്ത് എൽ ആണ്. ഓക്കെ. എടാ നിങ്ങള് മാക്സിമം ഈ ഒരു വിഷയങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഈസി ആവടാ. മറ്റേത് ഞാൻ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങൾ എന്തൊക്കെയാ ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് വായിക്കുകയാണത് നമ്മളെ സമയം പോകലടാ കേട്ടോ. ഇതിലോട്ട് വാ. ഞങ്ങളടുത്ത് തുടങ്ങിയപ്പോഴേ പറഞ്ഞല്ലോ, ഇതിലോട്ട് വന്നാൽ നമുക്ക് കുറച്ചും കൂടി ഒക്കെ ഈസി ആകും. എനിക്കും തന്നെ അത് വായിക്കാനൊക്കെ രസമാവും. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. എനിക്കും ഇഷ്ടമുള്ള കാര്യം സംസാരിക്കാം. കുറെ നേരം നമുക്ക് സംസാരിച്ചിരിക്കാം കേട്ടോ. ഇപ്പൊ ഇതിലോട്ട് വാ. നോക്കി, ഈ സ്ക്വയർ ഫ്രെയിമിന് ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ വേണ്ടത്. സിമ്പിൾ. നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയോ? റോഡുകൾക്ക് നമ്പർ കൊടുത്തു. 1 2 3 4. ഈ ഫസ്റ്റ് റോഡ് എടുത്തു. പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാണ്. അതിന്റെ സെന്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്തു. ആ സെന്റർ ഓഫ് മാസിലൂടെ ഈ ആക്സിസിന്, അതായത് ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്ത ആക്സിസിന് പാരലായിട്ട് ഒരു ആക്സിസ് ഈ റോഡിൽ വെച്ചു. ഈ രണ്ട് ആക്സിസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് L/2 ആണ്. എടാ ഇത് സെന്റർ ഓഫ് മാസ്, ഈ ആക്സിസിനെ ഞാൻ IX എന്ന് വിളിച്ചു, ഈ ആക്സിസിനെ ഞാൻ IY എന്ന് വിളിച്ചു. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കടാ, IY കിട്ടണമെങ്കിൽ IY ഈക്വൽ ടു IX പ്ലസ് m L/2 ഹോൾ സ്ക്വയർ ആണ്. പാരലൽ ആക്സിസ് തിയറം അറിയുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. IY ഈക്വൽ ടു IX പ്ലസ് m L/2 ഹോൾ സ്ക്വയർ ആണ്. IX എന്ന് പറയുന്നത് mL²/12 ആണ് നമുക്കറിയാം. ഇനി പ്ലസ് mL² ഡിവൈഡ് ബൈ 4.
ml square by 12 plus ml square by 4. എടാ ഇത് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? I y equal to ഒരു റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ml square by 3 അല്ലേ വരിക? ഇതാണ് ഫസ്റ്റ് റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഈ ആക്സിൽ കേട്ടോ, y എന്നുള്ള ആക്സിൽ അത്തരത്തിലുള്ള 4 റോഡ് കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ I കിട്ടണമെങ്കിൽ 4iy ചെയ്യണം. ദാറ്റ് ഈസ് 4 into ml square by 3. ഇതായിരിക്കും ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഞാൻ ചെയ്തത് മനസ്സിലാക്കുക. ആദ്യം ഒരു റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഈ ആക്സിലുള്ള ഒരു റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിച്ചു. അതെനിക്ക് ml square by 3 എന്ന് കിട്ടി. അത്തരത്തിലുള്ള 4 റോഡുകളുണ്ട്. അങ്ങനെ നമ്മൾ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ. A thin rod of length L, mass M is bent its midpoint into 2 halves so that angle between them is 90. Moment of inertia of the bent rod about an axis passing through the bending point and perpendicular to the plane defined by 2 halves of the rod is. Question വായിക്കടാ, ക്വസ്റ്റ്യൻ വായിക്കേ. ഞാൻ പിക്ചറൊക്കെ വരച്ച് സെറ്റ് ആകുമ്പോഴേക്കും ശരിക്കും ക്വസ്റ്റ്യൻ വായിച്ചു വെക്കട്ടോ. ഓക്കെ, ഇതാണ് നമ്മളെ തിൻ റോഡ്. മാസ് ഈക്വൽ ടു എം ആണ്, ലെങ്ത് ഇസ് ഈക്വൽ ടു എൽ ആണ്. ഇങ്ങനെ എഴുതി. ഇതിനെ ബെൻഡ് ചെയ്തു, അതിനെ കറക്റ്റ് മിഡ് പോയിന്റിൽ ബെൻഡ് ചെയ്തു, 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്തു. അങ്ങനെ 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എൽ ഷേപ്പ് ആയിരിക്കും കിട്ടുക. ശരിയല്ലേ? ഒരു എൽ ഷേപ്പ് കിട്ടി. ഇനി ഏത് ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് വേണ്ടത്? ഈ ആക്സിസിൽ. ക്വസ്റ്റ്യൻ വായിച്ചാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് വേണ്ടത്. ആ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടണമെങ്കിൽ ഇതിനെ 2 സെപ്പറേറ്റ് റോഡായിട്ട് കാണാം. ഇത് 1, ഇത് 2. ശരിയല്ലേ? എടാ, ഫസ്റ്റ് റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഞാൻ എഴുതുകയാണ് I1 ഈക്വൽ ടു ഒരു എൻഡിലൂടെ പാസ് ചെയ്യുന്നതായതുകൊണ്ട് മാസ് എം ഡാഷ് എന്ന് കൊടുത്തു, ലെങ്ത് എൽ ഡാഷ്, അതിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 3. ഇതാണ് ഫസ്റ്റ് റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. എടാ, അപ്പൊ അതിന് I1 ഇസ് ഈക്വൽ ടു എം ഡാഷ് എന്ന് പറയുന്നത് m/2 ആണ്. പകുതി പോർഷൻ അല്ലേ ഉള്ളത്. L/2 ഹോൾ സ്ക്വയർ ബൈ 3 ഇങ്ങനെ കിട്ടി. which means ml സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 into 3. ഇതാണ് ഫസ്റ്റ് റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അതേ മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് രണ്ടാമത്തെ റോഡിനും ഉണ്ടാവുക. ശരിയല്ലേ? അപ്പൊ ഇവിടുത്തെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടണമെങ്കിൽ I is equal to 2 into ml square by 8 into 3. That is I is equal to ml square divided by 12. ml square divided by 12. D option. ശരിയാടാ? ml square by 12. ആൻസർ ആയല്ലോ. നെക്സ്റ്റ് വൺ. Listen. Ratio of radius of gyration of a circular disc about a tangential axis to the plane. ഒരു ഡിസ്ക് അതിന്റെ ടാൻജൻഷ്യൽ ആക്സിസ് ഇൻ ദി പ്ലെയിൻ, അതിന്റെ തന്നെ പ്ലെയിനിലുള്ള ടാൻജൻഷ്യൽ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. എടാ, അത് നിങ്ങൾ പഠിക്കണം. ഇതൊരു ഡിസ്ക് ആണെന്ന് വിചാരിക്കുക. ലിസൺ, ഇതാണ് നമ്മളെ ഡിസ്ക് എന്ന് വിചാരിക്കുക. ഈ ഡിസ്കിന് അതിന്റെ ഏതെങ്കിലും ഒരു ഡയമീറ്ററിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തായിരിക്കണം? ഡിസ്കിന് ഏതെങ്കിലും അതിന്റെ ഡയമീറ്ററിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ mr²/4 ആണ്. ഈ ടാൻജൻഷ്യൽ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടണം. ഈ ഡിസ്റ്റൻസ് r ആണ്. അപ്പൊ mr²/4 പ്ലസ് mr², അതായത് 5/4 mr² ആണ് ഡിസ്കിന് അതിന്റെ പ്ലെയിനിലുള്ള ടാൻജൻഷ്യൽ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അത് നിങ്ങൾക്ക് അറിയും തന്നെയാണ് വിചാരിക്കുന്നത്. I1 is equal to 5/4 mr². mr²/4 പ്ലസ് mr². ഇനി സർക്കുലർ റിംഗ്, അതിന്റെ ടാൻജൻഷ്യൽ ആക്സിസ് ഇൻ ദി പ്ലെയിൻ, ഇതൊരു റിംഗ് ആണെന്ന് വിചാരിച്ചു. ഈ റിംഗിന് ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ mr²/2 ആണ്. നമുക്ക് വേണ്ടത് ഈ ആക്സിലാണ്, ടാൻജൻഷ്യൽ ആക്സിസ് xx ഡാഷ്. അതിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ 3/2 mr². ഓക്കെ, അത് നിങ്ങൾ ആ ടേബിൾ ഉണ്ട്, അതിൽ നോക്കിയിട്ട് മനസ്സിലാക്കിയെടുക്കണം. I2 is equal to 3/2 mr². എടാ, ആദ്യത്തെ കേസിലെ റേഡിയസ് ഓഫ് ഗൈറേഷൻ K1 is equal to
എം ഒഴികെയുള്ള ഭാഗത്തിന്റെ റൂട്ട് √5/2 r അല്ലെങ്കിൽ വേണ്ട എങ്ങനെ വേണമെങ്കിലും എഴുതാം. രണ്ടാമത്തെ കേസിൽ √3/2 r k2 ക്യാൻസൽ ചെയ്ത് പോയി. ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ ആൻസർ ആയി. ആൻസർ അപ്പൊ ഏത് ഓപ്ഷനാണ് വരുന്നത്? ഓക്കെ, ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ ആൻസർ ആയി √5/2. ഇതായിരിക്കും √5 ആൻസർ വരുന്നത്. അപ്പോൾ ഒരു സംശയമില്ല, സി ഓപ്ഷൻ ആയിരിക്കും ആൻസർ. √5:√6. ശരിയല്ലോ? ഓക്കെടാ. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻക്ക് കടക്കാം. കേൾക്കേ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ യൂണിഫോം സർക്കുലർ ഡിസ്ക് അബൌട്ട് ഡയമീറ്റർ. ഒരു ഡിസ്കിന്റെ ഡയമീറ്ററിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളൂ ഡിസ്കിന്റെ ഡയമീറ്ററിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ I = mr²/4 ആണ്. Its moment of inertia about an axis perpendicular to its plane and passing through a point on the ring. Its moment, ഇത് നോക്കിയോ, ഇപ്പോ its moment of inertia നോക്കിയോ, ഇതാണ് ഡിസ്ക് എന്ന് വിചാരിച്ചോ. ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നിങ്ങളടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് an axis perpendicular to its plane. ഇതാണ് ഡിസ്ക് എങ്കിൽ ആ ഡിസ്കിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാൻ പറഞ്ഞു. എടാ വളരെ സിമ്പിളാ. നമുക്കൊരു കാര്യം ചെയ്യാം. ദാ ലിസൺ, ഞാൻ ഇങ്ങനൊരു ആക്സ് വരച്ചു. ഓക്കെ, ഈ ആക്സിസിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിസ്ക് ആയതുകൊണ്ട് mr²/2 ആണ്. രണ്ട് ആക്സുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് r ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് I' = 3/2 mr² ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട മൊമെന്റ് ഓഫ് ഇനർഷ്യ mr²/2 + mr², 3/2 mr². പക്ഷെ നമ്മളടുത്ത് അവർ പറഞ്ഞൊരു കാര്യം mr²/4 I ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന്ന് mr² = 4i എന്ന് എഴുതാം. അപ്പൊ 3/2 mr² പകരം 4i എന്ന് കൊടുത്തു. കുഴപ്പമില്ലല്ലോ. Therefore the answer is 6i. 6i, 6i, 6i. ഇതായിരിക്കും ആൻസർ എന്ന് വിചാരിക്കുന്നത്. ആൻസർ ഈസ് 6i. ശരിയല്ലേ? ശരിയായോ? ശരിയായോടാ? ശരിയായോ? ഓക്കെ, സിമ്പിൾ അല്ലേ? ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ വാല്യൂ അറിയണം കേട്ടോ. അല്ലാത്ത ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കും. മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ വാല്യൂ കൃത്യമായിട്ട് അറിയണം, എങ്കിലേ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് angular speed of a flywheel moving with a uniform angular acceleration changes from 1200 to 3120 rpm in 16 seconds. Angular acceleration in radian per second square. Angular acceleration കിട്ടണമെങ്കിൽ എളുപ്പമാണ്. ഫൈനൽ ആംഗുലാർ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. ഇവിടെ ആലോചിച്ച് നോക്ക്, ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി 1200 rpm ആണ്. അതിനെനിക്ക് 1200. ഇത് ഫ്രീക്വൻസി ആണ്, ω1 അല്ല എന്ന് ശരിക്കും മനസ്സിലാക്കുക. RPN, റൊട്ടേഷൻ പെർ മിനിറ്റ്. അപ്പോൾ F1 എഴുതാം 1200 rpm എന്ന് പറഞ്ഞാൽ 1200/60 which is equal to 20 per second. ഓക്കെ, ഇനി ω2 അല്ലെങ്കിൽ F2 തന്നിട്ടുണ്ട്. കൺഫ്യൂസ്ഡ് ആവണ്ട. F2 is equal to, listen, F2 is equal to 3120/60. ശരിയല്ലടാ? 3120/60. അപ്പൊ 6 അല്ലടാ 6 ഇവിടെ 5 വരും. എത്ര? 52. അത്ര പറ്റുന്നതാ? 5 പിന്നെ 12 62 അല്ലേ വരാ? 52 അല്ലേ? 52. ഓക്കെ, ഇനി ഇതാ ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ. ω2 ഞാൻ 2πf2 എന്ന് എഴുതും. മൈനസ് 2πf1 ഡിവൈഡഡ് ബൈ ടി. 2π into f2 minus f1 divided by t. ഇങ്ങനെ എഴുതാം. 2π into f2ന് പകരം ലിസൺ, f2ന് പകരം 52 മൈനസ് f1ന് പകരം എത്ര വരിക? 20 ഡിവൈഡ് ബൈ ടി എന്ന് പറഞ്ഞാൽ 60. ഓക്കെ, ആൻസർ ആയല്ലോ? ഓക്കെടാ, ഇതാണ് സംഭവം കേട്ടോ. അപ്പൊ നമുക്ക് ആൻസർ 2π into 32 divided by 16 which is equal to 4π. 4π ആയിരിക്കും ആൻസർ. നജ്മൽ എന്തോ ചോദിച്ചിട്ടുണ്ടല്ലോ, 2π/60 ചെയ്താൽ പോരെ RPM കൺവേർട്ട് ആക്കാൻ?
2 pi by 60 എന്ന് പറഞ്ഞാൽ ഒമേഗ അല്ലടാ. 2 pi by 60 എനിക്ക് മനസ്സിലായില്ല. എന്താ ഈ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. 60 എന്തുവാണോ? എടാ RPM എന്താ അതൊന്ന് പറഞ്ഞ. RPM എന്താ? 60 എന്താന്ന് ചോദിക്കുകയാണെങ്കിൽ RPM എന്താ നിങ്ങൾ എനിക്ക് പറഞ്ഞു. RPM എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ പെർ മിനിറ്റ് ആണ്. റൊട്ടേഷൻ പെർ മിനിറ്റ്. നമ്മൾ അതിനെ റൊട്ടേഷൻ പെർ സെക്കൻഡിക്ക് മാറ്റണം. പെർ മിനിറ്റിനെ പെർ സെക്കൻഡിക്ക് മാറ്റണം. പെർ മിനിറ്റിനെ പെർ സെക്കൻഡിക്ക് മാറ്റണമെങ്കിൽ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് സംഭവം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ ലാസ്റ്റ് സെക്ഷനിലാണ് നിൽക്കുന്നത്. എ വീൽ ഹാസ് ആംഗുലാർ ആക്സിലറേഷൻ 3 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ആൽഫ നമുക്ക് കിട്ടി. ഓക്കെ, ഇനീഷ്യൽ ആംഗുലാർ സ്പീഡ് 2 റേഡിയൻ പെർ സെക്കൻഡ്. ഇൻ എ ടൈം 2 സെക്കൻഡ് ഇറ്റ് ഹാസ് റൊട്ടേറ്റഡ് ത്രൂ ആൻ ആംഗിൾ ഓഫ് 2 സെക്കൻഡിൽ എത്ര ആംഗിൾ തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. എടാ വീൽ ഹാസ് ആൻ ആംഗുലാർ ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, ഇനീഷ്യൽ ആംഗുലാർ സ്പീഡ് തന്നിട്ടുണ്ട്, 2 സെക്കൻഡിൽ എത്ര ആംഗിൾ തിരിഞ്ഞു. സിമ്പിൾ. തീറ്റ ഇസ് ഈക്വൽ ടു എത്ര ആംഗിൾ തിരിഞ്ഞു എന്നല്ലേ പറഞ്ഞത്? ഒമേഗ 0t പ്ലസ് ഹാഫ് ആൽഫ ടി സ്ക്വയർ. ഇനീഷ്യൽ ആംഗുലാർ സ്പീഡ് 2 ഇൻറ്റു 2 ടൈം 2 ആണ്. ഹാഫ് ഇൻറ്റു ആൽഫ 3 ഇൻറ്റു 2 സ്ക്വയർ which is equal to 4 plus 6 that is 10 radian. Okay da, 10 radian. Next one, a solid cylinder mass 2 kilogram, radius 4 centimeter, is rotating about its axis at the rate 3 rpm rotation per minute. Torque required to stop it after 2 pi revolution. Torque required to stop it after 2 pi revolution. Tau equal to I alpha എന്ന് എഴുതാം. സോളിഡ് സിലിണ്ടർ ആയതുകൊണ്ട് ഐക്ക് പകരം mr² by 2 into ആൽഫ. ഇതാണ് ടോർക്ക്. എടാ എം എത്രയാ? വേഗം പറ. 2. റേഡിയസ് 4 സെന്റിമീറ്റർ ആണ്. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 16 into 10⁻⁻⁴ ഡിവൈഡഡ് ബൈ 2. ഇനി ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവ്. ആൽഫ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. ഓക്കെടാ, ഇതിന്റെ സോളിഡ് സിലിണ്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലാർ വെലോസിറ്റി എന്നുണ്ട് 3 rpm. 2 pi റവല്യൂഷൻ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടോർക്കല്ലേ വേണ്ടത്. ഞാനൊരു കാര്യം ചെയ്തു. ഫൈനൽ ആംഗുലാർ വെലോസിറ്റിന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റിന്റെ സ്ക്വയർ പ്ലസ് 2 ആൽഫ തീറ്റ ഇങ്ങനെ എഴുതി. സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫൈനൽ ആംഗുലാർ വെലോസിറ്റി അത് 0 ആണ്. ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി 3 rpm ആണ്. 3 റൊട്ടേഷൻ പെർ മിനിറ്റ്. അത് ഫ്രീക്വൻസി ആണ്. എഫ് ആണ് തന്നിട്ടുള്ളത്. 3 rpm എന്ന് പറയുന്നത് which is equal to 3/60 second inverse. ഓക്കെ, എന്ന് പറഞ്ഞാൽ 3/60 which means 1/20. എടാ ഇതിന്ന് ഒമേഗ കിട്ടണമെങ്കിൽ 2 pi f ആണ്. That is 2 pi into 1/20 which is equal to pi/10. ശരിയായോ? ഇതാണ് ഇവിടുത്തെ ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. pi²/10² പ്ലസ് 2 ആൽഫ ഇൻറ്റു, ഇനിയാണ് വേണ്ടത് റിക്വയർഡ് ടു സ്റ്റോപ്പ് ആഫ്റ്റർ 2 pi റവല്യൂഷൻ. എടാ 1 pi റവല്യൂഷൻ ആണെങ്കിൽ 2 pi റേഡിയൻ കവർ ചെയ്തിട്ടുണ്ടാവും ആംഗിൾ. 2 റവല്യൂഷൻ ആണെങ്കിൽ 2 into 2 pi കവർ ചെയ്തിട്ടുണ്ടാവും. 3 റവല്യൂഷൻ ആണെങ്കിൽ 3 into 2 pi. 4 റവല്യൂഷൻ ആണെങ്കിൽ 4 into 2 pi. ഇവിടെ 2 pi റവല്യൂഷൻസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ടോട്ടൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് 2 pi into 2 pi. തീറ്റയ്ക്ക് പകരം അത് ചില ആളുകൾക്ക് കൺഫ്യൂസ്ഡ് ആവും. തീറ്റ ഒരു റവല്യൂഷൻ ആണെങ്കിൽ 2 pi, 2 ആണെങ്കിൽ 2 into 2 pi, n ആണെങ്കിൽ n into 2 pi. ഇവിടെ 2 pi റവല്യൂഷൻ ആണ്. ഇപ്പൊ 2 pi into 2 pi ഇങ്ങനെ വരും. കഴിഞ്ഞോടാ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്. 2 ആൽഫ ഇൻറ്റു അല്ലെങ്കിൽ മൈനസ് ഉണ്ട് 4 pi² is equal to pi² divided by 10². pi² ഒക്കെ പോയി. ഇതിന്ന് എനിക്ക് മനസ്സിലായത് ആൽഫ is equal to -1 divided by 800 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ഇതാണ് ആൽഫ -1 divided by 800. അത് നമ്മൾ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി. ലിസൺ, ആൽഫയ്ക്ക് പകരം നോക്കടാ, കേൾക്ക്, 1/800 മൈനസ് കൊടുക്കുക,
കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് റിട്ടാർഡേഷൻ ആണെന്ന് കാണിക്കാനാണ്. ഇത് ചെയ്താൽ കിട്ടുന്നതായിരിക്കും ഇവിടുത്തെ ആൻസർ. ശരിയല്ലടാ? അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 2 × 10⁻⁻6. ശരിയായോ? കുറച്ചൊന്നും ഇങ്ങനെ എല്ലാ ഏരിയ കൂടിയും കവർ ചെയ്ത് പോകേണ്ട ഒരു സംഭവം കേട്ടോ. 2019 ക്വസ്റ്റ്യൻ ആണ്. തിയറി കുറച്ച് അറിയുന്ന ആളുകൾക്ക് ചെയ്യാനും പറ്റും. ആദ്യം എന്താടാ എന്ന് കിട്ടിയത്? എ അല്ല കിട്ടുക, 2 × 10⁻6 ആട്ടോ. ഓക്കെ മാറിയതാവും, ശ്രദ്ധിക്കണം. 2 × 10⁻6. എടാ ഈ സെക്ഷനിലെ അവസാനത്തെ ക്വസ്റ്റ്യനിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നിട്ട് കുറച്ച് സമയം ബ്രേക്ക് ഇടാം. രസകരമായ ഒരു ക്വസ്റ്റ്യൻ. എ റോഡ് PQ ഓഫ് മാസ് m ആൻഡ് ലെങ്ത് L ഈസ് ഹിഞ്ചഡ് അറ്റ് P. പിയിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ലിസൺ, പിയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. റോഡ് ഈസ് കെപ്റ്റ് ഹൊറിസോണ്ടൽ. അതിങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ടാണ് ഈ റോഡ് കിടക്കുന്നത്. ക്ലിയർ അല്ലേ? ബൈ എ മാസ്ലെസ് string tied at Q as shown in the figure. When the string is cut, the initial angular acceleration of the rod is. വേഗം ക്വസ്റ്റ്യൻ വായിക്കേ. ഇങ്ങനെ റോഡിനെ ഇങ്ങനെ പിടിച്ചിങ്ങനെ നിർത്തിയേക്കാണ് ഈ പി എന്നുള്ള പോയിന്റിൽ. ഇവിടെ ഒരു സ്ട്രിങ് കെട്ടിയേക്കാം. സ്ട്രിങ് ആണ് കട്ട് ചെയ്തു. ഈ സാധനം ഇങ്ങനെ താഴോട്ട് വീഴൂലേ? ആ വീഴുന്ന സമയത്ത് ഇനീഷ്യൽ ആംഗുലർ ആക്സലേഷൻ വേണം. ലിസൺ, നോക്കേ, ഇവിടുത്തെ സ്ട്രിങ് കട്ട് ചെയ്യുമ്പോൾ ഇയാൾ വീഴാനുള്ള കാരണം ഇതിന്റെ വെയിറ്റ് അല്ലേ? ഇതാണ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mg. അത് ഞാൻ അവിടെ മാർക്ക് ചെയ്തു. ഇനി റൊട്ടേറ്റിംഗ് ആക്സിസിന് ഈ ഫോഴ്സ് വെയിറ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് L/2 ആണ്. ക്ലിയർ ആണല്ലോ? നമുക്ക് ഇവിടെ വളരെ സിമ്പിൾ ആയിട്ട് ഈ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാം. ടോ ഈക്വൽ ടു I ആൽഫ എന്ന് എഴുതും. ഈ സാധനം റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പൊ അവിടെ ടോർക്ക് ഇസ് ഈക്വൽ ടു I ആൽഫ. എടാ ടോർക്ക് കിട്ടണമെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ആക്സ് ഓഫ് റൊട്ടേഷൻ എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ ഈ സാധനം താഴോട്ട് വീഴാൻ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് mg ആണ്. ആക്സ് ഓഫ് റൊട്ടേഷൻ ഇതാണ് നമ്മളെ ആക്സ്. ഞാൻ പി എന്ന് മാർക്ക് ചെയ്താണ് ആക്സ്. അവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് L/2 ആണ്. ഓക്കെ. ഇനി ഈ പി എന്നുള്ള ആക്സിസിൽ ഈ റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ mL²/3 ആണ് ഇൻറ്റു ആൽഫ. ഓക്കെടാ, ഈ എല്ലും കട്ട് ചെയ്ത് കളയാം. നമുക്ക് എമ്മും പോകാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് ആൽഫ ഈക്വൽ ടു 3g/2L. 3g/2L. ശരിയായോ? ഓക്കെടാ. ഇപ്പോ നമുക്ക് ഈ ഒരു സെക്ഷൻ എല്ലാ ഭാഗവും ടച്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗം ടച്ച് ചെയ്യാതെ വിട്ടിട്ടില്ല. ഒരുപാട് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ ബാക്കിൽ കൂടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഇത് ഞങ്ങൾ തരുന്ന ഒരു ഉറപ്പാണ്. അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങളടുത്ത് പറയുന്നത്. കൃത്യമായിട്ട് അതിന്റെ ബാക്കിൽ കൂടണം. ഓക്കെ. എടാ ഇപ്പൊ നമ്മൾ ഇനി നമുക്ക് ഗ്രാവിറ്റേഷൻ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. വിശക്കുണ്ടോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. നിങ്ങൾക്ക് വിശക്കുണ്ടോ? എത്ര സമയം ബ്രേക്ക് വേണം? വേണ്ട, ഞാൻ ഇവിടെ എഴുതി എത്ര സമയം വേണം. ഫുഡ് കഴിക്കാൻ എത്ര സമയം വേണ്ട? വേമ്പറ 15 മിനിറ്റ് പോരെ? ഓക്കെ, വെരി ഗുഡ്. ഞാൻ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും. ഞാൻ ആഗ്രഹിച്ചതും 15 മിനിറ്റ് ആണ്. നജ്മൽ പറഞ്ഞതും 15 മിനിറ്റ് ആണ്. എടാ 15 മിനിറ്റിൽ ഫിക്സ് ചെയ്തു. വേഗം 15 മിനിറ്റ് മതി കേട്ടോ. അപ്പൊ നമുക്കിപ്പോ ഷാർപ്പ് 9 മണിയാണ്. നമുക്ക് ഏകദേശം 9:05 ആയിട്ടുണ്ട് അല്ലേ? ഒരു 9:20 നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഗ്രാവിറ്റേഷൻ ആണ് കേട്ടോ. 9:20 സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. എന്നാ വേഗം ഫുഡൊക്കെ കഴിച്ചു വാ. രാത്രി പഠിക്കലാണ് ഏറ്റവും രസം. വേഗം ഉറക്കൊന്നും വരുന്നില്ലല്ലോ? ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും വാട്ടോ. ഓക്കെ, നമുക്ക് 9:20 സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.
എത്തിയോടാ? എന്നാൽ പറ പറ പറ. ഓക്കെ ഓക്കെ ഓക്കെ, നജ്മിലെത്തി. സാറ. ഓക്കെ 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 അല്ലേ, നമുക്ക് മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇനി വൈകി വരുന്ന ആളുകൾ വൈകി വരട്ടെ. കഴിച്ചോടാ? ഫുഡൊക്കെ കഴിച്ചാ? ഓക്കെ, മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഗ്രാവിറ്റേഷൻ, എന്താ ഈ ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങളൊരു അഭിപ്രായം എന്താ? നിങ്ങളൊരു ഒപ്പീനിയൻ, ഈ ചാപ്റ്റർ ഏത് ടൈപ്പ് ചാപ്റ്ററാണ്? നമ്മൾ ഭയങ്കര ടഫായിട്ടുള്ള ചാപ്റ്ററാണോ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണോ? എടാ ഗ്രാവിറ്റേഷനിലെ ഓൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ഇക്വേഷനാണ് ഗ്രാവിറ്റേഷൻ ഉള്ളത്? അത് ചോദിച്ച ആളുടെ അടുത്ത് വെയിറ്റ് അബി അല്ലേ ചോദിച്ചത്? അബി ഞാൻ കണ്ടു, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇതാവണ്ട, ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ മെസ്സേജ് നോക്കും, നിങ്ങൾ ഇതുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോഴാണ് ഞാൻ അതിൽ മൈൻഡ് ചെയ്യാതിരിക്കുള്ളൂ. അതല്ലെങ്കിൽ ഞാനത് കൃത്യമായിട്ട് വായിക്കും, കാരണം നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഉറപ്പായിട്ട് വായിക്കും. അബിക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് അറിയോ? എന്റെ ചോദ്യം അതാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് അറിയോ? ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് അറിയോ? നജ്മൽ, ചില ക്വസ്റ്റ്യൻസ് കോംപ്ലിക്കേറ്റഡ് ആയി എന്ന് പറഞ്ഞാൽ നീറ്റ് ആണെങ്കിൽ അതൊന്നും ഇല്ലടാ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇതിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഓക്കെ, നമുക്ക് നോക്കാം. സിമ്പിളാ. എടാ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഇതിലെ ഇക്വേഷൻസ് അറിയാത്ത ആളുകൾ, ഇതിനകത്തെ ഇക്വേഷൻസ് അറിയാത്ത ആളുകളുണ്ടോ? അതാണ് ചോദ്യം. യെസ്, നജ്മൽ പറഞ്ഞാണ് എമ്മിന് പകരം ക്യൂ ഇട്ടാൽ ഗ്രാവിറ്റേഷനായി, കെക്ക് പകരം ജി ഇട്ടാൽ ഗ്രാവിറ്റേഷനായി. നോക്ക്, ഇത് അബി എന്തോ ചോദിച്ചിട്ട് പിന്നെ അബി ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അബി പോയാ? ഇതിലെ ഇക്വേഷൻസ് എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ക്യൂ എന്നുള്ള സ്ഥലത്ത് എം കൊടുക്കുക, കെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് പകരം ജി എന്ന് കൊടുക്കുക. ഇതായി ഗ്രാവിറ്റേഷനായി. ഞാൻ ചോദിക്കട്ടെ, അബിക്ക് വേണ്ടിയിട്ട് കേട്ടോ, അല്ലെങ്കിൽ ഇതിന്റെ ഇക്വേഷൻസ് അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒപ്പിക്കൽസ് ആണ്. കാരണം ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇക്വേഷൻ ഇങ്ങനെ മുഴുവൻ പറഞ്ഞു തന്നാലും നിങ്ങൾക്ക് അത് ഓർമ്മയിലൊന്നും നിൽക്കൂല. ഇക്വേഷൻ പഠിക്കുമ്പോൾ അതിന്റെ ഡെറിവേഷനും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് അങ്ങനെ പഠിക്കണം. നോക്ക്, ഇപ്പൊ ഒരു രണ്ട് ചാർജുകൾ Q1 Q2, ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് R. എടാ അവിടുത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ F is equal to K Q1 Q2 divided by R square അല്ലടാ. ഇനി രണ്ട് മാസ് M1 M2, ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് R. ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ G M1 M2 divided by R square ആണ്. നോക്കി, ഞാൻ പറഞ്ഞു Q ഉള്ള സ്ഥലത്ത് M, G ഉള്ള സ്ഥലത്ത് K. ഓക്കേടാ, ശരിയല്ലേ? സൗണ്ട് കിട്ടൂടാ, സൗണ്ട് കിട്ടും. സൗണ്ട് ഞാൻ ഇപ്പം മെല്ലെ മെല്ലെ ഇങ്ങനെ സംസാരിച്ച് വൈബ്രേറ്റ് ചെയ്ത് വലുതാക്കണ്ടേ കേട്ടോ. അല്ലാതെ മൈക്കിലൊന്നും പ്രശ്നമില്ലല്ലോ, കേൾക്കുന്നില്ലേ? ഞാൻ മെല്ലെ സംസാരിച്ചുകൊണ്ടുള്ള പ്രശ്നമല്ലേ? ഓഡിബിൾ അല്ലടാ? ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. എനിക്ക് റിപ്ലൈ കിട്ടണം. ഓക്കെ 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 ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇനി ശ്രദ്ധിച്ചോ, നിങ്ങളടുത്ത് ഒരാള് പോയിന്റ് ചാർജ്, ഒരു ക്യൂ ചാർജ്, ഒരു ക്യൂ ചാർജ് ഇതിന്ന് R ഡിസ്റ്റൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ചോദിച്ചു, KQ ഡിവൈഡ് ബൈ R സ്ക്വയർ. നിങ്ങൾ പഠിച്ചതാ. എടാ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു M മാസ് ഇതിന്ന് R ഡിസ്റ്റൻസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ആണെങ്കിൽ GM ഡിവൈഡ് ബൈ R സ്ക്വയർ. ഇത് നമ്മൾ വിളിക്കുന്ന പേര് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത് തന്നെയാണ്, അതിൽ സംശയമല്ല. ഇനി ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ KQ ബൈ R ആണ്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ -GM ഡിവൈഡ് ബൈ R. ഫോഴ്സ് എപ്പോഴും അട്രാക്ഷൻ ആയതുകൊണ്ടാണ് -GM ബൈ R. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്,
K Q1 Q2 divided by R. Gravitational potential energy in the equation Gm1 M2 divided by R minus Gm1 M2 divided by R. ഇലക്ട്രോസ്റ്റാറ്റിക്സ് അറിയുമെങ്കിൽ ഒരു സംശയമില്ല ഗ്രാവിറ്റേഷനും അറിയും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഒരു ഹോളോസ്ഫിയർ ആണെന്ന് വിചാരിക്കാം. ലിസൺ, ഒരു ഹോളോസ്ഫിയർ. ഓക്കെ, ഞാൻ വരച്ചു. ഈ ഹോളോസ്ഫിയർ അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് E in is equal to 0 ആണ്. സർഫസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് KQ divided by R square ആണ്. ഔട്ട്സൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് KQ divided by small r square ആണ്. ഹോളോസ്ഫിയറിന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻസൈഡിൽ 0, സർഫസിൽ GM divided by R square, ഔട്ട്സൈഡിൽ GM divided by small r square. ഞാനിപ്പോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എക്സാമിന് വേണ്ടി പഠിച്ചിട്ടുള്ള എന്താ പറയാ ഇലക്ട്രോസ്റ്റാറ്റിക്സുമായിട്ടൊരു കമ്പാരിസൺ ആണ് ഇപ്പൊ നടത്തുന്നത് കേട്ടോ. വെയിറ്റ്, ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സോളിഡ് നോൺ കണ്ടക്ടിങ് സ്പിയറിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സോളിഡ് നോൺ കണ്ടക്ടിങ് സ്പിയർ, ഇതൊരു സോളിഡ് നോൺ കണ്ടക്ടിങ് സ്പിയർ ആണെന്ന് വിചാരിച്ചു. ഇയാള് അതിന്റെ ഇൻസൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ പഠിച്ചതാണ് KQ by R cube into R. സർഫസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് KQ by R square. ഔട്ട്സൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് KQ divided by small r square. അതുപോലെ ഒരു സോളിഡ് നോൺ കണ്ടക്ടിങ് സ്പിയർ അതിന്റെ ഇൻസൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ് GM by R cube into R. എടാ, സർഫസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ് GM by R square. ഇനി ഔട്ട്സൈഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡ് GM divided by small r square. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്, വേറെ ഒന്നും ഇതിനകത്ത് ഇല്ല. ഇലക്ട്രോസ്റ്റാറ്റിക്സ് അറിയുന്ന ഒരാൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അവിടെ ഉള്ളത് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ ആണ്. നിങ്ങൾക്കറിയാം ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ GM divided by capital R square ആണ്. ശരിയല്ലേ? ബാക്കി എല്ലാ ഇക്വേഷനും നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. വളരെ ഈസിയാണ്. വേരിയേഷൻ ഓഫ് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഉണ്ടാകും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ഹൈറ്റില് H ഹൈറ്റില് ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ GH is equal to GM divided by R plus H whole square ആണ് അല്ലേ? ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, GM divided by R into 1 plus H by R whole square. ഇതിലൊന്നും കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. എടാ, ഇതിനെ ഞാൻ ഒന്നും കൂടെ മോഡിഫൈ ചെയ്തു, GM divided by capital R square into 1 plus H by R whole square എന്ന് കൊടുത്തു. ആ സ്ക്വയർ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാണ് GH എന്ന് പറയുന്നത്. ഈ കാണുന്ന GM by R square ഇത് സ്മോൾ g ആണ് നമുക്കറിയാം. അപ്പൊ ഇവിടുന്ന് GH is equal to സ്മോൾ g divided by 1 plus H by R whole square. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും GH is equal to small g divided by 1 plus H by R whole square. ഇങ്ങനെ എഴുതാം. എടാ, ഇനി Hന്റെ വാല്യൂ വളരെ വളരെ ചെറുതാന്ന് വിചാരിക്കുക. H വെരി വെരി ലെസ് കമ്പയർഡ് ടു R. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും. H വെരി വെരി ലെസ് കമ്പയർഡ് ടു R. അപ്പൊ നമ്മൾ ഒപ്പിക്കുന്ന ഒരു പണിയുണ്ട്. ഇതിന് GH is equal to G into 1 plus H by R whole raised to minus 2 എന്ന് എഴുതും. ഇതിനെ എക്സ്പാൻഡ് ചെയ്യും, ബൈനോമിയൽ തിയറം ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യും, ഹയർ പവേഴ്സ് ഓഫ് H by R നെഗ്ലക്ട് ചെയ്യും. അപ്പൊ അവിടുന്ന് GH is equal to G into 1 minus 2H by R. ഇങ്ങനെ നമുക്ക് കിട്ടും. ഇതാണ് ഹൈറ്റിനനുസരിച്ച് ഉണ്ടാകുന്ന വേരിയേഷൻ. ഇനി ഡെപ്തിനനുസരിച്ച് വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത് GD equal to G into 1 minus D by R. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഞാൻ ഇതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ഓടിച്ച് പറഞ്ഞു. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ ഇക്വേഷൻ ആണ്. ഹൈറ്റിനനുസരിച്ച് അതിലുണ്ടാകുന്ന വേരിയേഷൻ ഡിസ്കസ് ചെയ്തു. ഡെപ്തിനനുസരിച്ചും അതിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. H വെരി വെരി ലെസ് R ആണെങ്കിൽ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. വേഗം പറ. പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഏതെങ്കിലും ഭാഗം എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ പ്രോബ്ലത്തിലോട്ട് കിടക്കുകയാണ്. ഓക്കെ, വേഗം പറടാ. എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തത്? പോയോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, പ്രോബ്ലം ചെയ്യാം അല്ലേ? നോക്കാം.
Kinetic energy of a planet in an elliptical orbit about the sun. At position A, B, C are Ka, Kb, Kc respectively. If AC is the major axis and SB is the perpendicular to AC and AB. Okay, position of sun, yes, as shown in the figure. Then question വായിച്ചു നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ദാ എ ബി സി 3 പോയിന്റ് ഉണ്ട്. ഈ 3 പോയിന്റിൽ ഏത് പോയിന്റിലാണ് ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാം? കെപ്ലസ് ലോക്കങ്ങൾ പഠിച്ചതാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇവിടെ എക്സ്റ്റേണൽ ടോർക്ക് ഇല്ല, ആംഗുലർ മൊമെന്റം കൺസേർവ്ഡ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോ സണ്ണിനോട് ഏറ്റവും അടുത്ത് കിടക്കുമ്പോൾ വെലോസിറ്റി ഏറ്റവും കൂടുതലായിരിക്കും. വി ബിയിലെ വെലോസിറ്റി അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടിയ സ്ഥലത്ത് വെലോസിറ്റി ഏറ്റവും കുറവായിരിക്കും. കാരണം എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലെങ്കിൽ നമുക്കറിയാം L omega is equal to I omega, അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ആവട്ടെ, നമ്മളെ പ്രശ്നം എന്താണ്? നിങ്ങൾ ഇത്ര ഓർക്കുക, ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങുമ്പോൾ, എലിപ്സിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്, എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഫോക്കസിനോട് ചേർന്നുള്ള പോയിന്റ്, ഏറ്റവും കുറവ് വെലോസിറ്റി ഫോക്കസിനോട് ഏറ്റവും അകന്ന പോയിന്റ്. എടാ അങ്ങനെ വരുമ്പോൾ ഇവിടെ കൈനറ്റിക് എനർജിന്റെ ഒരു ഓർഡർ എങ്ങനെ? കെ എ ഗ്രേറ്റർ ദാൻ കെ ബി ഗ്രേറ്റർ ദാൻ ഏറ്റവും അകന്ന പോയിന്റ് കെ സി. ബി ആയിരിക്കും ആൻസർ. ശരിയല്ലേ? ഒരു പ്ലാനറ്റ് റിവോൾവ് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷനാണ് കേട്ടോ. അത് എല്ലാവരും ഓർക്കണം. ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ പ്ലാനറ്റ് കറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ വെലോസിറ്റി, ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടാവുന്നത് ഫോക്കസിനോട്, സണ്ണിനോട് ഏറ്റവും ചേർന്ന പോയിന്റിൽ ഏറ്റവും കുറവ് വെലോസിറ്റി ഉണ്ടാകുന്നത്, ഏറ്റവും കുറവ് കൈനറ്റിക് എനർജി ഉണ്ടാവുന്നത് ഫാർ അവേ ഫ്രം ദി സൺ. ഓക്കെ, എടാ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ കിടക്കുകയാണ്. ലിസൺ. എ പ്ലാനറ്റ് ഈസ് മൂവിങ് in an elliptical orbit is closest to the sun at a distance r1, farthest away from the sun at a distance r2. If v1 and v2 are the linear velocity of this point respectively, then v1 by v2. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആൻസർ പറടാ. എടാ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഒന്നുമില്ല. എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ കറങ്ങുമ്പോൾ സണ്ണിനോട് ഏറ്റവും അടുത്തുള്ള എയിലായിരിക്കും ഏറ്റവും കൂടുതൽ വെലോസിറ്റി ഉണ്ടാവുക. ബിയിലാണ് വെലോസിറ്റി അതിനേക്കാൾ കുറവായിരിക്കും. സിയിൽ ഏറ്റവും കുറവായിരിക്കും. വെലോസിറ്റി കുറഞ്ഞാൽ, കൂടുതലായാൽ അവിടെ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. അത്ര തന്നെ ഉള്ളൂ. എടാ അടുത്ത ക്വസ്റ്റ്യനിൽ സി ബി എ 3 ആൻസർ കിട്ടിയത്. സി ബി എ 3 ആൻസർ. ഓക്കെ, ബി ഒക്കെ വരുന്നുണ്ട് അല്ലേ? ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചല്ലോ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സണ്ണിന് ചുറ്റും പ്ലാനറ്റ് കറങ്ങുമ്പോൾ അവിടെ എക്സ്റ്റേണൽ ടോർക്ക് ഇല്ല. ഇന്റേണൽ ഫോഴ്സ് കാരണം, സണ്ണും പ്ലാനറ്റും നമ്മൾ അട്രാക്ഷൻ കാരണമാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു എപ്പോഴും പ്ലാനറ്ററി മോഷനിലെ ഏറ്റവും ബേസിക് ഐഡിയ ഹിയർ, എക്സ്റ്റേണൽ ടോർക്ക് is equal to 0. എടാ എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോ ഞാനൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് വരച്ചു. ആ എലിപ്സിന്റെ ഫോക്കസ് മാർക്ക് ചെയ്തു സണ്ണ്. നോക്കേ, വെയിറ്റ്, ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ഇവിടുത്തെ വെലോസിറ്റിയാണ് v1 എന്ന് വിചാരിക്കാം. ഇനി ഇവിടെ അടുത്ത പോയിന്റ് എടുത്തു. ഇവിടുത്തെ വെലോസിറ്റിയാണ് v2 എന്ന് വിചാരിക്കാം. ഓക്കെ, എക്സ്റ്റേണൽ ടോർക്ക് ഇല്ല, ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതാ ഈ പോയിന്റിലെ ആംഗുലർ, ഇത് എ എന്നുള്ള പോയിന്റ് ആയിട്ട് എടുത്തു, ഇത് ബി എന്നുള്ള പോയിന്റ് ആയിട്ട് എടുത്തു. ആംഗുലർ മൊമെന്റം അറ്റ് എ is equal to ആംഗുലർ മൊമെന്റം അറ്റ് ബി. എടാ എയിലെ ആംഗുലർ മൊമെന്റം m v1 r1, ഈ ഡിസ്റ്റൻസ് r1 ആണ്. ബിയിലെ ആംഗുലർ മൊമെന്റം m v2 r2, ഈ ഡിസ്റ്റൻസ് r2 ആണ്. എമ്മിന്റെ ടേമുകൾ ക്യാൻസൽ ചെയ്ത് പോയി. Now we can write v1 by v2 is equal to r2 divided by r1. ആർക്ക് ക്യാൻസർ കിട്ടിയെന്ന് നോട്ടെ. r2 divided by r1, r2 divided by r1. ബി ഓപ്ഷൻ. നിതാ കുറെ ആളുകൾ കിട്ടിയത്. എടാ സി കിട്ടിയ ആളുകൾ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ എല്ലാവരും ബി ആയോ? നേരത്തെ ആർക്കൊക്കെ സി ഒക്കെ കിട്ടിയിരുന്നല്ലടാ. ബി ഓപ്ഷൻ, ബി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ബി ഓപ്ഷൻ ആണ് ആൻസർ. ശരിയല്ലോ? ഈ ഒരു ബേസിക് ഐഡിയ ഓർക്കണം കേട്ടോ. അവിടെ ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും, എക്സ്റ്റേണൽ ടോർക്ക് 0 ആയിരിക്കും. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. സിമ്പിൾ ആണ് ഇത്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഫിഗർ ഷോസ് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഓഫ് എ പ്ലാനറ്റ് m about the sun. Yes,
The shaded area SCD എല്ലാവരും കണ്ടല്ലോ, is twice shaded area SAB. അപ്പോൾ ഇതിന്ന് എനിക്ക് മനസ്സിലായത് SCD equal to 2 times of SAB. ഏരിയ കേട്ടോ, ഏരിയ ഓഫ് SCD equal to 2 into area of SAB. 2 into area of SAB. ഇങ്ങനെ എഴുതി. If T1 the time for planet to move C to D and T2 time to move from A to B. എന്ന് ബിയിലോട്ട് മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈം T2 ആണ്. അങ്ങനെയാണെങ്കിൽ സിന്ന് ഡിയിലോട്ട് മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണ്? വേഗം പറഞ്ഞോ. എന്ന് ബിയിലോട്ട് മൂവ് ചെയ്യാൻ എടുക്കുന്ന ടൈം T2 ആണെങ്കിൽ ഈ ടൈം T2 ആണെങ്കിൽ ഈ ടൈം T1 ആണ്. T2 T1 തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ ഇത് മനസ്സിലാക്കണമെങ്കിൽ കെപ്ലേഴ്സ് ലോ അറിഞ്ഞാൽ മതി. ഏരിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഈസ് കോൺസ്റ്റന്റ് എന്നാ പറഞ്ഞത്. നോക്ക്, ആദ്യത്തെ ഏരിയ കവർ ചെയ്യാൻ എടുത്ത സമയം T2 ആണ്. അടുത്ത ഏരിയ എന്ന് പറഞ്ഞാൽ SCD എന്ന് പറയുന്ന ഏരിയ SADന്റെ ഇരട്ടിയാണ്. അപ്പൊ ഒരു സംശയമില്ല, ആദ്യത്തെ ഏരിയ കവർ ചെയ്യാനെടുത്ത ടൈം T2 ഈക്വൽ ടു T ആണെങ്കിൽ അടുത്ത ഏരിയ കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം T1 is equal to 2T ആയിരിക്കും. കാരണം ഡബിൾ ഏരിയ കവർ ചെയ്യണം. അപ്പൊ ഡബിൾ ടൈം പിടിക്കും. ഏരിയ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. Therefore here we can write T1 equal to 2T2. നിങ്ങൾ ആൻസർ വളരെ കറക്റ്റ് ആണ്. T1 is equal to 2T2. ശരിയല്ലേ? ഏരിയ ഇരട്ടിയാണ്, അപ്പൊ ഇരട്ടി സമയം പിടിക്കും. നെക്സ്റ്റ് വൺ. Period of revolution of a planet A around the sun is 8 times that of B. A-ന്റെ period of revolution B-ന്റെ period of revolution 8 times ആണ്. Distance of A from the sun is how many times greater than that of B from the sun? വേഗം. എന്താടാ വേ ഞാൻ വരയ്ക്കുന്നുണ്ട് അപ്പോഴേക്ക്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നോക്കിയോ, സണ്ണിന് ചുറ്റും ഒരു പ്ലാനറ്റ് കറങ്ങുകയാണ്. ആ പ്ലാനറ്റിന്റെ പീരീഡ് ഓഫ് റെവല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, കെപ്ലേഴ്സ് ലോ T² പ്രൊപ്പോർഷണൽ ടു R³ കേട്ടതല്ലേ? ആ എന്ന് പറയുന്നത് സണ്ണിനും പ്ലാനറ്റിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ക്ലിയർ ആണല്ലോ? നമുക്ക് വേണ്ടത് ഓക്കെ, എന്താ വേണ്ടത്? ഡിസ്റ്റൻസ് ഓഫ് A ഫ്രം ദി സൺ ഈസ് ഹൗ മെനി ടൈംസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് B ഫ്രം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. T² പ്രൊപ്പോർഷണൽ ടു R³ ആണ്. ഇതിന്ന് ഡിസ്റ്റൻസ് അല്ലേ വേണ്ടതടാ? ശ്രദ്ധിച്ച് കേൾക്ക്. R പ്രൊപ്പോർഷണൽ ടു T⁻² എന്ന് എഴുതാം, കുഴപ്പമില്ല. ഇനി RA ഡിവൈഡഡ് ബൈ RB ഈക്വൽ ടു TA ഡിവൈഡഡ് ബൈ TB ⁻²3. ഇങ്ങനെ ഞാൻ കൊടുത്തു. പീരിയഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ് A അറൌണ്ട് ദി സൺ ഈസ് 8 ടൈംസ് ദാറ്റ് ഓഫ് B എന്ന് പറഞ്ഞാൽ TA ഈക്വൽ ടു 8 TB ആണ്. TA ബൈ TB ഈസ് ഈക്വൽ ടു 8 ആണ്. 8⁻² എന്ന് വന്നു. എടാ, RA ഡിവൈഡ് ബൈ RB ഈസ് ഈക്വൽ ടു 8⁻²3. 8⁻² എന്ന് പറഞ്ഞാൽ എന്താ? 2³ എന്ന് പറഞ്ഞാൽ 4. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി RA ബൈ RB ഈസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. ദാറ്റ് ഈസ് RA ഈസ് ഈക്വൽ ടു 4RB. RA ഈക്വൽ ടു 4RB. നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ നോക്കട്ടെ. RA ഈസ് ഈക്വൽ ടു 4RB. എന്താടാ എ ഓപ്ഷൻ ആണല്ലോ ആൻസർ. എ 4 ടൈംസ് അല്ലേ? എ ആയിരിക്കും ആൻസർ. ഓക്കെ, അടുത്ത കേസ് കിടക്കല്ലേ. കെപ്ലേഴ്സ് ലോ ഉപയോഗിച്ച് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം. എടാ, നെക്സ്റ്റ് വൺ, ലിസൺ. Planet is moving in an elliptical orbit around the sun. T, V, E and L stands respectively kinetic energy. അപ്പൊ T എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ആണ്. ഓക്കെ, V എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, നെക്സ്റ്റ് വൺ E എന്ന് പറയുന്നത് ടോട്ടൽ എനർജി. മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെന്റം L എന്ന് പറയുന്നത് ആംഗുലാർ മൊമെന്റം. About the center of force, which of the following is correct? T is conserved. T എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എങ്ങനെയാണ് കൺസേർവ്ഡ് ആവുന്നത്? നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തില്ലേ. കൈനറ്റിക് എനർജി കോൺസ്റ്റന്റ് ഒന്നല്ല. ഇപ്പോ സണ്ണിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പോയിന്റിൽ കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. ഫാർ അവേ ഫ്രം ദി സൺ ആകുമ്പോൾ കൈനറ്റിക് എനർജി കുറവായിരിക്കും. അപ്പൊ കൈനറ്റിക് എനർജി ഈസ് കൺസേർവ്ഡ് എന്നുള്ള ഓപ്ഷൻ തെറ്റാണ്. V is always positive. V എന്താ? V എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പോസിറ്റീവ് അല്ല. നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈസ് ആൾവേസ് നെഗറ്റീവ്.
gm1m2 divided by r. അപ്പൊ ഇതും തെറ്റാണ്. E is always positive. E എന്നടാ E എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയാണ്. എടാ ടോട്ടൽ എനർജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ വഴിയെ കാണിച്ചു തരാം. -gmm ഡിവൈഡ് ബൈ 2r ആണ് ഇവിടുത്തെ ടോട്ടൽ എനർജി. അത് ഓൾവേസ് നെഗറ്റീവ്. ശരിയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. L is conserved. D നാരൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. L is conserved. ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആണ്. ശരിയാണ്. ഡി ടൈപ്പ് ചെയ്ത ആളുകൾ ശ്രദ്ധിക്കുക, അവർക്ക് ചെറിയ മിസ്കൺസെപ്റ്റ് ഉണ്ട്, അത് നമുക്ക് തീർക്കണം. L is conserved, but direction of vector L changes continuously. L is conserved, but direction of angular momentum vector changes continuously. റൊട്ടേഷനിലോട്ട് പോ. എങ്ങനെ ഞാൻ ആംഗുലാർ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്താന്ന് പറഞ്ഞത് ആലോചിക്കുക. റൊട്ടേഷൻ പഠിച്ചപ്പോൾ ആംഗുലാർ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്താണെന്ന് ഞങ്ങൾ എടുത്ത് പറഞ്ഞത്. ഒരു ബോഡി കറങ്ങുമ്പോൾ ആംഗുലാർ മൊമെന്റം ആക്സിസിലൂടെയാണെന്ന് പറഞ്ഞില്ലേ. എടാ ഈ ആംഗുലാർ മൊമെന്റിന്റെ ഡയറക്ഷൻ മാറുന്നുണ്ടോ? ഇല്ല, അത് ആക്സിസിലാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ആംഗുലാർ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡും സെയിം ആണ്, ഡയറക്ഷനും സെയിം ആണ്. സമ്മതിച്ചോ? ആംഗുലാർ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും, ഡയറക്ഷൻ ആക്സിസിലൂടെ ഉണ്ടാവുക. അപ്പൊ L is conserved, but direction of ഈ ഭാഗം ശരിയാണ്. ലിസൺ, L is conserved ശരിയാണ്. പിന്നെ പറയാണ് ബട്ട് ഡയറക്ഷൻ ഓഫ് വെക്ടർ L ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. ഡയറക്ഷൻ മാറുമോ? ഇല്ല. കിട്ടിയോടാ? പോയിന്റ് കിട്ടിയല്ലോ. അപ്പൊ ആൻസർ E ആണ് കേട്ടോ. അപ്പോൾ എനിക്കറിയാം പല ആളുകളും ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആണ്. തൊട്ടുമ്പത്തെ സെന്റൻസ് അതായിരുന്നല്ലോ, തൊട്ടുമ്പത്തെ പ്രോബ്ലത്തിൽ ഞാൻ അതല്ലേ പറഞ്ഞത്. അപ്പൊ അതെടുത്ത് ഇവിടെ പ്രയോഗിച്ചു, അപ്പൊ തെറ്റി. ഇതും തെറ്റാണ്. സി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത പോയിന്റ് വരാം. ശരിക്കും കേൾക്കുക, കേട്ടാ നിങ്ങൾക്ക് ഇത് മനസ്സിലാവടാ. എ ബോഡി ഓഫ് മാസ് 60 gram, മാസ് 60 gram ആണ്. എക്സ്പീരിയൻസ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 3 Newton when placed at a particular point. Magnitude of gravitational field intensity at that point. Magnitude of gravitational field intensity at that point. Simple question. പെട്ടെന്ന് നോക്കിയിട്ട് ആൻസർ പറ. ആര് പറയും നോക്കട്ടെ? ബി നജ്മൽ ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. നജ്മൽ ഇതിന്റെ തന്നെ ആൻസർ ആണെന്നാണ് ഉദ്ദേശിച്ചത്. ബി കുറെ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. എടാ ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ F/Q ആണ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ F/m ആണ്. ഇത്രയേ ഉള്ളൂ പണി. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു F/m. അതുകൊണ്ടാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണെന്ന് പറയുന്നത്. ഇവിടെ m3, മാസ് 60 × 10⁻³ Therefore, the answer is 50 Newton per kilogram. Very good. 50 Newton per kilogram. ശരിയല്ലടാ? ഓക്കെ. അതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരാം. സിമ്പിൾ ആണ് ഈ ചാപ്റ്റർ. 2 astronauts are floating in a gravitational free space after having lost contact with their spaceship. 2 astronauts are floating in gravitational free space after having lost contact with their spaceship. The two move towards each other, move away from each other, will become stationary. Keep floating at some distance between them. ആൻസർ പറ. എ. എടാ നിങ്ങൾ സ്പേസ് പോയി, സ്പേസ് ഷിപ്പിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഫ്രണ്ടും ഉണ്ട്. നിങ്ങൾ രണ്ടാളും സ്പേസ് ഷിപ്പിൽ നിന്ന് തെറിച്ചു പോയി എന്ന് വിചാരിക്കുക, അവിടുന്ന് പുറത്ത് ചാടി എന്ന് വിചാരിക്കുക. ഇനി നിങ്ങളെ ചുറ്റും ഒരു സാധനമല്ല, അപ്പൊ നിങ്ങളിൽ ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ രണ്ടാളുണ്ട്, ഒന്ന് നിങ്ങളും മറ്റൊന്ന് നിങ്ങളെ ഫ്രണ്ടും. നിങ്ങൾ തമ്മിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം നിങ്ങൾ അടുത്തോട്ട് വരും. ഓക്കെടാ? അപ്പൊ മൂവ് ടുവേഴ്സ് ഈച്ച് അതർ because the only force acting here is the mutual gravitational attraction between you and your friend. ഓക്കെടാ? കിട്ടിയല്ലോ? ആരോ സി എന്ന് പറഞ്ഞിട്ടുണ്ട്. സി എന്ന് പറഞ്ഞാൽ വിൽ ബിക്കം സ്റ്റേഷനറി. സ്റ്റേഷനറി അല്ലടാ, സ്റ്റേഷനറി അല്ല മോനെ. ഇത് അടുത്ത് വരിക ചെയ്യുക കേട്ടോ. അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. എ ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Kepler's third law states that square of period of revolution t of a planet around the sun is proportional to third power of average distance between sun and planet. T square equal to kr cube. Here k is a constant.
If the masses of sun and planet are m and m respectively, then as per Newton's law of gravitation of attraction between them, F is equal to g m by r square, where g is the gravitational constant. Relation between g and k is desired to as. ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ആ ക്വസ്റ്റ്യൻ വായിച്ച് പഠിക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് പഠിക്കുക. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കടാ. ഓക്കെ 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 ഞാൻ വരച്ച് കഴിയുമ്പോഴേക്കും നിങ്ങളെ വായന കഴിയണം. സ്റ്റാർട്ട് ചെയ്യട്ടെ. നോക്കി വരാം. നോക്കേ, ഇതൊരു ഓർബിറ്റ്. ഇതിന്റെ സെന്ററിൽ സൺ ഉണ്ട്. സണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. ഇനി ഇവിടെ ഒരു പ്ലാനറ്റ് ഉണ്ട്, മാസ് സ്മോൾ എം. ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് r ആണ്. ഇത് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ നമുക്കറിയാം g m1 m2 ഡിവൈഡ് ബൈ r സ്ക്വയർ, അല്ലെങ്കിൽ g ക്യാപിറ്റൽ m സ്മോൾ m ഡിവൈഡ് ബൈ r സ്ക്വയർ. ക്യാപിറ്റൽ r ആണോ സ്മോൾ r ആണോ? സ്മോൾ r. ഓക്കെ, സ്മോൾ r. ഇനി ഈ പ്ലാനറ്റ് സണ്ണിന് ചുറ്റും കറങ്ങുമ്പോൾ കെപ്ലർ പറയുന്നത് ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു ആർ ക്യൂബ് എന്നാണ് പറയുന്നത്. ഇതിന് ടി സ്ക്വയർ ഈക്വൽ ടു കെ ആർ ക്യൂബ് എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് രണ്ടും നമ്മളെ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ. ഈ കാണുന്നത് അതിന്റെ ടൈം പീരീഡ്. ഇനി അവർ ചോദിക്കുകയാണ് ഈ കെയും ജിയും നമ്മളെ കണക്ഷൻ എന്താണ്? കെയും ജിയും നമ്മളെ കണക്ഷൻ എന്താണ്? സിമ്പിൾ ആണ്. ഞാൻ കെയും ജിക്കും ഇടയിലുള്ള കണക്ഷനിലോട്ട് വരികയാണ്. ലിസൺ. എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ്. ഈ എഫ്, ഈ ഫോഴ്സ് ആണ് ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന് ഞാൻ ഇങ്ങനെ എഴുതി, എം ആർ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി എം എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതി. ഈ എമ്മും എമ്മും ക്യാൻസൽ ചെയ്തു. ഇവിടുന്ന് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ഇങ്ങനെ എഴുതി കൂടെ? എടാ, ഒമേഗ സ്ക്വയറിന് പകരം 2 ബൈ ടി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ ക്യൂബ്. നോക്കടാ, ലിസൺ ലിസൺ. 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി എം ഡിവൈഡ് ബൈ ആർ ക്യൂബ്. ഇനി ഈക്വൽക്ക് ടി സ്ക്വയർ ഈക്വൽ ടു, അല്ലെങ്കിൽ വേണ്ട ഒരു സ്റ്റെപ്പ് കൊണ്ട 4 സ്ക്വയർ ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു ജി എം ടി സ്ക്വയർ. ഓക്കെ, ഇത് എന്താ? ടി സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ ബൈ ജി എം ഇൻറ്റു ആർ ക്യൂബ്. ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇതിനെയാണ് അവർ ടി സ്ക്വയർ ഈക്വൽ ടു കെ ആർ ക്യൂബ് എന്ന് എഴുതിയത്. ഇവിടുന്ന് എനിക്ക് മനസ്സിലായി കെ ഈക്വൽ ടു 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എം. കെ ഈക്വൽ ടു 4 സ്ക്വയർ ബൈ ജി എം. എന്താണ് ആൻസർ ഉള്ളത്? ഓക്കെ ഓക്കെ, ആൻസർ കിട്ടി. ജി എം കെ ഈക്വൽ ടു 4 സ്ക്വയർ. ആർക്കും ആൻസർ കിട്ടിയിട്ടില്ലടാ. ജി എം കെ ഇസ് ഈക്വൽ ടു 4 സ്ക്വയർ. കെ ഈക്വൽ ടു ജി അല്ല, അങ്ങനെയൊക്കെ ആരും എഴുതിയിട്ടുണ്ട്. ജി എം കെ ഇസ് ഈക്വൽ ടു 4 സ്ക്വയർ. ഞാൻ ഒന്നും കൂടെ പറയാം, നിങ്ങൾക്ക് ആർക്കും ആൻസർ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഞാനൊരു സർക്കുലർ പാത്ത് ഓർബിറ്റ് കൺസിഡർ ചെയ്തു. അതിന്റെ സെന്ററിൽ സൺ എടുത്തു. പ്ലാനറ്റിനുള്ള ഡിസ്റ്റൻസ് r ആണ്. എടാ, ഈ സണ്ണും പ്ലാനറ്റും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ജി എം എം ബൈ ആർ സ്ക്വയർ ആണ്. ഇതാണ് അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? കെപ്ലേഴ്സ് ലോ പറയുന്നത് ടി സ്ക്വയർ ഈക്വൽ ടു കെ ആർ ക്യൂബ് അറിയാലോ. ഇനി എഫ് ഇസ് ഈക്വൽ ടു ജി എം വൺ എം ടു ഡിവൈഡ് ബൈ ആർ സ്ക്വയറിൽ എഫിന് ഞാൻ എം ആർ ഒമേഗ സ്ക്വയർ എന്ന് കൊടുത്തു. ഇതൊന്ന് ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ ക്യൂബിനും 2 ബൈ ടി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ ക്യൂബിനും കിട്ടി. എടാ, അതിനെ റീഅറേഞ്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ശ്രദ്ധിച്ചോ, ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4 സ്ക്വയർ ബൈ ജി എം ആർ ക്യൂബ് ആണ്. ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ ആർ ക്യൂബ് ആണ്. കെ ഇസ് ഈക്വൽ ടു 4 സ്ക്വയർ ബൈ ജി എം ആണ്. ജി എം കെ ഇസ് ഈക്വൽ ടു 4 സ്ക്വയർ. ജി എം കെ ഇസ് ഈക്വൽ ടു 4 സ്ക്വയർ. ഇനി എന്താ ചോദിക്കാനുള്ളത് ചോദിക്കാം. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് അറിയേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. സണ്ണിനെ ചുറ്റാൻ ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് എർത്തും സണ്ണും, അല്ലെങ്കിൽ പ്ലാനറ്റും സണ്ണും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇതാണ് നമുക്ക് ഇതിനകത്ത് അറിയേണ്ട ഒരു ബേസിക് ഐഡിയ. ഓക്കേടാ, ശരിയല്ലേ? ഞാൻ അടുത്ത പ്രോബ്ലത്തിൽ കിടക്കാണ്. ഓക്കെ ആയെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, എന്താരോ ചോദിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. Which one of the following plots represents
വേരിയേഷൻ ഓഫ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓൺ എ പാർട്ടിക്കിൾ വിത്ത് ഡിസ്റ്റൻസ് ആർ ഡ്യൂ ടു തിൻ സ്പെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് ആർ. വേ ആൻസർ പറഞ്ഞോ. നിങ്ങൾക്ക് ഇതറിയില്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അറിഞ്ഞാൽ മതി. ഒരു ഹോളോസ്ഫിയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഗ്രാഫ് ആയിരിക്കും ഒരു ഹോളോസ്ഫിയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ ഗ്രാഫ്. ഏത് ഓപ്ഷൻ ആൻസർ? ബി, നോ ഡൗട്ട്. ഞാൻ നേരത്തെ അതിന്റെ ഇക്വേഷൻ ഒക്കെ പറഞ്ഞു ചെയ്തു അല്ലെ. ഇൻസൈഡിൽ 0, സർഫസിൽ GM/r. ആരടാ എ എന്ന് പറഞ്ഞത്? എ സോളിഡ് സ്പിയറിന്റെ കേസ് ആണ്. ഇത് ഹോളോസ്ഫിയർ ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ. Two spheres of mass m and capital M are situated in air and the gravitational force between them is F. Space around the masses is now filled with a liquid of specific gravity. Specific gravity എന്ന് പറഞ്ഞാൽ relative density. The gravitational force now. ആദ്യം രണ്ട് മാസ് സ്മോൾ എം ക്യാപിറ്റൽ എം, അത് ഫ്രീ സ്പേസിൽ എയറിൽ വെച്ച സമയത്ത് ഫോഴ്സ് എഫ് ആണ്. എന്നാൽ ഈ രണ്ട് മാസുകൾക്കിടയിൽ ഒരു മീഡിയം വന്നാൽ ഫോഴ്സ് എന്തായിട്ട് മാറും? ഇതൊക്കെ ആൻസർ ഒരുപാട് ആളുകൾക്ക് ബി വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ബി ആയി? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ മീഡിയം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് മീഡിയം. ജി നമ്മൾ വിളിക്കുന്ന പേര് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. അത് മീഡിയത്തിന് ഡിപ്പെൻഡ് ചെയ്യൂല, അതൊരു കോൺസ്റ്റന്റ് ആണ്. സമയച്ചല്ലോ. Therefore the answer is B. Next one. A body weight 72 Newton moves from the surface of Earth at a height half of the radius of Earth. Then gravitational force exerted on the wall will be, and on the body will be. Okay. എടാ എർത്തിന്റെ സർഫസിന് എത്ര ഹൈറ്റ് വരെ കൊണ്ടുപോയി? ഹാഫ് ഓഫ് ദി റേഡിയസ് എന്ന് പറഞ്ഞാൽ h is equal to r/2 ആണ്. പുതിയ വെയിറ്റ് എത്രയാണെന്നുള്ള അല്ലേ? ഞാൻ അടുത്ത് പറഞ്ഞിരുന്നു h ഹൈറ്റിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ഡിവൈഡഡ് ബൈ 1 പ്ലസ് h/r ഹോൾ സ്ക്വയർ. ഇതെന്ന് പറഞ്ഞതാ. എടാ ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, mgh is equal to mg ഡിവൈഡ് ബൈ 1 പ്ലസ് h/r ഹോൾ സ്ക്വയർ. കഴിഞ്ഞു. h ഹൈറ്റിലെ വെയിറ്റ് mgh is equal to mg, സർഫസിലെ വെയിറ്റ് 72 ഡിവൈഡ് ബൈ 1 പ്ലസ് h/r. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും h/r എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 1 പ്ലസ് 1/2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3/2 ഹോൾ സ്ക്വയർ, which means 4 into 72 divided by 9. ഇത് കട്ട് ചെയ്താൽ 8 വരും. Therefore the answer is 32 Newton. ബി ഓപ്ഷൻ ആണ് ആൻസർ. എത്ര ആൾക്ക് ബി കിട്ടി എന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. വെരി ഗുഡ്. എടാ കുറച്ച് ആളുകൾക്ക് 32. നജിമൽ എവിടെ? കാണുന്നില്ലല്ലോ. കുറെ ബി കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. വെയിറ്റ്. നെക്സ്റ്റ് വൺ. Two particles of equal mass m, രണ്ടിന്റെ മാസ് സെയിം, go around a circle of radius r under the action of their mutual gravitational attraction. Speed v of each particle. Fast ആക്ക്. Speed v of each particle. ഞാൻ വരയ്ക്കുമ്പോഴേക്കും നിങ്ങൾ ചെയ്ത് കഴിയണം. സി എന്ന് ആൻസർ കിട്ടിയിട്ടുണ്ട്. കുറെ ആളുകൾക്ക് സി കിട്ടിയിട്ടുണ്ട്. നോക്കാം. നോക്കിയോ, ഇതാണ് നമ്മളെ സർക്കിൾ എന്ന് വിചാരിക്കട്ടോ. ലിസൺ. ഈ കാണുന്നതാണ് നമ്മളെ സർക്കിൾ. എടാ ഇതിനകത്ത് ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഇതാണ് നമ്മളെ സർക്കിൾ. ഇതില് ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ലിസൺ. എം. ഇവിടെ അടുത്ത ആളുണ്ട് എം. ഈ രണ്ട് പാർട്ടികൾക്കിടയിലെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? r അല്ല 2r ആണ്. ഇത് നമ്മളുടെ അട്രാക്ഷൻ കാരണമാണ് ഇത് കറങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിന് കറങ്ങാൻ ആവശ്യമുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് നമ്മളുടെ മ്യൂച്വൽ അട്രാക്ഷൻ എങ്ങനെ നമുക്ക് എഴുതണം? ഇത് നമ്മളെ മ്യൂച്വൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് GMM ഡിവൈഡ് ബൈ 4r². ഓക്കെ. ഇതാണ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, കറങ്ങാൻ ആവശ്യമുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുമല്ലോ. ചെയ്ത് നോക്ക്. ഇത് നമ്മളുടെ അട്രാക്ഷൻ ആണ് ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, which is equal to mv² divided by r. ക്യാൻസൽ ചെയ്ത് പോയി.
ഇതും ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി എം ഡിവൈഡ് ബൈ 4r, വി ഈക്വൽ ടു 1/2 ഇൻറ്റു റൂട്ട് ഓഫ് ജി എം ബൈ ആർ. 1/2 ഇൻറ്റു റൂട്ട് ഓഫ് ജി എം ബൈ ആർ. ശരിയല്ലേ? 2r എങ്ങനെ വന്നു? ഇതിനിടയിലുള്ള ഡിസ്റ്റൻസ് എത്രയാ? ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ അല്ലേ വേണ്ടത്? റേഡിയസ് എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? റേഡിയസ് ആർ. അപ്പോ രണ്ടും ഇതാ ഇങ്ങനെ പറഞ്ഞില്ലേ, 2 particles of equal masses go around a circle. ഒരു സർക്കിൾ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതാണ് ഒരു പാർട്ടിക്കിൾ. ദാ ഇവിടെയാണ് ഒരു പാർട്ടിക്കിൾ ഉള്ളത്, ഈ എം. ഇവിടെയാണ് അടുത്ത പാർട്ടിക്കിൾ ഉള്ളത്. അതിനിടയിലെ ഡിസ്റ്റൻസ് 2r ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ. എർത്തിന്റെ മാസ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. The earth revolves around the sun with an angular velocity 2 into 10 raised to minus 7 radian per second. In a circular orbit of 1.5 into 10 raised to 8 kilometer, force exerted by the sun on the earth in Newton. Question വായിക്കേ. എർത്തിന്റെ ആംഗുലാർ വെലോസിറ്റി തന്നിട്ടുണ്ട്, എർത്തിനും സണ്ണിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് റേഡിയസ് തന്നിട്ടുണ്ട്. ഇതാണ് സർക്കുലർ ഓർബിറ്റ് എന്ന് വിചാരിച്ചോ. ഈ കാണുന്നതാണ് സണ്ണ്, ഇവിടെയാണ് എർത്ത് ഉള്ളത്. ഇതാണ് എർത്ത്. ഓക്കെ, എർത്തിനും സണ്ണിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് ഞാൻ r ആയിട്ട് എടുത്തു. r is equal to 1.5 into 10 raised to 11 meter. ഓക്കെ, ഇനി ചോദിക്കുകയാണ് എർത്തും സണ്ണും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. എടാ, എർത്തും സണ്ണും തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ആണ് ഇവിടെ ഇതിന് കറങ്ങാൻ ആവശ്യമുള്ള ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, അവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് mr omega സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. എം എന്ന് പറഞ്ഞാൽ എർത്തിന്റെ മാസ്, ആ കറങ്ങുന്ന ബോഡീന്റെ മാസ്. അപ്പൊ 6 into 10 raised to 24. r എന്ന് പറഞ്ഞാൽ എർത്തിനും സണ്ണിനും ഇടയിലുള്ള ഡിസ്റ്റൻസ് 1.5 into 10 raised to 11. ഒമേഗ തന്നിട്ട് 2 into 10 raised to minus 7. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 4 into 10 raised to minus 14. ആൻസർ കിട്ടിയിട്ടുണ്ടോ? 8 അല്ലേ 11 അല്ല, 11 തന്നെയാണ്. കാരണം ഇത് കിലോമീറ്റർ ആണ്. ഇത് കിലോമീറ്റർ ആണ്. ശരിയായോ? അതിനെ മീറ്റർക്ക് മാറ്റണം. അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണിത്. 1.5 into 10 raised to 11 മീറ്റർ. ശരിയല്ലടാ? ശരിയായോ? ഓക്കെ, ശരിയായെന്ന് വിചാരിക്കുന്നത്. എടാ, ഇത് ചെയ്താൽ 3/2 2 36 36 into 10 raised to 21. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ അതിനകത്ത്? എന്തുകൊണ്ട് ഞാൻ 10 raised to 11 ആക്കി എന്ന് മനസ്സിലായല്ലോ? കിലോമീറ്ററിനെ മീറ്റർക്ക് മാറ്റി. ഓക്കെ അല്ലോ? Okay, then next one. If the mass of sun were 10 times smaller than the universal gravitational constant, mass of sun were 10 times smaller than universal gravitational constant, were 10 times larger than, if the mass of sun were 10 times smaller and the universal gravitational constant were 10 times larger, magnitude of which of the following is not correct? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് വാല്യൂ 10 ടൈംസ് കൂടുതലാണ്. ഓക്കെ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ അതിനുള്ള ഇക്വേഷൻ gm ഡിവൈഡ് ബൈ r സ്ക്വയർ ആണ് അല്ലേ? ഏത്? എർത്തിന്റെ സർഫസിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇത് സണ്ണിന്റെ മാസ് അല്ല, എർത്തിന്റെ മാസാണ്. ഇവിടെ മാറ്റം വരുത്തിയിട്ടുള്ളത് സണ്ണിന്റെ മാസാണ്. അപ്പൊ എർത്തിന്റെ മാസ് മാറിയിട്ടില്ല, എന്നാൽ ജീന്റെ വാല്യൂ 10 ടൈംസ് കൂടി. അങ്ങനെ ജീന്റെ വാല്യൂ 10 ടൈംസ് കൂടിയാൽ ഒരു സംശയമല്ല, സ്മോൾ ജി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടിയിട്ടുണ്ടാവും. സംഭവം മനസ്സിലായതോ? എർത്തിന്റെ മാസിൽ മാറ്റം വന്നിട്ടില്ല, എന്നാൽ ക്യാപിറ്റൽ ജി കൂടി. സണ്ണിന്റെ മാസ് മാറിയിട്ടുണ്ട്, അത് നമുക്ക് വിഷയമല്ല. റെയിൻ ഡ്രോപ്സ് വിൽ ഫോൾ ഫാസ്റ്റർ. ജി കൂടിയാൽ റെയിൻ ഡ്രോപ്സിന്റെ സ്പീഡ് കൂടും. വാക്കിംഗ് ഓൺ ദി ഗ്രൗണ്ട് വുഡ് ബിക്കം മോർ ഡിഫിക്കൽട്ട്. അതും ജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഓൺ ദി എർത്ത് വുഡ് ഡിക്രീസ്. നമുക്കറിയാം ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2π√L/g ആണ്. ജിന്റെ വാല്യൂ കൂടിയാൽ ടൈം പീരീഡ് കുറഞ്ഞിട്ടുണ്ടാകും. അതിലും കൺഫ്യൂഷൻ ഇല്ല. ജി ഓൺ ദി എർത്ത് വിൽ നോട്ട് ചേഞ്ച് ചെയ്യും. എന്താ? ഇൻകറക്റ്റ് ആണ് വേണ്ടത്. അപ്പൊ ഇതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള ആള്, ബാക്കിയൊക്കെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ശരിയല്ലടാ? ഓക്കെ, നെക്സ്റ്റ് വൺ. എ സ്പെറിക്കൽ പ്ലാനറ്റ് ഹാസ് എ മാസ് mp and diameter dp. A particle of mass m falling freely near the surface of the planet
will experience an acceleration due to gravity equal to. Question വായിക്കേ. പ്ലാനറ്റിന്റെ മാസ് തന്നിട്ടുണ്ട് mp, അതിന്റെ ഡയമീറ്റർ dp ആണ്, ഒരു മാസ് അതിലോട്ട് വീഴുകയാണ്, ആ മാസിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താ നജ്മൽ എന്തോ ചോദിച്ചിട്ടുണ്ടല്ലോ? നജ്മൽ പറ. നോട്ട് കറക്റ്റ്. ഓക്കെ തൊട്ട് മുമ്പത്തെ കേസാണ് അല്ലേ? ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒരു സംശയമില്ല, gmp ഡിവൈഡ് ബൈ rp സ്ക്വയർ ആയിരിക്കും. rp എന്ന് പറഞ്ഞാൽ ആ പ്ലാനറ്റിന്റെ റേഡിയസ് ആണ്. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, gmp ഡിവൈഡ് ബൈ dp by 2 whole square. എഴുതിക്കൂടെ? which means 4gmp divided by dp square. ശരിയാടാ? 4gmp divided by dp square. ഏത് ഓപ്ഷൻ ആൻസർ? എ. ശരിയല്ലേ? എ ഓപ്ഷൻ ആയിരിക്കും ആൻസർ. ഓക്കെ, എങ്ങനെടാ നജ്മൽ? ഡി അല്ല കേട്ടോ, 2 മാസം ഉണ്ടാവില്ല, ഒരു മാസം ഉണ്ടാവുള്ളൂ. ഇത് തെറ്റാണ്. എ ഓപ്ഷൻ ആയിരിക്കും ആൻസർ. നെക്സ്റ്റ് വൺ. Imagine a new planet having same density as that of Earth, but 3 times bigger than Earth size. അപ്പോൾ radius 3 times കൂടുതലാണ്. If the acceleration due to gravity on the surface of Earth is g, then acceleration due to gravity on the new planet is. Density same ആണ്, റേഡിയസിലാണ് മാറ്റമുള്ളത്. അപ്പോൾ നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ ഡെൻസിറ്റിന്റെ ടേമിൽ എഴുതണടാ. ജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ gm ഡിവൈഡ് ബൈ r സ്ക്വയർ ആണ് അല്ലേ? ഇത് നമുക്ക് g ബൈ r സ്ക്വയർ അവിടെ നിൽക്കട്ടെ. മാസിന് ഞാൻ 4/3 പൈ r ക്യൂബ് റോ എന്ന് കൊടുത്തു, വോളിയം ഇൻറ്റു ഡെൻസിറ്റി. എടാ ഇതിന്ന് g ഈക്വൽ ടു, ശ്രദ്ധയോടെ കേൾക്ക്, ആദ്യം ഞാൻ 4/3 എഴുതി, പിന്നെ പൈ എഴുതി, g എഴുതി. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ r സ്ക്വയറും r ക്യൂബും കൂടെ ക്യാൻസൽ ചെയ്താൽ പിന്നെ അവിടെ ഒരു r ഉണ്ടാവുള്ളൂ, റോ ഇങ്ങനെ വരിക. ഇനി പറയുന്നത് ശരിക്കും കേൾക്ക്, 4/3 ഒരു കോൺസ്റ്റന്റ് ആണ്, പൈ കോൺസ്റ്റന്റ് ആണ്, g കോൺസ്റ്റന്റ് ആണ്. ഈ പ്രോബ്ലത്തിൽ r റോ ഡെൻസിറ്റി സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സെയിം ഡെൻസിറ്റി. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് g പ്രൊപ്പോർഷണൽ ടു എങ്ങനെ കൊടുക്കണം? ക്യാപിറ്റൽ r എന്ന് കൊടുക്കണം. ശരിയല്ലേ? ഇനി പറയാണ് 3 ടൈംസ് ബിഗർ ദാൻ, പുതിയ പ്ലാനറ്റിന്റെ r 3 ടൈംസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 3 ടൈംസ് കൂടും, 3 ടൈംസ് കൂടും. Therefore the answer is 3g. നജ്മൽ ലെടാ, എനി ഡൗട്ട്? ഓക്കെ, ശരിയായോ? ഓക്കെ. ആദ്യം എ എന്ന് ടൈപ്പ് ചെയ്തിരുന്നു, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മനസ്സിലായല്ലോ? ഓക്കെ ആണോന്ന് പറ. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി, വേരിയേഷൻ ഓഫ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഫോർ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി. അതാണ് ഈ എഴുതിയത്. ഓക്കെ, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി. എടാ അടുത്ത ക്വസ്റ്റ്യൻ. എ ബോഡി വെയ്സ് 200 ന്യൂട്ടൺ ഓൺ ദി സർഫസ് ഓഫ് എർത്ത്. How much will it weigh halfway down the center of earth? താഴോട്ട് how much it weighs halfway down to the center of earth. gd നേരത്തെ ഞാൻ പറഞ്ഞതാണ്, gd is equal to g into 1 minus d by r. ഓക്കെ, ഇതിൽ കൃത്യമായിട്ട് ഡെപ്ത്, എത്ര ഡെപ്താ പോയത് താഴോട്ട്, എത്ര ഡെപ്താ പോയത്? r/2 ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമുക്ക് d by r is equal to 1/2 ആണ്. ഇതിൽ നോക്കടാ, mgd, d ഡെപ്തിലെ വെയിറ്റ് is equal to mg into 1 minus 1/2. mg ന്റെ വാല്യൂ 200 ആണ്, into 1/2. Therefore the answer is 100 Newton. Okay, ശരിയായോ? Next one. അടുത്ത ക്വസ്റ്റ്യൻ. Starting from the center of earth, having radius r, variation of g is shown. Starting from the center of earth, പല ആളുകളും ആൻസർ പെട്ടെന്ന് കിട്ടി, ബി. ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇതൊരു സോളിഡ് സ്പിയർ പോലെ ബിഹേവ് ചെയ്യണം. ഈ സെന്ററിന്ന് പോകുമ്പോ, ലിസൺ, സെന്ററിന്ന് ഇങ്ങനെ പോകുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എന്ത് സംഭവിക്കും? സെന്ററിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈ സെന്റർ is equal to 0. ഇൻസൈഡിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ പറഞ്ഞതാണ് gm by r cube into r, അതായത് E in proportional to r.
സർഫസിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി gm/r². നമ്മൾ സോളിഡ് സ്ഫിയറിന്റെ പറയുന്ന പോലെ അല്ലേ, ഔട്ട്സൈഡിലെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി gm/small r², അല്ലെങ്കിൽ E out proportional to 1/r². ഓക്കേടാ, ഒരു സംശയമില്ല, ബി ഓപ്ഷൻ ആണ് ആൻസർ. ഒരുപാട് ആളുകൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നീറ്റ് 2016 ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, work done to raise a mass m from the surface of earth to height h, which is equal to radius of earth. എങ്ങനെയാണ് അത് ചെയ്യാം എനിക്കറിയില്ല. എർത്തിന്റെ സർഫസിന് h ഹൈറ്റിലോട്ട് പൊക്കണം. ആ h എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്ത് ആണ്. ഇതിനാവശ്യമുള്ള വർക്ക് ഞാൻ പറയട്ടെ, കേൾക്കട്ടെ, എല്ലാവരും കേൾക്ക്. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ആർക്കൊക്കെ എന്തൊക്കെ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്, സംശയമുണ്ട്. കേൾക്ക്, ഇതാണ് എർത്ത് എന്ന് വിചാരിച്ചോ. എർത്തിന്റെ സെന്ററിൽ ഒരു ബോഡി ഉണ്ട് 1. എടാ, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി 1 എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജി -gm/r ആണ്. r എന്ന് പറയുന്നത് എർത്തിന്റെ റേഡിയസ് ആണ്. ഇനി ഞാൻ ഇവിടുന്ന് h ഹൈറ്റിലോട്ട് ബോഡീനെ പൊക്കി 2 എത്തിച്ചു. ഇതിന്റെ റേഡിയസ് r ആണ് കേട്ടോ. എടാ, അവിടുത്തെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി u2 is equal to -gmm/r+h ആണ്. ശരിയല്ലേ? ഇവിടുത്തെ ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ΔU is equal to u2 minus u1. ഇങ്ങനെ നമുക്ക് എഴുതാം. which is equal to -gmm/r+h -gmm/r. ഇങ്ങനെ എഴുതിക്കൂടെ? which means ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, gmm/r -gmm/r+h. ഇതാണ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇതിനെയാണ് നമ്മൾ വർക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞു. എടാ, ഇതിനകത്ത് എല്ലാത്തിലും കോമൺ ആയിട്ട് കിടക്കുന്ന ആള് gmm ആണ്. അത് പുറത്തെടുത്താൽ നമുക്ക് കിട്ടുന്നത് 1/r - 1/r+h ആണ് അല്ലേ? ഇതാണ് ഇവിടുത്തെ വർക്ക്. പക്ഷെ എച്ചിന്റെ വാല്യൂ കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, h is equal to r എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ചത് gmm into 1/r minus 1/2r. ഇതും കൂടെ ആറും കൂടെ നമ്മൾ പുറത്തെടുത്താൽ gmm /r into 1 minus 1/2 എന്ന് വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടുത്തെ വർക്ക് ഡൺ is equal to gmm /2r. ഇതാണ് ആക്ച്വലി വർക്ക് ഡൺ. പക്ഷെ അങ്ങനെ ഒരു ആൻസർ അതിനകത്ത് ഇല്ല. gmm/2r ഇല്ല, സ്മോൾ ജിന്റെ ടേമിലാണ് ഉള്ളത്. അങ്ങനെ സ്മോൾ ജിന്റെ ടേമിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു പണി, വർക്ക് ഡൺ is equal to gm m അവിടെ നിൽക്കട്ടെ, ഈ 2r പകരം r² എന്ന് എഴുതി. അപ്പൊ ഇവിടെ ഒരു r കൊടുത്തു, കുഴപ്പമില്ലല്ലോ. ഇനി എനിക്ക് നിങ്ങളടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, gm/r² എന്നതാ. gm/r², അത് സ്മോൾ ജി അല്ലേ? therefore work done is equal to mgr/2. mgr/2 അല്ലെങ്കിൽ gm പകരം gr² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, mgr/2. ഏത് ഓപ്ഷനാണ് ആൻസർ? ഹാഫ് mgr. നിങ്ങൾ എന്തൊക്കെയാ ഹാഫ് mgr? ശരിയല്ലോ, mgr/2. എടാ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് വൺ. ലിസൺ. At what height from the surface of earth gravitational potential and the value of gr -5.4 into 10⁻⁷. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എപ്പോഴും മൈനസ് ആണ് വരിക അല്ലേ? and 6 meter/s² respectively take radius of earth as 6400 kilometer. എർത്തിന്റെ സർഫസിന് എത്ര ഹൈറ്റിലാണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഈ പറയുന്നതും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈ പറയുന്നതും ആവും. പറയട്ടെ, കേൾക്ക്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ h ഹൈറ്റിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ -gm/r+h ആണ്. ആ h ഹൈറ്റിലെ ഗ്രാവിറ്റേഷണൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി gm/r+h² ആണ്. എടാ, ഇതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് -5.4 into 10⁻⁷. ഇപ്പുറത്തെ വാല്യൂ 6 തന്നിട്ടുണ്ട്. പണി കഴിഞ്ഞു. ഇത് കിട്ടിയല്ലോ, മൈനസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. എടാ, ഞാനൊരു കാര്യം ചെയ്തു, v/g കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ v/g. അപ്പൊ എന്താണ് കിട്ടുക? gm/r+h/gm/r+h², അതായത് r+h, which is equal to 5.4 into 10⁻⁷ divided by 6.
54 into 10 raised to 6 divided by 6. That is r plus h is equal to, listen, r plus h is equal to 9 into 10 raised to 6. ശരിയല്ലേ? h is equal to 9 into 10 raised to 6 minus റേഡിയസ് വർത്ത് എത്രടാ? 6.4 into 10 raised to 6. ഓക്കെ, അപ്പൊ പവർ 10 raised to 6 ആണ്. ഓക്കെ, 9 minus 6.4, 9 minus 6.4 എത്രയാണ് വരിക? 2.6. 2.6 into 10 raised to 6 meter. അങ്ങനെ ഓപ്ഷൻ ഇല്ലല്ലോ? ഉണ്ട്. 2.6 into 10 raised to 6 meter എന്ന് പറഞ്ഞാൽ 2600 കിലോമീറ്റർ. 2600 കിലോമീറ്റർ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, കുറെ ആളുകൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ക്ലിയർ ആണല്ലോ? രണ്ടിന്റെ റേഷ്യോ എടുത്താൽ വളരെ പെട്ടെന്ന് ആൻസറിൽ എത്തും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. Infinite number of bodies, each of mass 2 kg, are situated on x-axis at 1 meter, 2 meter, 3 meter, 8 meter, respectively from the origin. Resultant gravitational potential due to this system at the origin will be. Question വായിക്കൂ. എല്ലാവരും ക്വസ്റ്റ്യൻ വായിക്കേ. ഞാനൊരു പിക്ചറൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോഴേക്ക് ക്വസ്റ്റ്യൻ വായിക്കേ. വായിച്ചല്ലോ? നോക്കിക്കോ, ലിസൺ. നമ്മൾ ഇതിനെ കാണേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം ദാ ഒറിജിൻ മാർക്ക് ചെയ്തു. കണ്ടല്ലോ? ഒറിജിൻ മാർക്ക് ചെയ്തു. ഇനി ഈ ഒറിജിനിലെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ വേണ്ടത്. 1ല് ഒരു 2 കിലോഗ്രാം മാസ് ഉണ്ട്, 2ല് ഒരു 2 കിലോഗ്രാം മാസ് ഉണ്ട്, 4ല് 2 കിലോഗ്രാം മാസ് ഉണ്ട്, 8ല് 2 കിലോഗ്രാം മാസ് ഉണ്ട്. ഇവിടെയൊക്കെ 2 കിലോഗ്രാം മാസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ഒറിജിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. എടാ, ഒറിജിന് ഇതിലോട്ടുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ അല്ലേ? ആദ്യത്തെ ആള് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ Vm is equal to -g into 2 divided by 1. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ആള് പ്രൊഡ്യൂസ് ചെയ്യുന്നത് -g into 2 divided by 2. മൂന്നാമത്തെ ആള് പ്രൊഡ്യൂസ് ചെയ്യുന്നത് -g into 2 divided by 4. നാലാമത്തെ ആൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് -g into 2 divided by 8 മൈനസ് എക്സെട്ര. അങ്ങനെ പോകും. എടാ, ഇതിൽ കോമൺ ആയിട്ട് എനിക്ക് പുറത്തെടുക്കാൻ പറ്റുന്നത് -2g എനിക്ക് പുറത്തെടുക്കാം. ഇനി ഫസ്റ്റ് ടേം 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് നിങ്ങളടുത്ത് ചോദിക്കാനുള്ളത് ഈ കാണുന്നത് എന്താണ്? വേമ സം ഓഫ് n ടേംസ് ഇൻ എ GP. എടാ, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n ടേംസ് ഇൻ എ GP, അതിന്റെ സമ്മ് a ഡിവൈഡഡ് ബൈ 1 മൈനസ് r ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടുത്തെ ഫസ്റ്റ് ടേം a എന്ന് പറയുന്നത് 1 ആണ്. ഇവിടുത്തെ കോമൺ റേഷ്യോ കിട്ടണമെങ്കിൽ ഈ കാണുന്ന സെക്കൻഡ് ടേം നിന്ന് ഫസ്റ്റ് ടേം ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ തേർഡ് ടേം സെക്കൻഡ് ടേം ഡിവൈഡ് ചെയ്യുക. അപ്പൊ കോമൺ റേഷ്യോ 1/2 ആണ്. അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ ആയി -2g into a by 1 minus r, 1 divided by 1 minus 1/2. എടാ, 1 minus 1/2 എന്ന് പറഞ്ഞാൽ 1/2 ആണ് അല്ലേ? Therefore the answer is -4g. B എന്ന ആൻസർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് -4g. ശരിയായോ? -4g. ഓക്കെ, നെക്സ്റ്റ് വൺ. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. Escape velocity from Earth's surface is v. Escape velocity from the surface of another planet having a radius 4 times that of Earth and same mass density. Okay. അപ്പൊ നമുക്ക് എസ്കേപ്പ് വെലോസിറ്റിനെ സെയിം മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡെൻസിറ്റിന്റെ നമുക്ക് മാറ്റാം. നിങ്ങൾക്കറിയാം എസ്കേപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √2gm ഡിവൈഡ് ബൈ r ആണ്. ഇതിൽ സംശയമില്ലല്ലോ. എടാ, ഇതിന് നമുക്ക് √2g
എമ്മിന് പകരം 4/3 പൈ ആർ ക്യൂബ് റോ ഡിവൈഡഡ് ബൈ ആർ. ക്ലിയർ ആണല്ലോ? ദിസ് ഇസ് ഈക്വൽ ടു ലിസൺ റൂട്ട് ഓഫ് 8/3 പൈ. നോക്കിയോ ഞാൻ എങ്ങനെ എഴുതുന്നത്? സോറി 2 അല്ലേ, 2ഉം 4 മൾട്ടിപ്ലൈ ചെയ്തു 8/3 പിന്നെ പൈ എഴുതി. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ജിനെ കാണിച്ചു. ആർ ക്യൂബും ഈ ആറും കൂടെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ ആർ സ്ക്വയർ വരും, പിന്നെ അവിടെ റോയും ഉണ്ടാവും. ഇങ്ങനെ വരൂലേ? ഇനി ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ലിസൺ 8/3 കോൺസ്റ്റന്റ് ആണ്, പൈ കോൺസ്റ്റന്റ് ആണ്, ജി കോൺസ്റ്റന്റ് ആണ്, റോയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും വി ഇ പ്രൊപ്പോർഷണൽ ടു റൂട്ട് ആർ സ്ക്വയർ അല്ലെങ്കിൽ വി ഇ പ്രൊപ്പോർഷണൽ ടു ആർ. ഇനി escape velocity from the surface of another planet having radius 4 times. Radius 4 times ആയി, escape velocity 4 times ആയിട്ടുണ്ടാവും. Therefore the answer is 4v. ശരിയല്ലേ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? ഓക്കെ, 4v ആയി. Next one. Listen. A particle of mass m is projected with a velocity v equal to kve, where k less than 1 from the surface of Earth. v is the escape velocity. Maximum height above the surface of Earth it will reach. അപ്പൊ എസ്കേപ്പ് വെലോസിറ്റിനേക്കാൾ ചെറിയ വെലോസിറ്റിയിലാണ് എത്തിയത്. എർത്തിന്റെ സർഫസിൽ മാക്സിമം എത്ര ഹൈറ്റിലെത്തും? അതാണ് ചോദ്യം. ഞാൻ ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ലിസൺ, ശരിക്കും കേട്ടോ, സ്റ്റാർട്ട് ചെയ്യല്ലേ? നോക്ക്, ഇതാണ് എർത്ത് എന്ന് വിചാരിച്ചോ. ഈ എർത്തിന്റെ സർഫസിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഇതിനെ ഇവിടുന്ന് ഞാൻ പ്രൊജക്ട് ചെയ്യുന്ന വെലോസിറ്റി kve ആണ്. ഓക്കെ, അപ്പോ ഈ പോയിന്റ് ഞാൻ ഇനീഷ്യൽ പൊസിഷൻ ഐ ആയിട്ട് എടുത്തു. ആ പോയിന്റിലെ ടോട്ടൽ എനർജി അതിന് ഞാൻ ui പ്ലസ് kI എന്ന് കൊടുത്തു. എടാ, ഇനി ഇയാള് ലിസൺ എച്ച് ഹൈറ്റ് വരെ പൊങ്ങി സർഫസിന്, എന്നിട്ട് അവിടെ നിന്നു. അപ്പൊ ഈ പോയിന്റ് എഫ് ആണ്, ഫൈനൽ പോയിന്റ് ആണ്. അവിടുത്തെ കൈനറ്റിക് എനർജി kF is equal to എന്തായിരിക്കും? 0 ആയിരിക്കും. എന്നാൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, നോട്ട് ഈക്വൽ ടു 0. കാരണം അവിടെ വരെ പോയി നിന്നു, സർഫസ് ആണ് എറിഞ്ഞിട്ട് മുകളിൽ പോയി നിന്നു. ഇനി എല്ലാവരും കേൾക്ക്, ui പ്ലസ് kI is equal to uf പ്ലസ് kf എന്ന് ഉണ്ടാവും. ui എന്ന് പറഞ്ഞാൽ എർത്തിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ എനർജി. ഞാൻ അതിനെ -gmm ഡിവൈഡ് ബൈ ആർ എന്ന് കൊടുത്തു. ക്ലിയർ അല്ലേ? kI എന്ന് പറഞ്ഞാൽ അവിടുന്ന് നമ്മൾ എറിയുമ്പോഴുള്ള കൈനറ്റിക് എനർജി, അതിന് ഞാൻ ½ m kve ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ഇതാണ് ഇനീഷ്യലി ടോട്ടൽ എനർജി. ഇനി എച്ച് ഹൈറ്റിലെത്തി, അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി -gmm ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച് അല്ലേടാ? അവിടുത്തെ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ആ സാധനം അവിടെ പോയി നിന്നു. അപ്പൊ അവിടുത്തെ കൈനറ്റിക് എനർജി 0. ക്ലിയർ ആണല്ലോ? എടാ, ഇതിന്ന് നമുക്ക് എഴുതാൻ പറ്റുന്നത് ലിസൺ -gmm ഡിവൈഡ് ബൈ ആർ പ്ലസ് ½ m kve സ്ക്വയർ ഈക്വൽ ടു -gmm ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച്. എച്ച് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. നമുക്കൊരു കാര്യം ചെയ്യാം, എമ്മിന്റെ ടേമുകളൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. എടാ, ഇവിടുന്ന് ലിസൺ kve സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു gm ബൈ ആർ മൈനസ് gm ബൈ ആർ പ്ലസ് എച്ച് എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? എടാ, ഇതിനകത്ത് നിന്ന് kve സ്ക്വയർ ബൈ 2 ഈക്വൽ ടു gm ഇൻറ്റു 1 ബൈ ആർ മൈനസ് 1 ബൈ ആർ പ്ലസ് എച്ച്. ശരിയല്ലേ? ഇതിനെ നിങ്ങൾ റീഅറേഞ്ച് ചെയ്യുക, ആൻസറിലെത്തുക കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്ത് ആൻസറിലെത്താൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. യെസ്, വെരി ഗുഡ്. ഇത് തന്നെ ആയിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ, ഇതിനെ റീഅറേഞ്ച് ചെയ്യാം, നമുക്ക് ആൻസറിലോട്ട് പോകാൻ പറ്റും. ഓക്കെടാ, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പൊ ആർ പ്ലസ് എച്ച് മൈനസ് ആർ എന്ന് വരും. എച്ച് ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ആർ പ്ലസ് എച്ച്. റീഅറേഞ്ച് ചെയ്യാം, ആൻസറിലെത്തുക. അത് നിങ്ങളുടെ ജോലിയാണ്. ഇനി വേണമെങ്കിൽ വിഇക്ക് പകരം √2gm ഡിവൈഡ് ബൈ ആർ എന്ന് കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇതാണ് ശരിക്ക് ചിലപ്പോൾ നിങ്ങളടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതും കൂടെ ഇതിനോട് ചേർത്ത് പറയാം. നിങ്ങൾ എസ്കേപ്പ് വെലോസിറ്റിനേക്കാൾ കൂടുതൽ വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ ബോഡി ഇന്റർസ്റ്റെല്ലാർ സ്പേസിലെത്തി, അവിടുത്തെ അയാളുടെ വെലോസിറ്റി എത്രയാണെന്ന് ചോദിക്കും. എസ്കേപ്പ് വെലോസിറ്റിനേക്കാൾ കൂടുതൽ വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്താൽ ഇന്റർസ്റ്റെല്ലാർ സ്പേസിലെ വെലോസിറ്റി എത്രയാണെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം, അത് ഇൻഫിനിറ്റിയിലാണ് കിടക്കുന്നില്ലേ? പ്രൊജക്ട് ചെയ്യുന്ന സ്ഥലത്തെ
വെലോസിറ്റി അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ. ആ വി ആണ് തന്നിട്ടുണ്ടാവുക എസ്കേപ്പ് വെലോസിറ്റിക്ക് മുകളിൽ. എടാ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ജി എം എം ഡിവൈഡ് ബൈ ആർ. ഇതാണ് യു ഐയും കെ ഐയും. അപ്പൊ യു ഐ പ്ലസ് കെ ഐ ഈക്വൽ ടു ഇന്റർസ്റ്റെല്ലാർ സ്പേസിലുള്ള കൈനറ്റിക് വെലോസിറ്റി വി ഡാഷ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ അവിടുത്തെ കൈനറ്റിക് എനർജി ഹാഫ് എം വി ഡാഷ് സ്ക്വയർ. അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി 0, കാരണം ഇൻഫിനിറ്റിയാണ്. നമുക്ക് എങ്ങനെ ആ ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യണം? മൈനസ് ജി എം എം ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ആർ സി പ്ലസ് ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹാഫ് എം വി ഡാഷ് സ്ക്വയർ. ആ വി ഡാഷ് ആയിരിക്കും അവിടുത്തെ വെലോസിറ്റി. അത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം ഈസ് കെപ്റ്റ് അറ്റ് റെസ്റ്റ് അറ്റ് എ ഹൈറ്റ് 3r. 3r ഹൈറ്റിൽ ഒരു പാർട്ടിക്കിൾ റെസ്റ്റിൽ വെച്ചു. ഫ്രം ദി സർഫസ് ഓഫ് എർത്ത് വേർ r is the radius of earth. ഹൈറ്റ് 3r ഫ്രം ദി സർഫസ് ഓഫ് എർത്ത്. ഓക്കെ, മാസ് എം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മിനിമം സ്പീഡ് വിത്ത് വിച്ച് ഇറ്റ് ഷുഡ് ബി പ്രൊജക്റ്റഡ് സോ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് റിട്ടേൺ ബാക്ക്. അത് തിരിച്ചു വരാതിരിക്കാൻ മിനിമം എത്ര സ്പീഡിലാണ് നമ്മൾ ഇതിനെ പ്രൊജക്ട് ചെയ്യേണ്ടത്? അതായത് എച്ച് ഹൈറ്റ് എന്നുള്ള എസ്കേപ്പ് സ്പീഡാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ആക്സലറേഷൻ ഒരു ഗ്രാവിറ്റി ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ? സിമ്പിൾ. എച്ച് ഹൈറ്റിൽ വെച്ചിട്ടുണ്ട് സർഫസിൽ. അപ്പൊ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ജി എം എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ആണ്. എടാ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത വെലോസിറ്റി വി ആണെങ്കിൽ അവിടുത്തെ കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ. ഇതാണ് യു ഐ, കേൾക്കുക, പ്ലസ് ഇതാണ് കെ ഐ ഈക്വൽ ടു ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് ഫൈനൽ കൈനറ്റിക് എനർജി. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിക്ക് പോയി. അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി 0 ആയിരിക്കും. മിനിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ എത്തുന്നതോടുകൂടെ അതിന്റെ കൈനറ്റിക് എനർജി ഇല്ലാതായി. അങ്ങനെയാണെങ്കിലാണ് ഇവിടുത്തെ മിനിമം സ്പീഡ് പറ്റുക. അവിടുത്തെ കൈനറ്റിക് എനർജിയും 0. അപ്പൊ കഴിഞ്ഞു. എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾക്ക് ചോദിക്കാം, ഞാൻ പറയും. ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി എം എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് 3r. എമ്മും ക്യാൻസൽ ചെയ്തു. വി സ്ക്വയർ ബൈ 2 ഇസ് ഈക്വൽ ടു ജി എം ഡിവൈഡ് ബൈ 4r. വി ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എം ഡിവൈഡ് ബൈ 2r. റൂട്ട് ഓഫ് ജി എം ഡിവൈഡ് ബൈ 2r. ഇതായിരിക്കും ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. Listen. With what velocity should a particle be projected so that height becomes equal to radius of Earth? With what velocity should a particle be projected so that height becomes radius of Earth? Okay, simple. നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന സ്ഥലത്തെ കൈനറ്റിക് എനർജി മൈനസ് ജി എം എം ഡിവൈഡ് ബൈ ആർ. നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന വെലോസിറ്റി ഹാഫ് എം വി സ്ക്വയർ. ഇനി എച്ച് ഹൈറ്റിലാണ് എത്തുന്നത്. അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ജി എം എം ഡിവൈഡ് ബൈ ആർ പ്ലസ് എച്ച്. ആ എച്ച് ആർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ കൈനറ്റിക് എനർജി 0. ആലോചിക്കടാ, ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി എം എം ഡിവൈഡ് ബൈ ആർ മൈനസ് ജി എം എം ഡിവൈഡ് ബൈ ആർ പ്ലസ് ആർ, അതായത് 2r. ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ജി എം എം ഡിവൈഡ് ബൈ ആർ ഇൻറ്റു 1 മൈനസ് 1/2. എടാ ഈ എമ്മിന്റെ ടേമുകൾ ക്യാൻസൽ ചെയ്ത് പോയി. ആൻസർ ആയി വിചാരിക്കുന്നു. വി സ്ക്വയർ ബൈ 2 ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ 2r. 2 ക്യാൻസൽ ചെയ്തു. വി ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എം ബൈ ആർ. ആർക്കൊക്കെ കിട്ടിയെന്ന് കാണട്ടെ? ആർക്കൊക്കെ കിട്ടിയിട്ടുള്ളത് കാണട്ടെ? എ ഓപ്ഷൻ. വെരി ഗുഡ്. നെക്സ്റ്റ് വൺ. Geostationary satellite is orbiting the Earth at a height 5r above the surface of Earth. എർത്തിന്റെ സർഫസ് 5r ഹൈറ്റിലാണ് ഒരു ജിയോസ്റ്റേഷണറി സാറ്റലൈറ്റ്. ഇപ്പൊ സെന്ററിന് 6r. r being the radius of Earth. Time period of another satellite in hour at a height 2r from the surface of Earth. എടാ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. നമുക്കറിയാം t² പ്രൊപ്പോർഷണൽ ടു r³ ആണ്. ഈ r എന്ന് പറയുന്നത് എർത്തിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഫസ്റ്റ് കേസിൽ ഞാൻ t1² എന്ന് വിളിച്ചു, which is equal to 6r³. രണ്ടാമത്തെ കേസിൽ t2² എന്ന് വിളിച്ചു, പ്രൊപ്പോർഷണൽ ടു 3r³. കാരണം സർഫസ് എന്നുള്ള ഹൈറ്റ് ആണ് 2r, സെന്റർ എന്നുള്ളത് 3r ആയിരിക്കും. ഇവിടുന്ന് t2 ഡിവൈഡ് ബൈ t1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു
3r divided by 6r whole cube എന്ന് കിട്ടി. ഓക്കെ, എന്ന് പറഞ്ഞാൽ T2 divided by T1 is equal to listen 1 by 2 raised to 3 by 2. ക്ലിയർ അല്ലേ? T1 എന്ന് പറയുന്നത് 24 hour അല്ലേ, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിൻ്റെത്. ഇപ്പൊ T2 is equal to 24 divided by 2 root 2. 2 raised to 3 by 2 എന്ന് പറഞ്ഞാൽ 2 root 2 ആണ്, which is equal to 12 divided by root 2. 12 divided by root 2 എന്ന് പറഞ്ഞാൽ 6 root 2. ഓക്കെ, അതിൽ കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. 6 root 2. ഓക്കെ, സി. ഓക്കെ, സോറി എനിക്കാണ് തെറ്റിയല്ലേ, ഞാൻ ഡി ആ മാർക്ക് ചെയ്തത്. ശരി, നിങ്ങളാണ് ശരി, നിങ്ങൾ മാത്രമാണ് ശരി. സി. ഓക്കെ, നെക്സ്റ്റ് വൺ സിമ്പിൾ ആണ്. ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആണ്. A satellite of mass m is orbiting the earth of radius capital r at a height h from the surface. Total energy of the satellite in terms of g0. The value of acceleration due to gravity at the earth's surface is. എന്തൊക്കെയാണ് പറഞ്ഞത്? A satellite of orbiting the earth at a height h from its surface is total energy of satellite. എടാ, ഒരു സാറ്റലൈറ്റിന്റെ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു -gm ഡിവൈഡഡ് ബൈ ആർ. എച്ച് ഹൈറ്റിലാണെങ്കിൽ നമുക്ക് അതിനെ ആർ പ്ലസ് എച്ച് എന്ന് എഴുതാം. 2 അല്ലേ, -gm ഡിവൈഡ് ബൈ 2r. ഇങ്ങനെ എഴുതിക്കൂടെ? ഇപ്പൊ കഴിഞ്ഞു. gm-ന് പകരം നേരത്തെ പറഞ്ഞ പോലെ gr². gr² into m divided by 2 into r plus h. ഏതാണ് ആൻസർ? mg r² divided by 2 into r plus h. മൈനസ് ഉണ്ട് അല്ലേ, -mg r² divided by 2 into r plus h. ബി ഓപ്ഷൻ. ഓക്കെ, അതും കൂടെ ശ്രദ്ധിച്ചോ, ഏത് വർഷമാണ് ചോദിച്ചത്. നെക്സ്റ്റ് വൺ. ഫോർ എ സാറ്റലൈറ്റ് മൂവിംഗ് in an orbit around the earth, ratio of kinetic energy to potential energy. Ratio of kinetic energy to potential energy. Simple. നമുക്ക് ഒരു സാറ്റലൈറ്റിന്റെ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ -gm ഡിവൈഡ് ബൈ ആർ ആണ്. നിങ്ങൾക്ക് അറിയും, എന്നാലും ഒന്ന് ശ്രദ്ധിക്കാം. ഇനി കൈനറ്റിക് എനർജി കിട്ടണമെങ്കിൽ അത് ½ mv². v എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ വെലോസിറ്റി, which is equal to ½ m into gm divided by r. Therefore, kinetic energy is equal to gm divided by 2r. ഇതാണ് kinetic energy, gm divided by 2r. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഇതിന്റെ റേഷ്യോ ഒക്കെ അറിയാം. ടോട്ടൽ എനർജി കിട്ടണമെങ്കിൽ ടോട്ടൽ എനർജി is equal to -gm divided by 2r. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് ടോട്ടൽ എനർജി. ഇനി നിങ്ങൾക്ക് ചോദിക്കുന്നത് റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ടു പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ടു പൊട്ടൻഷ്യൽ എനർജി 1/2. ശരിയല്ല? gm ഡിവൈഡ് ബൈ 2r ഡിവൈഡ് ബൈ gm ബൈ r. മൈനസ് ഉണ്ടെങ്കിൽ വൃത്തി. ഓക്കെ, നെക്സ്റ്റ്. മീൻ റേഡിയസ് ഓഫ് എർത്ത് ഈസ് r. എർത്തിന്റെ മീൻ റേഡിയസ് r ആണ്. ഇറ്റ്സ് ആംഗുലാർ സ്പീഡ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ഈസ് ഒമേഗ and the acceleration due to gravity at earth's surface is g. What will be the radius of orbit of a geostationary satellite? എന്തൊക്കെയാ? എർത്തിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്, എർത്തിന്റെ ആംഗുലാർ വെലോസിറ്റി സ്പീഡ് തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദി റേഡിയസ് ഓഫ് ഓർബിറ്റ് ഓഫ് ജിയോസ്റ്റേഷനറി സാറ്റലൈറ്റ്? നിങ്ങൾക്ക് ചെയ്യാം. എന്താണ് ആൻസർ വരിക? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഏത് ഓപ്ഷനാണ് ആൻസർ വരുന്നത്? എ. നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ കുറെ ചെയ്തു അല്ലേ? ഓക്കെ, ശരിയല്ലടാ? ദൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഗ്രാവിറ്റേഷൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. എടാ, ഇതിനകത്ത് ഞാൻ മെസ്സേജ് വായിച്ചപ്പോൾ ആരൊക്കെ ഗ്രാവിറ്റേഷൻ ഭയങ്കര ടഫാണെന്നും
ആപ്പിലെ ക്വസ്റ്റ്യൻസ് ക്ലാസ് കാണണമെന്നൊക്കെ ചോദിച്ചു. നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾക്ക് കാണാം, ഇഷ്ടംപോലെ സമയം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, 6 മാസത്തോളം നീറ്റ് എക്സാം ഉണ്ടാവും. കൃത്യമായിട്ട് 6 മാസം ഉണ്ടാവും. ഈ 6 മാസം കൊണ്ട് സുഖമായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. ഫിസിക്സ് പഠിക്കാനുള്ള മാർഗം ക്വസ്റ്റ്യൻസ് ചെയ്യാന്നല്ലാതെ വേറെ ഒന്നുമല്ല, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കുക. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് ഈ ചാപ്റ്ററുകൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഒരു ചാപ്റ്റർ ഒക്കെയാണ് ഗ്രാവിറ്റേഷൻ. പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ ഒരു ലൈവ് സെക്ഷനിൽ ഓർക്കുക 5 ചാപ്റ്റർ കവർ ചെയ്ത് പോയിട്ടുണ്ട്. യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷനും, സ്ട്രൈറ്റ് ലൈനും, പ്ലെയിനും, റൊട്ടേഷനും, ഗ്രാവിറ്റേഷനും. എനിക്ക് തോന്നുന്നത് ഈ 5 ചാപ്റ്ററിനും മൂന്നും ഒരു 200+ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല 2 ദിവസം കൊണ്ട്. 200+ ക്വസ്റ്റ്യൻ. ഫിസിക്സ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യൽ തന്നെയാണ് വേണ്ടത്. അപ്പൊ ഇനി നമ്മൾ അടുത്ത ദിവസം പുതിയ ചാപ്റ്റർ, എനിക്ക് ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ് അങ്ങനെ ഏതെങ്കിലും ചാപ്റ്ററുകളായിട്ടാവും വരിക. അപ്പോൾ എടാ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇത് നമുക്ക് വളരെ സിൻസിയർ ആയിട്ടല്ലേ ഇത് നമുക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കയ്യിലുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കാം. ഓക്കെ, നജ്മൽ എന്തോ May 5. ഓക്കെ, May 5 നീറ്റ് എക്സാം ഉള്ളത് അല്ലേ? നോക്കി ഏകദേശം ഉണ്ടാവും 5+ മന്ത് ഉണ്ടാവും, 6 മന്തിനോട് അടുത്തുണ്ടാകും. അപ്പൊ നിങ്ങളെ കയ്യിൽ കൃത്യമായിട്ട് നിങ്ങളെ കയ്യിലുള്ള നോട്ട്സ് വായിക്കാം. എന്നിട്ട് വരിക, കുറച്ച് ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയണം. അങ്ങനെ ആകുമ്പോൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഐഡിയ കിട്ടും, ഇതാണ് സംഭവം, ഇതാണ് സംഭവം. അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ചിലതിൽ ഒരു ഐഡിയ കുറവുണ്ട്. കുഴപ്പമില്ല, അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക, എന്നിട്ട് വരിക കേട്ടോ. അപ്പൊ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം, ഇന്നത്തെ സെക്ഷൻ അവസാനിപ്പിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കടാ. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ പഠിക്കണം മോളെ, ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ. ഈ മനസ്സിലാകാതിരിക്കുമ്പോൾ ഇക്വേഷൻസിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടോ? ഇക്വേഷൻസ് പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിനകത്ത് ഇക്വേഷൻസ് കൺസെപ്റ്റൽ ക്ലാരിറ്റിയിൽ കുറവുണ്ടോ? ആരോ ഒരാള് പിന്നെ എന്താണ് ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിരുന്നു. കൺസെപ്റ്റൽ ക്ലാരിറ്റിയിൽ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് ഒന്നും കൂടെ കേൾക്കണം. എന്നിട്ട് നിങ്ങളതൊന്ന് പഠിക്കണം. അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കണം കേട്ടോ. ഒന്ന് പഠിക്കണം. ഓക്കെ, എന്നിട്ട് ചെയ്തു നോക്കുക. നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ കേട്ടോ. ഇനി ലൈവും കാര്യങ്ങളൊക്കെ കുറേ സമയം കഴിഞ്ഞാൽ ഇനി ഉണ്ടാകും. അപ്പൊ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. കുഴപ്പമില്ല, ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചില്ലേ? ഇതൊരു ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് എടുക്കും മോളെ. അങ്ങനെ കാണുന്നതിനെ കേട്ടോ. ഒരു ഇതൊക്കെ മനസ്സിലാക്കാൻ ശ്രമിച്ച്, അങ്ങനെയാണല്ലോ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുകളിലോട്ട് ഇങ്ങനെ കയറി പോട്ടോ. ഒന്നും ഒരു കുഴപ്പമില്ല, ഒക്കെ ശരിയാവൂടാ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്.